അക്രൈസ്തവർ ക്രിസ്ത്യാനികൾക്കെതിരെ ഉന്നയിക്കുന്ന പ്രധാന കംപ്ലൈൻറ്റുകളിൽ ഒന്നാണ് വേദപുസ്തക ചരിത്രപ്രകാരം ആദമിനെയും ഹവ്വയും ദൈവം സൃഷ്ടിച്ചു. ആദം ഹവ്വമാർക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. ഒന്ന് കായനും രണ്ടാമത്തെ ഹാബേലും. കായൻ ഹാബേലിനെ കൊന്നുകളഞ്ഞു. പിന്നെ 3 പേരെ ഭൂമിയിൽ ശേഷിക്കുന്നുള്ളൂ, ആദം, ഹവ്വ, കായൻ. ഈ സമയത്താണ് കായൻ വിവാഹം കഴിക്കുന്നത്. പെണ്ണെന്തിയെ? അവ്വയല്ലാതെ ഒരു പെണ്ണില്ല. ശരി, അവ്വയെ തന്നെ മോൻ വിവാഹം കഴിച്ചു എന്നങ്ങ് ഇരിക്കട്ടെ. അത് കഴിഞ്ഞാണ് ആദം പിന്നെയും തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അങ്ങനെയാണെങ്കിൽ അപ്പനും മോനും കൂടെ ഒരേ ഭാര്യയോ? ഇതെന്നാ സംസ്കാരമാണ്? നിങ്ങൾ കേട്ട് കാണും. ഇതെന്നാ സംസ്കാരമായത്? നമുക്ക് ഈ സംസ്കാരം വേണ്ട. ഇന്ത്യയിൽ ഇത് വേണ്ട. അക്രൈസ്തവർ ഇന്ത്യയിൽ ഉയർത്തുന്ന കംപ്ലൈൻറ്റ് ഒന്നാണ്. ലോകവ്യാപകമായി എല്ലായിടത്തും ചോദ്യം അതാ. ഈ മനുഷ്യൻ എനിക്ക് തന്നു, ഇപ്പം എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയാം, പക്ഷെ ഞാൻ പേര് പറയുന്നില്ല. മിസ്റ്റർ ഡെപ്റ്റ് എനിക്ക് പറഞ്ഞു തന്നതിനകത്ത് ചാവുകടൽ ലിഖിതങ്ങളിൽ പ്രകാരം ആദമിനും ഹവ്വയ്ക്കും അവരുടെ ആകെ ആയുസ്സിൽ ഒക്കെ ഒന്നാമത് ജനിച്ചത് കായന്. കായൻ്റെ കൂടെ ഒരു പെണ്ണും ഉണ്ടായിരുന്നു. ആദമിൻ്റെയും ഹവ്വയുടെയും ഓരോ പ്രസവത്തിലും, ഹവ്വയുടെ ഓരോ പ്രസവത്തിലും ഒരാൺകുഞ്ഞും കുറഞ്ഞാലും ഒരു പെണ്ണും ഉണ്ടായിരുന്നു. ചിലതിന് 2 പെണ്ണുണ്ട്. ഒരു ഡെലിവറിയിലുണ്ടായ ആൺകുട്ടി അതേ ഡെലിവറിയിലുണ്ടായ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നായിരുന്നു അന്നത്തെ തത്വം. കായൻ്റെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു. കഴിഞ്ഞു. 2ാം ഡെലിവറി കഴിഞ്ഞു, 3ാം ഡെലിവറി കഴിഞ്ഞു, 4ാം ഡെലിവറി കഴിഞ്ഞു, 5ാം ഡെലിവറി കഴിഞ്ഞു. 6ാം ഡെലിവറിയിലേതാണ് ഹാബേൽ. ഇതിനിടയ്ക്കുള്ള ചരിത്രമൊന്നും ബൈബിളിലില്ല. കാര്യം ഇതെല്ലാം ചാവുകടൽ ലിഖിതത്തിൽ കിടപ്പുണ്ട്. ചാവുകടൽ ലിഖിതങ്ങൾ തന്നെ 45,000 പേജാണ്. ചാവുകടൽ ലിഖിതങ്ങളിൽ 981 പുസ്തകങ്ങളുണ്ട്. നമ്മളിന്ന് സമ്മറി പോകും. 981 പുസ്തകങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ പ്രിൻ്റ് ചെയ്താൽ 45,000 പേജാണ്. അതിനേക്കാളും കൂടുതലുണ്ട് ചാവുകടൽ ലിഖിതങ്ങൾ. ബാക്കിയൊക്കെ എന്തൊക്കെയാണ് മാപ്പുകളും ലൊക്കേഷനുകളും അങ്ങനെയുള്ള പലതും 1500ഓളം കാര്യങ്ങളുണ്ട്. അതിനകത്തൊന്ന് 981 മാത്രമേ പുസ്തകങ്ങളുള്ളൂ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊള്ളാവുന്നത്. ഇതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം കൂടെ നമുക്ക് കൊണ്ടു നടക്കാൻ ബൈബിളിൻ്റെ കൂടെ പ്രിൻ്റ് ചെയ്താൽ ഇത് ഒരു ട്രക്ക് വേണം പിന്നെ ഇത് കൊണ്ട് നടക്കാൻ. കാര്യം ഇപ്പം നമ്മുടെ ഇരിക്കുന്ന ബൈബിളിന് 1000 പേജേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ 45,000 പേജും കൂടെ അറ്റാച്ച് ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിച്ചോ ഇതെന്നെ കാണുമെന്ന്. അതുകൊണ്ട് ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ആവശ്യമുള്ളത് മാത്രം ബൈബിളിൽ ചേർത്ത് മിച്ചമുള്ളത് ചരിത്ര പുസ്തകത്തിലോട്ട് മാറ്റി. ഇൻട്രസ്റ്റ് ഉള്ളവൻ പോയി ചരിത്ര പുസ്തകം വായിച്ചോണം. ദാറ്റ്സ് ഇറ്റ്. ഇല്ലെങ്കിൽ ആത്മാവിൻ്റെ രക്ഷയ്ക്കുള്ളത് ഇതിനകത്തുണ്ട്. ഇങ്ങനെ ഇതിനെ 2ആയി തിരിച്ചു. ഇതാണ് ഞാനതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്താണ് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നത്. എറണാകുളം സ്വദേശി ഒരു മോനുണ്ട്. അവൻ്റെ പേര് ഞാൻ ഇപ്പം വിട്ടുപോയി. അവന് ഏലിയൻസ് എന്ന സബ്ജക്റ്റിൽ പറഞ്ഞു തരാൻ തുടങ്ങി. ഏലിയൻസിനെ കുറിച്ച് ഞാൻ കുറച്ച് പഠിച്ചു. ഞാൻ പരസ്യമായി പറഞ്ഞു. വിവരം കേട്ട ഒരുപാട് പേര് അതിനെ കുതർക്കങ്ങൾ ഒരുപാട് ഉന്നയിച്ചു. പക്ഷെ അന്ന് ഒരൊറ്റ മോന് 22ാമത്തെ വയസ്സിൽ അവൻ എനിക്ക് 45 പുസ്തകങ്ങളാണ് അയച്ചത് ഏലിയൻസിനെ കുറിക്കുന്നത്. 45 പുസ്തകങ്ങൾ ഒരു മോൻ അയച്ചതാണ്. വാഷിങ്ടൺ DC-യിൽ നിന്നും ഒരു സഹോദരനോട് പറഞ്ഞു, ഇനിയും വരുമ്പോൾ ഇവിടെയുള്ള ഒരു ലൈബ്രറി കയറി കാണണം, ഇവിടെ ഒരു വീഡിയോ പ്രൊജക്ഷൻ ഉണ്ട്, അത് കാണണം. അങ്ങനെ അവരെ കുറിക്കുന്ന ഗൗരവമായ ഒരു വിവരം കിട്ടി. ഗൗരവമായ ഒരു വിവരം. ഇന്ന് ഏലിയൻസ് എനിക്കൊന്നൊരു പുതുമയല്ല. ഇന്ന് പൊതുവെ എല്ലാവർക്കും അറിയാം. നിങ്ങൾക്കറിയാം, നിങ്ങൾ കൂടുതൽ എനിക്കറിയാമെന്ന് തോന്നുന്നു. പക്ഷെ പഠിക്കാൻ സാധിച്ചു. ഇങ്ങനെ പഠിക്കേണ്ട ഓരോ ഏരിയ വീതം ദൈവം ഏൽപ്പിച്ചു തരികയും ഒരു ഉണർവിന് ആവശ്യമായ എല്ലാ എക്യുപ്മെൻസും തരികയും ചെയ്തു. ഞാനൊരു എൻജിനീയർ ആണെങ്കിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ എൻ്റെ ജോലിക്ക് ആവശ്യമുള്ള എല്ലാ ഉപകരണങ്ങളും എൻ്റെ കാണും. ഞാനൊരു മെക്കാനിക്കാണെങ്കിൽ സ്ക്രൂ ഡ്രൈവറും പ്ലെയറും ഇല്ലാതെ ഒക്കത്തില്ല. ഇതുപോലെ തന്നെ ഞാനൊരു ദൈവഭയത്തിലാണ് ഒരു ഉണർവ് കൊണ്ട് നടക്കുന്നതെങ്കിൽ ഉണർവിനെ ബാധിക്കുന്ന എതിരാളി ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അവനെ ജയിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞേ പറ്റൂ. ഇങ്ങനെ അത്യാവശ്യമുള്ള ദൈവം ഏൽപ്പിച്ചു. ഈ വിഷയങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ടായിരിക്കും കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നമ്മൾ ഇന്ന് മുതൽ അടുത്ത 3-4 സെക്ഷൻ കൊണ്ട് പഠിച്ചു തീർക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിൽ തികഞ്ഞ ഒരു വ്യക്തിത്വം എന്നതായിരിക്കും നമ്മുടെ ടോട്ടൽ എയിം. ഒരു വ്യക്തി ക്രിസ്തുവിൽ തികഞ്ഞവനായി വരുവാൻ എന്തു വേണം? എവിടം മുതൽ എവിടം വരെ പോകണം? ഇങ്ങോട്ടുണ്ടായി വന്ന ഒരു ശിശു ആ വീട്ടിലെ സകലത്തിൻ്റെയും അവകാശിയാണെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസന്മാരെക്കാൾ ഒട്ടും പ്രയോജനമുള്ളതല്ല. വളർന്നെങ്കിലേ പറ്റത്തുള്ളൂ. ബുദ്ധിയില്ലാതെ വളർന്നിട്ട് യാതൊരു കാര്യവുമില്ല. വിദ്യാഭ്യാസം സഹിതം അവൻ വളർന്നെങ്കിൽ മാത്രമേ ആ വീട്ടിൻ്റെ അധികാരിയായിരിക്കാൻ ഒക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദൈവഗ്രഹത്തിലെ തികഞ്ഞവരായി മാറുവാൻ, വേറൊരു ഭാഷയിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി മാറുവാൻ എന്തു വേണം, എങ്ങനെ പോകണം, ഇതായിരിക്കും നമ്മുടെ എയിം പ്രധാനമായും.
ഞാൻ ആദ്യം മുതലൊന്ന് തുടങ്ങാം. പ്രൊജക്റ്റ് ചെയ്യാൻ ഇപ്പം അങ്ങോട്ട് ഒക്കാതെ വരുന്നു. ഒക്കുന്ന സമയത്ത് അത് ഒക്കട്ടെ, അന്നേരത്ത് ഒന്ന് കാണിക്കാൻ നോക്കാം. ഇപ്പം ഞാനൊന്ന് പറഞ്ഞു തുടങ്ങാം. ആദിയിലെ ദൈവിക സൃഷ്ടിയെക്കുറിച്ചാണ് ഞാൻ തുടങ്ങുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 3-ാമത്തെ വാക്യത്തിൽ സകലതും അവൻ മുഖാന്തരം ഉളവായി. യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന പദമാണത്. സകലതും യേശുക്രിസ്തു മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇത് ആദിയിൽ സംഭവിച്ചതാണ്. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായി തീർന്ന ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉളവായി എന്നും. ഇവിടെ ഒരു ഭയങ്കര ക്ലോസ് മാറുക കിട്ടുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അതവരിട്ടോട്ട് ഇടാൻ ഒക്കുന്ന സമയത്തിടാം. പക്ഷേ ഇത് സൂമിൽ കണക്ട് ചെയ്യാൻ ഒക്കുമെങ്കിൽ അത് ഒരു പോസിബിലിറ്റിയാണ്. സൂമിൽ കണക്ട് ചെയ്യാൻ ഒക്കുമെങ്കിൽ ഇല്ല. ഇത് പ്രൊജക്റ്റ് ചെയ്യാൻ കണ്ട് വേറെ ഒരു ഇല്ല. അത് മറ്റേതിനകത്ത് കിടന്നാലും മതി, പ്രൊജക്ഷനകത്ത് കിടന്നാലും മതി. അല്ല, അത് വേണമെങ്കിൽ സൂമിൽ പോയല്ലേ പറ്റുള്ളൂ. ഓക്കെ, അറിയാവുന്നവർ നോക്കട്ടെ. എനിക്കറിഞ്ഞുകൂടാ. ഞാൻ മോർ ദാൻ സഫിഷ്യൻറ്റ് ക്വാളിഫൈഡ് ആണെങ്കിലും എൻ്റെ മൊബൈൽ ഫോൺ സെറ്റ് ചെയ്യാൻ പോലും എനിക്കറിയത്തില്ല. കൊച്ചുമക്കൾ ചെയ്തു തരണം. അതങ്ങനെയാണ്. അത് എൻ്റെ ഏജ് ഫാക്ടർ. ഞാൻ കോളേജ് വിട്ടതല്ല, എൻ്റെ ലാസ്റ്റ് കോളേജ് ഡേ 1969 അന്ന് പലരും ജനിച്ച് കാണത്തില്ല. 1969 ഞാൻ കോളേജിൽ പോയ ലാസ്റ്റ് ഡേ. അതിനുശേഷം കോളേജിൽ പോയിട്ടില്ല. നാച്ചുറലി എനിക്ക് അത്രയും പരിജ്ഞാനമേ ഉള്ളൂ. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ശാസ്ത്രീയ വിഷയങ്ങൾ നന്നായി ചെയ്യാൻ ഇപ്പോഴും അറിയാം. എങ്കിലും ഞാൻ ജോലി വിട്ടിട്ടും 1990 വിട്ടതാണ്. 10-30 കൊല്ലമായി. അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രലോകം എനിക്ക് തിയറി പറഞ്ഞാൽ മനസ്സിലാവുമെങ്കിലും കൈകൊണ്ട് ചെയ്യാൻ അറിയാൻ വയ്യ. അതിനുള്ള അന്നത്തെ സാഹചര്യങ്ങൾ മാറി, അന്നത്തെ സ്ഥിതിഗതികൾ മാറി. മുന്നോട്ട് പോകാം. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യവും തമ്മിൽ ഭയങ്കര അന്തരമുണ്ട്. കണ്ടാൽ ഏറെക്കുറെ ഒരുപോലിരിക്കും. For this they are willingly ignorant that by the word of God the heavens were of the old, and earth standing out of the water and in the water were created. 6-ാമത്തെ വാക്യത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്താൽ ആകാശവും ഭൂമിയും ഉളവായി എന്നും, 6-ാമത്തെ വാക്യത്തിൽ അതിനാൽ അന്നുണ്ടായിരുന്ന ആകാശവും അന്നുണ്ടായിരുന്ന ഭൂമിയും വെള്ളത്തിൽ മുങ്ങി നശിച്ചു. 6-ാമത്തെ വാക്യത്തിൽ അന്നുണ്ടായിരുന്ന ആകാശവും ഭൂമിയും എന്ന് പറയുന്നിടത്തെ ഭൂമി എന്നതിന് എർത്ത് എന്ന പദമല്ല ഗ്രീക്കിൽ ചേർത്തിരിക്കുന്നത്, കോസ്മോസ് എന്ന പദമാണ്. അന്നുണ്ടായിരുന്ന ആകാശവും കോസ്മോസും വെള്ളത്തിൽ മുങ്ങി നശിച്ചു. കോസ്മോസ് എന്ന് പറയുന്നത് സംവിധാനക്രമം, ദി അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അറേഞ്ച്മെൻറ്റ്സ്, ടെക്നോളജി ഇൻവോൾവ് ഇൻ ഓൾ ദിസ്, അതിനെയാണ് കോസ്മോസ് എന്ന് വിളിക്കുന്നത്. അന്നുണ്ടായിരുന്ന ആകാശവും അന്നുണ്ടായിരുന്ന കോസ്മോസും വെള്ളത്തിൽ മുങ്ങി നശിച്ചു. ആ കോസ്മോസ് എന്ന പദം അത്യാവശ്യം വരും, അത് വേണ്ടിയപ്പം ഞാൻ പറഞ്ഞോളാം. മിഷിയ കാക്കു എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇന്ന് ഭൂമിയിലുള്ളതിലേക്കും വലിയ ശാസ്ത്രജ്ഞൻ. ഇന്ന് ഭൂമിയിൽ ജീവനോടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിക്ചർ പ്രൊജക്റ്റ് ചെയ്യാൻ ഒത്തായിരുന്നേ നല്ലതായിരുന്നു. നമുക്ക് നോക്കാം, ഇത് കണക്ട് ചെയ്ത് വരികയാണെങ്കിൽ രണ്ടാമത് നമുക്കൊരു റൗണ്ട് ഓടാം. മിഷിയ കാക്കു എന്ന് പറയുന്ന ആളാണ് ഇന്ന് ഭൂമിയിൽ ജീവനോടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും ഉന്നതൻ. തിയറിറ്റിക്കൽ ഫിസിക്സിൽ ഏറ്റവും ഉന്നതനായ മനുഷ്യൻ. ജപ്പാൻകാരനാണ് ഈ അപ്പച്ചൻ. ഇന്ന് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ തിയറിറ്റിക്കൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD അദ്ദേഹം പ്രവർത്തിക്കുന്നു. അദ്ദേഹം പറയുന്നത് ആദിയിലെ ബിഗ് ബാങ് എന്ന് പറയുന്നത് 3 ശബ്ദങ്ങൾ ഒരുമിച്ച് ചേർത്തതാണ്. ബിഗ് ബാങ് made out of 3 different bosoms. 3 bosoms are from 3 different generations. 3 ജനറേഷനിൽ പെടുന്ന 3 ബോസമുകൾ, ശബ്ദങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ് ബിഗ് ബാങ്. നമ്മളും അതല്ലേ വിടുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 ജനറേഷൻ ചേർന്ന് ഉളവായി വരട്ടെ എന്ന് പറഞ്ഞതാണ്. മിഷിയ കാക്കു അടുത്ത ലെവലിലോട്ട് പോയി. അദ്ദേഹം പറഞ്ഞത് വാചകമല്ലായിരുന്നു, ഒരു സംഗീതമായിരുന്നു. ഭയങ്കരമാണ്. അദ്ദേഹത്തിൻ്റെ സ്ട്രിങ് തിയറി എന്ന് പറയുന്നൊരു തിയറിയുണ്ട്. സ്ട്രിങ് തിയറി അദ്ദേഹത്തിൻ്റെ സ്വന്തമല്ല, പല ശാസ്ത്രജ്ഞന്മാരും ചേർന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടുപിടുത്തമാണ്. അതിനകത്ത് സൂപ്പർ സ്റ്റാർ
മിഷേക്കാക്കുക. അദ്ദേഹം പണ്ട് പറഞ്ഞിരുന്നത് ദൈവമെന്ന് പറയുന്നൊരു സൂത്രം ഇല്ലെന്നാണ്. അത് പരസ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം കോടിക്കണക്കിന് രൂപ മുടക്കിയതാണ്. ഡോളറിൽ വരുമ്പോൾ മില്യൺസ് ഡോളേഴ്സ് മുടക്കി അദ്ദേഹം ദൈവമില്ല എന്ന് തെളിയിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന പ്രസ്താവനകളിൽ ഒരെണ്ണം, ദ മൈൻഡ് ഓഫ് ഗാഡ് ഈസ് എ പൾസേറ്റിംഗ് സ്ട്രിങ് ഓഫ് കോസ്മിക് മ്യൂസിക്. ഇത് ആകാശത്തുണ്ടായ ഒരു സംവിധാനത്തിലെ സംഗീത ധ്വനിയാണ്. ഇനി എബ്രായ വേദപുസ്തകം സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് അറിയാമോ? ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, സസ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു എന്നാണ് മലയാള വേദപുസ്തകത്തിൽ, ഇംഗ്ലീഷ് വേദപുസ്തകത്തിലും. പക്ഷേ എബ്രായ ഭാഷയിൽ അങ്ങനല്ല. വെളിച്ചമുണ്ടാകട്ടെ, സസ്യങ്ങൾ ഉണ്ടാകട്ടെ, മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ എന്നർത്ഥം വരുന്നൊരു ഗാനം ദൈവം പാടിയെന്ന. ഇത് നമുക്ക് പിടികിട്ടിയില്ല. മിഷ്യാക്കാക്കുവാണ് അവസാനം ഇതും കൊണ്ടുവരുന്നത്. അദ്ദേഹം പറഞ്ഞ ആരംഭത്തെങ്കിലും ബിഗ് ബാങ്, ഇറ്റ് വാസ് എ മ്യൂസിക് made out of 3 generations. ഈ 3 ജനറേഷനുകൾ ഒരുമിച്ച് ചേർന്ന് they are different bosoms and more of big bang. അദ്ദേഹം ബിഗ് ബാങ്ങിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ വൈഫൈ കണക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് മിഷേക്കൊക്കെ കാണിക്കാൻ നോക്കാം. ഞാൻ കഴിവുണ്ടെങ്കിൽ കാണിക്കാം. അദ്ദേഹം പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് സൂമിനെ, ഈ ബിഗ് ബാങ്ങിനെ കുറിച്ച്. വേദപുസ്തകവുമായി എതിർക്കുന്ന യാതൊന്നുമില്ല. വേദപുസ്തകത്തിൽ എന്തു പറയുന്നു അതിനെ അനുകൂലിക്കുന്നത്. പക്ഷേ വേദപുസ്തകം ഈസ് ഈക്വൽ ടു സയൻസ് എന്ന് പറയാൻ ഒക്കത്തില്ല. അത് തമ്മിൽ കോൺട്രഡിക്ഷൻ ഇല്ല എന്ന് മാത്രം പറയുവാൻ കഴിയും. വൈകിട്ട് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ നേരത്തെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഞങ്ങളുടെ എല്ലാം പരാജയമാണ്. ഓക്കെ, നമുക്ക് 1-2 കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് മാത്രം പറയാം. ബിഗ് ബാങ്, പിതാവാം ദൈവവും പുത്രനാം ദൈവവും പരിശുദ്ധാത്മാം ദൈവവും ഒരുമിച്ച് ചേർന്ന് സസ്യങ്ങളുണ്ടാകട്ടെ, മത്സ്യങ്ങളുണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ എന്നർത്ഥം വരുന്ന ഒരു ഗാനം അവർ പാടുകയും ആ ഗാനത്തെ തുടർന്ന് പ്രപഞ്ചം ഉരുവായി വരികയും ചെയ്തു.
ഇന്ത്യ ഉൾപ്പെടെ ലോകരാഷ്ട്രങ്ങൾ മിക്കതും വിശ്വസിച്ചിരുന്നത് 13.7 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ 1370 കോടി വർഷങ്ങൾക്ക് മുന്നമേ ഈ ബിഗ് ബാങ് ഉണ്ടായി. 13.7 ബില്യൺ. അമേരിക്കൻ സയൻസ് മാത്രം പഠിപ്പിച്ചു 14.2 ബില്യൺ വർഷങ്ങൾക്ക് പുറകിലാണ് ഇതുണ്ടായത്. ഇവർക്കെല്ലാം കണക്ക് കൂട്ടലുണ്ട്. ഇതെല്ലാം ഹബിൾ സ്കോപ്പുകൾ കൊണ്ടുള്ള കണക്കായിരുന്നു. എന്നാൽ ഇപ്പോഴ് ഹബിൾ സ്കോപ്പ് മാറി, ഇപ്പോഴ് ജെയിംസ് സ്കോപ്പ് വന്നതോടുകൂടെ ഈ കണ്ടുപിടുത്തങ്ങളുടെ ആകത്തുക ഒന്ന് മാറിക്കൊണ്ട് 13.8 ബില്യൺ ഇയേഴ്സ് ബാക്ക് എന്നായി. എൻ്റെ ഈ പവർ പോയിൻറ്റിനകത്തെ പലതും 13.7 എന്ന ആശയത്തിൽ എഴുതിയതുകൊണ്ട് 0.1 ഡിഫറൻസ് അവിടെ ഇവിടെയൊക്കെ കാൽക്കുലേഷൻ വരും. ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് കൈ ഉള്ളിടത്തോളം കറക്റ്റ് ചെയ്തു. വന്നു. ഇനി സ്ക്രീൻ ഷെയറിങ് വരണം. എനിക്ക് കഴിവുള്ളിടത്തോളം കുറേയൊക്കെ കറക്റ്റ് ചെയ്തു. അവിടെ ഇവിടെയൊക്കെ ചിലപ്പം ഒരു 0.1 ബില്യൻ്റെ വ്യത്യാസം വരും വർഷങ്ങളുടെ. നമ്മളെ ബാധിക്കുന്നൊന്നുമല്ല. 0.1 ബില്യൺ ഇതിനിടയ്ക്ക് ആർക്കും മനസ്സിലാകത്തുമില്ല. കാര്യം 1 ബില്യൺ എണ്ണാവുന്നവർ നമ്മുടെ ഇടയിൽ ആരുമില്ല. 1 ലക്ഷം വരെ തെറ്റാതെ എണ്ണാവുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. പിന്നെ നമ്മൾ ബില്യനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സോർട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് വേറൊന്നുമില്ല. ഓക്കെ, ഈ ശബ്ദം ഒരു വസ്തുവായി മാറി. അതാണ് പ്രപഞ്ചം. പ്രപഞ്ചത്തിന് ഒരുപാട് കണക്കുകളുണ്ട്. എന്നാലും നമുക്ക് വിചാരിക്കാവുന്നതിനേക്കാൾ കൂടുതൽ വലിപ്പമുണ്ട്. ഇതിനകത്ത് ലക്ഷോപിലക്ഷം നക്ഷത്രമണ്ഡലങ്ങളാണ്. അതിനകത്ത് മിൽക്കി വേ എന്ന് പറയുന്ന നക്ഷത്രമണ്ഡലത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. മിൽക്കി വേയിൽ 40,000 കോടിയോളം നക്ഷത്രങ്ങളുണ്ടെന്നാണ് വിശ്വാസം. 40,000 കോടിയോളം നക്ഷത്രങ്ങൾ മിൽക്കി വേയിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ 40,000 കോടി നക്ഷത്രങ്ങളിൽ ഒരു കുട്ടി നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ. തീരെ ചെറിയ പുള്ളിയാണ്. നേരെ നമ്മുടെ സൂര്യനേക്കാൾ ചെറിയ നക്ഷത്രങ്ങൾ വേറെ ഉണ്ട്. ഇതിനേക്കാൾ 100 ഇരട്ടി ചെറിയ നക്ഷത്രങ്ങൾ വരെ പ്രപഞ്ചത്തിൽ നമ്മുടെ മിൽക്കി വേയിൽ കിടപ്പുണ്ട്. എന്നാൽ സൂര്യനേക്കാൾ 25 മില്യൺ ടൈംസ് ബിഗർ നക്ഷത്രങ്ങളെ വരെ കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. ഞാനത് എടുത്ത് നോക്കിയില്ല, അതുകൊണ്ട് പറയുന്നില്ല. അതിനേക്കാളും വലുത് കണ്ടിട്ടുണ്ടെന്ന്, കണ്ടതായി പറയുന്നു. ജെയിംസ് ടെലസ്കോപ്പ് ഉണ്ട്. തീർത്തെനിക്കറിയത്തില്ല. ഇനി നമ്മുടെ ഭൂമിയുടെ 13 ലക്ഷം ഇരട്ടി വലിപ്പമുള്ളതാണ് സൂര്യൻ. സൂര്യനേക്കാൾ 25 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളെ വരെ കണ്ടിട്ടുണ്ട്. ഈ നക്ഷത്രങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന നക്ഷത്ര മണ്ഡലം നമ്മുടെ മിൽക്കി വേ ഉൾപ്പെടെ അതുപോലെയുള്ള 10,000 കണക്കിന്, അത്രേ പറയാനൊക്കത്തുള്ളൂ, എണ്ണനൊന്നും ആർക്കും ഒക്കത്തില്ല, 10,000 കണക്കിന് നക്ഷത്ര മണ്ഡലങ്ങൾ ഒരുമിച്ച് ചേർന്നതിനെയാണ് യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇന്ന് യൂണിവേഴ്സിൻ്റെ തിയറിയിൽ നിന്ന് നമ്മൾ മാറി മൾട്ടിവേഴ്സിലോട്ട് മാറി. ഇതുപോലുള്ള പല യൂണിവേഴ്സുകൾ ഉണ്ടെന്നും ഇവയെല്ലാം കൂടെ ചേർന്നാണ് ഒരു മൾട്ടിവേഴ്സ് ആയതെന്നും പറയുന്നു. എനിക്ക് പറയാൻ അറിയാൻ വയ്യ. അതുകൊണ്ട് യൂണിവേഴ്സിൻ്റെ കണക്കിൽ വരെ മാത്രം ഞാൻ നിൽക്കട്ടെ. അതിന് ശേഷമുള്ളത് വളരെ റീസെൻ്റാണ്. നമ്മുടെ യൂണിവേഴ്സിനെ കുറിച്ച് ആകെപ്പാടെ ശാസ്ത്രലോകം കണ്ടത് ഇത് ട്രൂ നോർത്തിലേക്ക് ഒരു ഭയങ്കര സ്പീഡിൽ, എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കൂടിയ സ്പീഡിൽ. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ അന്തരീക്ഷത്തിലൂടെ ഒരു സാധനം പാസ് ചെയ്യുകയാണെങ്കിൽ അന്തരീക്ഷത്തിലെ എയർ മോളിക്യൂളും ഇതും തമ്മിൽ വരയുന്നത് കൊണ്ട് ഇത് ചൂടാവും. ആ ചൂട് സ്പീഡ് കൂടിയാൽ ഇത് കത്തിപ്പോവും. അതാണ് എസ്കേപ്പ് വെലോസിറ്റി. കത്തുന്ന സ്പീഡ് ഏത് ലെവൽ വരെ നിൽക്കാം, ആ സ്പീഡാണ് എസ്കേപ്പ് വെലോസിറ്റി. പ്രപഞ്ചത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കൂടിയ വേഗതയിൽ ഇത് വടക്കോട്ട് യാത്ര ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വടക്ക് നിന്ന് ഭൂമിയെ ആകർഷിക്കുന്ന, ഈ പ്രപഞ്ചത്തെ ആകർഷിക്കുന്ന പുള്ളി ആര്? 2 പേര് തമ്മിൽ വടം വലിച്ചാൽ, ഞാനും ഒരു കൊച്ചു കുഞ്ഞും കൂടെ വടം വലിച്ചാൽ ആ കൊച്ചു കുഞ്ഞിനെ ഞാൻ വടം പിടിച്ച് ഞാൻ അടിപ്പിക്കും. കാര്യം എനിക്ക് ബലം കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ബലമുള്ള ഒരാൾ എൻ്റെ കൂടെ വടം വലിച്ചാൽ എന്നെ അങ്ങ് പിടിച്ചടിപ്പിക്കും. ഏത് ഐറ്റം മൂവ് ചെയ്യുന്നോ ആ ഐറ്റം ആയിരിക്കും ബലം കുറവുള്ളത്. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം ഒന്ന് കണക്ക് കൂട്ടിക്കോ. ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പമാണ് സൂര്യന്. സൂര്യനേക്കാൾ 25 മില്യൺ ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങൾ വരെയുണ്ട്. ഇങ്ങനത്തെ നക്ഷത്രങ്ങൾ ചേർന്ന ഗാലക്സികളെല്ലാം കൂടെ ചേരുന്ന അതാണ് പ്രപഞ്ചം. ഈ സൂത്രം വടക്ക് ദിക്കിലേക്ക് യാത്ര ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വടക്ക് നിന്നതിനെ ആകർഷിക്കുന്ന ശക്തിയുടെ മാസ് എന്തോ ആയിരിക്കും? വടക്ക് നിന്ന് ആകർഷിക്കുന്ന ആളാരാണെന്ന് കാണാൻ വേണ്ടി
ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട വലിയ ലെൻസുകളെല്ലാം ഓൾ ജൈജാൻറ്റിക് ലെൻസസ് എന്നാണ് വിളിക്കുന്നത്. അതെല്ലാം വടക്ക് നെബൂളയെ തന്നെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. ആ കൂട്ടത്തിൽ ഒന്നാണ് കാലിഫോർണിയൻ എയർ ഒബ്സർവേറ്ററി. കാലിഫോർണിയൻ എയർ ഒബ്സർവേറ്ററിയിൽ ദൈവത്തിൻ്റെ മഹാകരുണയാൽ 1975 ഒരു 4 മണിക്കൂർ നിൽക്കാൻ എനിക്ക് ഒത്തിട്ടുണ്ട് ഒരു ദിവസം. അവിടെ പോകാൻ സാധിച്ചു. കാലിഫോർണിയൻ എയർ ഒബ്സർവേറ്ററിയിൽ ഇവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വടക്ക് ആരാണ് ഈ പ്രപഞ്ചത്തെ ആകർഷിക്കുന്നത്. ആൻസർ ഇതുവരെയും ശാസ്ത്രത്തിന് ഇല്ലെങ്കിലും അവിടെയും ഇവിടെയും ചില ക്ലിപ്സൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം ഒരു രശ്മി ഒന്ന് വടക്കുന്ന് കിട്ടും, ആ രശ്മി പരിശോധിക്കാൻ നോക്കും, പിന്നെ അങ്ങോട്ട് കിട്ടത്തില്ല. പിന്നെ ഒരു രശ്മി വടക്കുന്ന് കിട്ടും, പിന്നെ കിട്ടത്തില്ല. ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ബൈബിൾ മാത്രമേ പറയുന്നുള്ളൂ വടക്കാണ് സ്വർഗം. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ അവൻ തൻ്റെ സിംഹാസനം വെച്ചു. ഇനി വടക്കേ അറ്റത്തിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ നഗരമാണ്. ഈ വൺസ് ഇൻ എ വേ കിട്ടുന്ന ആ റേ ചെക്ക് ചെയ്ത് കാലിഫോർണിയൻ ഒബ്സർവേറ്ററി പറയുന്നത് ഭൂമിയിലുള്ള എല്ലാ നിറത്തിലുള്ള കണ്ണാടികളും കൂടെ ഒരുമിച്ച് പൊട്ടിച്ച് ഒരു ഓഷ്യനാക്കി ഒഴുക്കിയാൽ സൂര്യൻ അതിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രകാശത്തോട് ഇതിനെ ഉപമിക്കാൻ കഴിയും. സ്വച്ഛ സ്ഫടികത്തിന് തുല്യമെന്ന് ബൈബിൾ പറഞ്ഞതിനെ ഗ്ലാസ് പീസസ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇത്രയും വ്യത്യാസമേ ഉള്ളൂ, ഒഴുകുന്നത് ഒന്നാണ്. ഇനി സ്വച്ഛ സ്ഫടികം എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ഏതുവഴിയൊക്കെ വന്നതാ? എല്ലാ നിറവും കൂടി ഒരുമിച്ച് ചേർന്നാൽ വെള്ളയാണെന്നറിയാവൂ? എല്ലാ നിറവും കൂടി ഒരുമിച്ച് ചേർന്നാൽ വെള്ളയാണ്. അത് തന്നെയായി സ്വച്ഛ സ്ഫടികം എന്ന് പറയുന്നത്. എല്ലാ കളറിലുള്ള കണ്ണാടികളും ഒരുമിച്ച് തല്ലി പൊട്ടിക്കുക എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇവർ പറയുന്നത് ഇങ്ങനെയാണ്. ബൈബിൾ രണ്ടായാലും സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനേക ബൈബിൾ ലക്ഷണങ്ങളും കാലിഫോർണിയ കണ്ടുപിടിച്ച നോർത്തൻ നെബൂളയിൽ കണ്ടുപിടിച്ചെന്ന് പറയാൻ ഒക്കത്തില്ല, കാലിഫോർണിയൻ ഒബ്സർവേറ്ററി പ്രതീക്ഷിക്കുന്ന ആ വസ്തുവിൽ കാണുന്നുണ്ട്. എങ്കിൽ ഈ പ്രപഞ്ചം സ്വർഗത്തെ ചുറ്റിത്തിരിയുക. ദൈവത്തിൻ്റെ ഡിസൈൻ അതൊന്ന് കാണിക്കണമെന്ന് എനിക്ക് ആശയമുണ്ടായിരുന്നു. ഒത്താൽ നമുക്ക് നോക്കാം, മുന്നോട്ട് വരാം. ഈ സ്വർഗം ഇങ്ങനെ ഈ സ്വർഗത്തിന് വട്ടം ഇത് ചുറ്റിത്തിരിയുക. ഇനി എൻ്റെ അടുത്ത ചോദ്യം, ദൈവം എന്തിനു വേണ്ടി പ്രപഞ്ചം സൃഷ്ടിച്ചു? പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ ഉദ്ദേശം എന്ത്? മറുപടി, ഇറ്റ് ഈസ് ഫോർ ഇൻഹബിറ്റേഷൻ. യെശയ്യാവ് 44-ലോ 45-ലോ ആണ് പറയുന്നത്. പാഴായിട്ടല്ല, പാർപ്പിനായിട്ടത്രേ അവൻ ആകാശത്തെ സൃഷ്ടിച്ചത്. ആരെയാ പാർപ്പിച്ചതെന്ന് ഇനി അറിയണ്ടേ? സൃഷ്ടിയുടെ കൂട്ടത്തിൽ എന്തെല്ലാം ഉൾക്കൊണ്ടിരുന്നു? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം പറയുന്നത് ദൃശ്യമായതും അദൃശ്യമായതും 2 കൂട്ടം ഘടകങ്ങൾ സൃഷ്ടിയിൽ ഉൾപ്പെട്ടിരുന്നു. ദൃശ്യമായതും അദൃശ്യമായതും. ദൃശ്യമായതെന്ന് പറയുന്ന നക്ഷത്രമണ്ഡലങ്ങളാണ്. നമുക്ക് കാണാവുന്ന ഗ്രഹങ്ങളും ഗോളങ്ങളും ഒക്കെ ചേരുന്ന നക്ഷത്രമണ്ഡലമാണ്. എങ്കിൽ അദൃശ്യമായത് എന്ത്? ബൈബിളിൻ്റെ മറുപടി കർത്തൃത്വങ്ങൾ, സിംഹാസനങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ എന്നിങ്ങനെയുള്ള ദൂതഗണങ്ങളെയാണ് ദൈവം സൃഷ്ടിച്ചത്. അങ്ങനെയാണ് പാർപ്പിച്ചത്. ആരെയാ? ദൂതന്മാരെ തന്നെയാണ് പാർപ്പിച്ചത്. ദൈവം പ്രപഞ്ചത്തിൽ മുഴുവനും ദൂതന്മാരെ ഈ ഭൂമിയിലല്ലാതെ, അന്ന് ഭൂമിയില്ല. ഞാൻ വേറൊരു വശത്തൂടെ വരട്ടെ, ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി വേറൊരു വശത്തൂടെ വരാൻ പോവാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ, ഇത് നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലല്ലോ? ഈ രാവിലത്തെ സെക്ഷൻ കൊണ്ട് ഇത് തീരും, പിന്നെ അങ്ങ് ആഴത്തിലോട്ട് കയറുക. ഇത് ഇൻട്രഡക്ഷനേ ആകുന്നുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. മലയാളത്തിലാണ് എന്ന പ്രയോഗമൊന്ന് ശ്രദ്ധിച്ചോണം. ഇതിന് തുല്യമായി ഇംഗ്ലീഷിൽ ആൻഡ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അത്രയും നമുക്കെല്ലാം അറിയാം. ഇംഗ്ലീഷിലൊന്ന് ശ്രദ്ധിച്ചോണേ. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് എ ഹെവൻ ആൻഡ് ദി എർത്ത്. ആൻഡ് the earth was without form and void, and darkness was on the surface of the water, and God said, let there be light, and there was light. 1-ാമത്തെ വാക്യത്തിൽ 5 പ്രാവശ്യമാണ് ആൻഡ് എന്ന പ്രയോഗം. കിങ് ജെയിംസ് വെർഷനിൽ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 95 പ്രാവശ്യമാണ് ആൻഡ് എന്ന പ്രയോഗം. ഒരു വേദപുസ്തകത്തെ നിരൂപിക്കുന്ന ഒരു നിരൂപകൻ ഒരിക്കൽ ഒരു നിരൂപണ ലേഖനം എഴുതി. എനിക്ക് നിരൂപണങ്ങൾ വലിയ ഇഷ്ടമാണ്. മഞ്ഞക്കടൽ പത്രങ്ങളല്ല. വിവരമില്ലാത്തവർ ചുമ്മാ യൂട്യൂബിൽ വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ മാത്രവും. പിന്നെ പിശാചിൻ്റെ ഒരു താല്പര്യമാണ് ദൈവജനത്തെ നശിപ്പിക്കുന്നത്. അതിനുവേണ്ടിയും കൂടെ ചേർന്ന് ഈ പലതും പറയും. ആ മണ്ടത്തരമല്ല ഞാൻ പറഞ്ഞത്. എന്ന് ക്ലീനായിട്ട് നിരൂപിക്കാൻ അറിയാവുന്നവരുടെ നിരൂപണം. ഒരു നിരൂപകൻ ഒരിക്കൽ ഇങ്ങനെ എഴുതി, ഏതെങ്കിലും ഒരു ഭാഷയിൽ ഒരേ വാക്ക് കൂടെ ആവർത്തിക്കുന്നെങ്കിൽ അതായത് ആ ലേഖനത്തിൻ്റെ വൃത്തികേട്.
ഒരേ വാക്ക് തന്നെ കൂടെ ആവർത്തിച്ചാൽ ലേഖനത്തിന് വൃത്തികേടാണ്. അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ മാത്രം 95 പ്രാവശ്യം ആൻഡ് എഴുതി ചേർക്കാതെ ഇതൊന്ന് വെട്ടിത്തിരുത്തി ചൊവ്വ എഴുതാവുന്ന ആരും ഇനി ഇത് കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് 1-2 ലൈറ്റ് ഓഫ് ചെയ്യണമായിരിക്കും. അത് നിങ്ങളുടെ ലൈറ്റ് അത് കാണാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഓഫ് ചെയ്യണമായിരിക്കും. ഓക്കെ, ഞാനിനി ആദ്യം ഒരു വരാം, അപ്പം നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇൻ ദ ബിഗിനിങ്, ആരംഭം മുതലുള്ള നമ്മൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ അങ്ങ് മാറും. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി. പത്രോസിൻ്റെ ലേഖനത്തിൽ അന്നുണ്ടാക്കിയ ആകാശവും അന്നുണ്ടായിരുന്ന സംവിധാനക്രമങ്ങളും വെള്ളത്തിൽ മുങ്ങി നശിച്ചു. അന്നത്തെ ആകാശമെന്നും ഇന്നത്തെ ആകാശമെന്നും, അന്നത്തെ കോസ്മോസ് എന്നും ഇന്നത്തെ കോസ്മോസ് എന്നും ഇതിനെ രണ്ടായി വിളിക്കും. ഇത് 1-2 അടിസ്ഥാന സ്റ്റേറ്റ്മെൻറ്റുകളാണ്, അതവിടെ നിൽക്കട്ടെ. ഇത് തന്നെ ഇംഗ്ലീഷിൽ ഞാൻ എഴുതി കാണിച്ചത്. ഇതാണ് മിഷിയ കാക്കു. Dr. Michio Kaku says about different generations of bosoms, more of Big Bang, universe, multiverse, etc. ഇത്തരം വരെ നമ്മൾ പറഞ്ഞായിരുന്നു. നമുക്കിനി മുന്നോട്ട് പോകാം. അന്ന് പണ്ട് അവർ പരസ്യപ്പെടുത്തിയിരുന്ന, ശാസ്ത്രം പരസ്യപ്പെടുത്തിയിരുന്ന ഒരു ചിത്രമാണിത്. സൃഷ്ടിയെ കാണിക്കുന്ന ഒരു ചിത്രം. ഇതിനകത്ത് താഴത്തെ ലൈനിൽ 13.7 എന്നെഴുതിയിരിക്കുന്ന കാണാം. 13 താഴെ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. അവിടെ 13.7 ബില്യൺ ഇയേഴ്സ്. അത് തെറ്റാണ്. എനിക്കത് എഡിറ്റ് ചെയ്യാനൊക്കത്തില്ല. കാര്യം അത് ഒറിജിനലി അവർ തന്നിരിക്കുന്നതാണ്. അവിടുന്ന് കണ്ടുപിടുത്തം മാറി 13.8 ആയി. പറഞ്ഞു കൊടുത്തില്ല, എല്ലാവർക്കും മനസ്സിലാകത്തില്ല. ആ ലൈനിൻ്റെ വലത്തെ അറ്റത്ത് ബിഗ് ബാങ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. 13.7 ഇന്നത്തെ സ്റ്റഡിയിൽ 13.8 ബില്യൺ ഇയേഴ്സ് പുറകിൽ ഒരു ബിഗ് ബാങ് ഉണ്ടായി. അതിനെ തുടർന്നുള്ള 3 ലക്ഷം വർഷങ്ങൾ കോൾഡ് ദി റേഡിയേഷൻ ഇറ. പ്രകാശം തന്നെ പരന്നുകൊണ്ടിരുന്നു. ആ പ്രകാശമൊക്കെ ഇരുട്ടിൽ ഒളിച്ചു. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് ഇരുളിന് വെളിച്ചത്തെ പിടിച്ചടക്കാൻ കഴിയത്തില്ല, വിജയിച്ചു. അത് തമ്മിലൊരു സമരം നടന്നൊരു കാലമുണ്ട്. അത് 3 ലക്ഷം വർഷമായിരുന്നു. ആ 3 ലക്ഷം വർഷം കൊണ്ട് പ്രകാശത്തെ പിടിച്ചടക്കുവാൻ ഇരുളിന് കഴിയാതെയായി. ആദ്യത്തെ നക്ഷത്രം രൂപീകരിക്കപ്പെട്ടു. അതിനെ തുടർന്ന് നക്ഷത്രങ്ങളുണ്ടായി, ഡാർക്ക് ഏജസ്, ഇത് പലതും ഉണ്ടായി. ഇതെല്ലാം കൂടെയൊക്കെ ഉണ്ടായി. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഫോർ ഹിം വേർ ഓൾ തിങ്സ് ക്രിയേറ്റഡ്, അവന് വേണ്ടി സകലതും സൃഷ്ടിക്കപ്പെട്ടു. ദാറ്റ് ആർ ഇൻ ഹെവൻ ആൻഡ് ദാറ്റ് ആർ ഇൻ എർത്ത്, വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ, whether they be thrones or dominions or principalities or powers, all things were created by him and for him. കർത്തൃത്വങ്ങളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, ഇവയൊക്കെയും ക്രിസ്തുവിന് വേണ്ടിയും ക്രിസ്തുവിനാലും സൃഷ്ടിക്കപ്പെട്ടു. ഇത് പറയുമ്പോൾ പൗലോസിന് വെളിപ്പാടൊക്കെ എവിടെ കിട്ടി എന്നുള്ളതാണ്. പൗലോസിന് വെളിപ്പാട് എവിടെ കിട്ടി? ഞാൻ 2 വ്യക്തികളെ നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കാൻ പോവാം. 2 വ്യക്തികളെ കർത്താവ് എനിക്ക് വെളിപ്പാട് തന്നു എന്നൊക്കെ പറയുന്നവർ നമ്മുടെ ഇടയിലുമുണ്ട്. ഭൂമി ഇന്ന് വരെ കണ്ടിട്ടുള്ളതിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈനാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒരു ഡയറി ഈ അടുത്ത ദിവസം കണ്ടുകിട്ടി. ഒരു 3-4 മാസത്തിനകം ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒരു ഡയറി കണ്ടുകിട്ടി. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ കാലത്ത് അദ്ദേഹം എഴുതിയിരുന്ന ഒരുപാട് ലേഖനങ്ങളും സ്ക്രിപ്പിൾസ്, പേപ്പേഴ്സ് എല്ലാം കൂടെ ചേർത്ത് ഒരു വലിയ സ്റ്റീൽ ട്രങ്കിനകത്ത് വെച്ച് പൂട്ടിയിരുന്നു. അത് അടുത്ത ദിവസമാണ് കണ്ടുപിടിച്ചത്. ആ കണ്ടുപിടിച്ചതിനകത്തുനിന്ന് അദ്ദേഹം നടക്കുന്ന വഴിക്കെല്ലാം കുറിച്ച് വെക്കുന്ന കുറിപ്പുകൾ എല്ലാം കൂടെ ഇട്ടാണ് ഇങ്ങനെ കൂട്ടി വെച്ചത്. 1,00,000-ലധികം ഷീറ്റ് അതിനകത്തുണ്ട്. ഒരു ഡയറിയുമുണ്ട്. ആ ഡയറിക്കകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്നത്, എൻ്റെ സമയത്തിൻ്റെ 40% ഞാൻ ബൈബിൾ വായിക്കാൻ ഉപയോഗിച്ചു. ദൈവത്തെക്കുറിച്ച് എനിക്ക് ഗൗരവമായി മനസ്സിലായി. അടുത്ത 40% സമയം കൊണ്ട് ഇന്നുള്ള ശാസ്ത്രം കണ്ടുപിടിച്ചു. ദൈവമാണ് എനിക്കത് വെളിപ്പെടുത്തിയത്. ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ വെളിപ്പെട്ടതാണ് ശാസ്ത്രം. അതുതന്നെയാണ് പൗലോസിനും വെളിപ്പെട്ടത്, പത്രോസിനും വെളിപ്പെട്ടത്. ബൈബിൾ വായിച്ചപ്പോൾ വെളിപ്പെട്ടതാണ് ശാസ്ത്രം. എൻ്റെ സമയത്തിൻ്റെ 40% ശാസ്ത്രം പഠിക്കാനും 40% ദൈവവചനം പഠിക്കാനും എടുത്തു. തുടർന്നുള്ള 20% ഈ ശാസ്ത്രം മനുഷ്യന് മനസ്സിലാകുന്ന ഒരു ഭാഷ ഉണ്ടാക്കാൻ വന്നു. ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മനസ്സിലാകുകയില്ല, മലയാളത്തിൽ പറഞ്ഞാൽ കിട്ടുകയില്ല. ഇത് പറയണം, വേറെ ഭാഷ വേണം. അതിനെയാണ് കാൽക്കുലസ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹം കാൽക്കുലസ് കണ്ടുപിടിക്കാനാണ് 20% സമയം എടുത്തത്.
മാത്തമാറ്റിക്സിൻ്റെ ഒരു വിങ്ങാണത്. അതുകൊണ്ട് മാത്രമേ ശാസ്ത്രത്തെ വിശദീകരിക്കാൻ ഒക്കത്തുള്ളൂ. 40% സമയം ദൈവവചനവും 40% സയൻസും പഠിച്ചു. കാര്യം ബൈബിൾ പഠിച്ചപ്പോഴാണ് ശാസ്ത്രം പുറത്തു വന്നത്. അത് മനുഷ്യന് മനസ്സിലാകുന്ന തക്കവണ്ണം ഒരു ഭാഷ ഉണ്ടാക്കാൻ 20% സമയമെടുത്തു. ഇതാണ് എൻ്റെ ടൈം. കണ്ടുപിടുത്തങ്ങൾ മുഴുവനും ബൈബിളിൽ നിന്നാണ്. കാര്യം കണ്ടുപിടുത്തങ്ങളുടെ സൃഷ്ടാവാണിത് വെളിപ്പെടുത്തിയത്. നമ്മുടെ ഈ തലമുറയിൽ ഒരു മനുഷ്യനുണ്ട്. അവരുടെ അദ്ദേഹത്തിൻ്റെ പേര് KC ശാമുവേൽ. IPC വിഭാഗത്തോട് ചേർന്ന് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ തൃശ്ശൂർ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് KC ശാമുവേൽ. KC ശാമുവേൽ ചില വർഷങ്ങൾക്ക് മുമ്പേ പല പ്രാവശ്യം ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. അതിലൊരു പ്രാവശ്യം അദ്ദേഹം ബാംഗ്ലൂർ വന്നു. കുറച്ച് എന്തോ പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി 21 ദിവസം പ്രാർത്ഥിക്കാനാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് 2 ദിവസം കൊണ്ട് അദ്ദേഹം അവിടുന്ന് പോവുകയും ചെയ്തു. പിന്നൊരിക്കൽ എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാനിവിടെ പ്രത്യേക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നത്, പക്ഷേ എനിക്ക് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാവുന്ന ഒരു അന്തരീക്ഷം നിങ്ങളുടെ ചർച്ച കിട്ടാഞ്ഞേ കൊണ്ടാണ് ഞാൻ അവിടുന്ന് പോയത്. അവിടെ ആളുകൾ ചേർന്ന് 10,000 പേര് ചേർന്ന് ഒരു ഉപവാസ പ്രാർത്ഥന നടത്തുന്നിടത്ത് ഒരാൾക്ക് ഏകാന്തത കിട്ടുന്നത് എളുപ്പമല്ല. അദ്ദേഹം അവിടുന്ന് പോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ആഗ്രഹം ഗിന്നസ് റെക്കോർഡിൽ പേര് കൊണ്ടുവരണം, അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ടുവരണം. അതിനുവേണ്ടി വേദപുസ്തകത്തെ ഉപയോഗിക്കണം. വേദപുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ കയ്യെഴുത്ത് കോപ്പി എഴുതി ഉണ്ടാക്കുക. അപ്പോൾ ഗിന്നസ് റെക്കോർഡിൽ പേര് വരും. ഇതായിരുന്നു എൻ്റെ താല്പര്യം. ഞാൻ അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. ഒടുവിൽ ഒരു ദൈവിക വെളിപ്പാടുണ്ടായി. ഞാൻ ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടം പോലെ എഴുതുകയോ വായിക്കുകയോ എന്ത് വേണേൽ ചെയ്തു, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് ഇവൻ്റെ പേര് ഗിന്നസ് റെക്കോർഡിൽ കൊണ്ടുവന്നിട്ട് ദൈവത്തിനൊന്നും സാധിക്കാനില്ല, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാം പറഞ്ഞു. പുള്ളി പറഞ്ഞ കർത്താവ്, പറ്റത്തില്ല, എനിക്ക് അങ്ങയുടെ വചനം കയ്യെഴുത്ത് പ്രതിയായി മലയാളത്തിൽ എഴുതി ഗിന്നസ് റെക്കോർഡിൽ പേര് കൊണ്ടുവരണം, അത് ഏറ്റവും വലുതായി എഴുതണം. അപ്പം പറഞ്ഞു, അങ്ങനാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ കണ്ട് ഒന്ന് അനുഭവിക്കാൻ പറഞ്ഞു. ഇന്നലെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പറഞ്ഞു, എന്നോട് പറഞ്ഞതുമല്ലോ നീ എൻ്റെ ദാസന്മാർ പറഞ്ഞതുമല്ലോ നീ അനുസരിച്ചിട്ടുണ്ടോ, ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. നിനക്കൊരു അനുതാപം ആവശ്യമാണ്, പോയി അനുദപിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അന്ന് മുതൽ ചില ദിവസങ്ങൾ ഉപവസിച്ചു. ഞാൻ എന്തൊക്കെ കുറവുകൾ ചെയ്ത് വന്നു പോയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. കാര്യങ്ങൾ ഇങ്ങോട്ട് ഓർമ്മ വരാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ കുറ്റം വന്നത് കണ്ടുപിടിക്കുകയും അനുദപിച്ചൊരു 40 ദിവസം കരയുകയും ചെയ്തു. 40 ദിവസത്തെ നിലവിളി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ദൈവപ്രത്യക്ഷത ഉണ്ടായിച്ചു പറഞ്ഞു, ഇനിയും ഒരു 40 ദിവസം ഉപവസിച്ച് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആലോചന ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ അടുത്ത 40 ദിവസം ഉപവസിച്ച് ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദൈവപ്രത്യക്ഷതയിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇടപെട്ടു. ഇന്ന ന്യൂസ് പ്രിൻ്റ് ഫാക്ടറിയുടെ ഇന്ന നമ്പറുള്ള റോൾ, വലിയ ന്യൂസ് പേപ്പർ പ്രിൻ്റ് ചെയ്യുന്ന വലിയ റോളുണ്ട്, അത് വാങ്ങിച്ച് ഇത്രയടി നീളത്തിൽ മുറിക്കണം. അതിൻ്റെ വീതി അപ്പം ഫിക്സഡാണ്. ഇത്രയടി നീളത്തിൽ മുറിക്കണം. അതിൽ ഇത്ര ലൈനായി വരയിടണം. ഒരു ലൈനിൽ ഇത്ര അക്ഷരം വീതം എഴുതണം. ഇങ്ങനെ നിന്നെ എഴുതുന്ന കൈയെഴുത്ത് കോപ്പിയായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ മലയാളം കൈയെഴുത്ത് കോപ്പി. അദ്ദേഹം എല്ലാം കൂടെ കണക്ക് കൂട്ടിയേച്ച് പറഞ്ഞു, ക്യൂൻ സൈസ് ബെഡിൻ്റെ വലിപ്പം വരും. ഇത് എഴുതി വരുമ്പോൾ ഇതിൻ്റെ വീതി, നീളവും ഉയരവും എല്ലാം കൂടെ കണക്ക് കൂട്ടിയാൽ ഒരു ക്യൂൻ സൈസ് ബെഡിൻ്റെ വലിപ്പം വരും. അത് എഴുതാനാണ് പറഞ്ഞത്. അദ്ദേഹം പേപ്പർ റോള് വാങ്ങിച്ചു, എഴുതിക്കൊണ്ടിരിക്കുക. എന്നോട് പറഞ്ഞ് 2.5 വർഷം എഴുതിയിട്ട് ആവർത്തന പുസ്തകം 4-ാം അധ്യായം വരെ ആയുള്ളൂ. ഇയാളിത് എന്ന് എഴുതി തീർക്കാനാണ്? ഇപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു 50 വയസ്സ് പ്രായമുണ്ട്. 2.5 വർഷം എഴുതിയിട്ട് ആവർത്തനം 4-ാം അധ്യായം വരെ ആയിട്ടുള്ളൂ. ഞാൻ ചോദിച്ചു, പാസ്റ്ററെ എന്തു പറ്റി? എൻ്റെ പാസ്റ്ററെ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നങ്ങോട്ട് എഴുതുമ്പോൾ നക്ഷത്രങ്ങൾ ഉണ്ടായി വരുന്നത് അങ്ങ് കാണുക. ഞാൻ ഇരുന്ന് കരയും. കണ്ണുനീരി പേപ്പറെ വീഴാനൊക്കത്തില്ല. ഞാൻ പോയി മാറിയിരുന്ന് കരയും. മുഖം കഴുകി തിരിച്ചു വന്ന് 2 ലൈൻ എഴുതുമ്പോൾ അടുത്ത വെളിപ്പാട്. മുഴുവൻ ശാസ്ത്രവും വെളിപ്പെടുക. കാര്യം സൃഷ്ടിയെക്കുറിച്ച് സൃഷ്ടാവ് വെളിപ്പെടുത്തുമ്പോൾ സൃഷ്ടിയും കൂടെ വെളിപ്പെടുക. ഇപ്പം എനിക്ക് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ തത്വം നന്നായി മനസ്സിലായി, എന്നെ ഈ വെളിപ്പാടെന്ന്. അപ്പം ഇത് പ്രാപിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത്, നിൻ്റെ ജീവിതത്തിലുള്ള ചെറിയ കുറവുകൾ വരെ കണ്ടുപിടിച്ച് ഓർത്തിരുന്ന് കരയാൻ 40 ദിവസം. ആ കരഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇനി അടുത്ത 40 ദിവസം ഉപവസിച്ച് കൃപ ചോദിക്കാൻ. ഇതൊക്കെയാ ദൈവവചനത്തിലോട്ട് ഇറങ്ങുന്നതിൻ്റെ ആഴങ്ങൾ. ഓക്കെ, കൊലോസ്യ ലേഖനം 1:16 സ്വർഗത്തിലുള്ളതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരവും അവനായും സൃഷ്ടിക്കപ്പെട്ടു. ഞാൻ ഈ സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ എന്ന് ഉള്ളത് ഒരു യെല്ലോ കളറിൽ കൊടുത്തതിൻ്റെ കാരണം ഇത് മുഴുവൻ ദൂതഗണങ്ങളുടെ പേരാണ്. മലയാള വേദപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നെങ്കിലും
സുറിയാനി വേദപുസ്തകത്തിൽ അക്രോശന്മാർ, അൽക്കോയന്മാർ, മൽക്കായർ എന്നിങ്ങനെ ദൂതഗണങ്ങളുടെ പേരാ കൊടുത്തിരിക്കുന്നത്. ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള തർജ്ജമയിലുമാണ് സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ എന്നൊക്കെ ഉള്ളത് കൊടുത്തിരിക്കുന്നത്. കറക്റ്റാണ്. അത് അധികാര വ്യത്യാസത്തിൽ ഏറ്റവും വലിയ അധികാരത്തെ സിംഹാസനം, രണ്ടാമത്തെ കർത്തൃത്വങ്ങൾ, മൂന്നാമത്തേത് വാഴ്ചകൾ, നാലാമത്തേത് അധികാരങ്ങൾ, പിന്നെ സ്പിരിറ്റ്സ്, ഡീമൻസ് എന്നിങ്ങനെ ഒരുപാട് ലെവലിലാണ് ഇവരുള്ളത്. ഇവരെ എല്ലാം കൂടെ സൃഷ്ടിച്ച് ഇവരെ ആകാശത്തിലെ നക്ഷത്രങ്ങളിലും ഗോളങ്ങളിലും മൊത്തം അങ്ങ് പാർപ്പിച്ചു. അങ്ങനെ പാർപ്പിച്ച ദൈവത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ക്രമത്തെക്കുറിച്ച് ഒന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടി ഒരൊറ്റ ഓർഡറില്ല. ഒരാറ്റമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഒരു ന്യൂക്ലിയസിൻ്റെ വട്ടത്തിൽ അതിനകത്തെ ആറ്റം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ സംവിധാന ക്രമമാണ്. ഒരു വീട്ടിൽ ഒരു പിതാവ് കാണും, അദ്ദേഹത്തിൻ്റെ വട്ടമായിരിക്കും വീട് മൊത്തം. ഒരു ചർച്ചിൽ ഒരു ദൈവദാസൻ കാണും, അദ്ദേഹത്തിൻ്റെ വട്ടമായിരിക്കും മൊത്തം കാര്യങ്ങൾ. ഇത് ഓരോന്നിലോട്ട് പോവുക. ഞാൻ വേറൊന്ന് കാണിക്കാം. ഇതെന്തു പറ്റി? ഇത് വരുമ്പോഴത്തേക്ക് ഭൂമിയെ കുറിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാം. സൂര്യൻ്റെ ചുറ്റും ഗ്രഹങ്ങൾ പോകുന്നത്. ആറ്റത്തിൽ കണ്ടത് തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. ആറ്റത്തിൽ കണ്ട അതേ കാര്യം തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ റൊട്ടേഷൻ പാറ്റേൺ മാറുമെന്ന് മാത്രം. ഒന്ന് ക്ലോക്ക് വൈസും വേറൊന്ന് ആൻറ്റി ക്ലോക്ക് വൈസിലും പോകുന്നത് കാണാം. ഇവിടെയോട്ട് വരുമ്പോൾ ഒരു മിക്സർ കാണാം. ചില ഗാലക്സിയിലോട്ട് മാറുമ്പോൾ ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും ഒരുപോലെ കറങ്ങുന്നത് കാണാം. രണ്ടായാലും സംവിധാന ക്രമമെല്ലാം ഒന്ന് തന്നെയാണ്. സംവിധാന ക്രമങ്ങൾ ഒന്ന് തന്നെ. ഞാൻ ഇതിനകത്തിന് സമയം എടുക്കുന്നില്ല, മുന്നോട്ട് പോകാൻ. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നാൽ നമുക്കൊരു യൂണിവേഴ്സ് കിട്ടും. യൂണിവേഴ്സുകൾ ഒരുമിച്ച് ചേരുന്നതിനെ മൾട്ടിവേഴ്സ് എന്ന് വിളിക്കും. ഇന്ന് മൾട്ടിവേഴ്സിലാണ് ഞാൻ നിങ്ങൾ വന്ന് നിൽക്കുന്നത്. അതിനപ്പുറത്തോട്ട് ഞാൻ പോകുന്നില്ല. ഈ മൾട്ടിവേഴ്സ് സ്വർഗത്തിന് വട്ടമാണ് കറങ്ങുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്തിനു വേണ്ടിയാണ് ദൈവം യൂണിവേഴ്സ് സൃഷ്ടിച്ചത്? ഇറ്റ് ഈസ് ഫോർ ദ പർപ്പസ് ഓഫ് യൂണിവേഴ്സ് ഈസ് ഇൻഹബിറ്റേഷൻ. യെശയ്യാവ് 45. ഫോർ ദ പ്ലഷർ ഓഫ് ദ ക്രിയേറ്റർ. വാട്ട് ഈസ് ദ മോട്ടീവ്? ഇതിൻ്റെ പുറകിൽ ദൈവമേ അങ്ങേക്കുള്ള താല്പര്യം എന്തുവാ? ദാറ്റ്സ് മൈ ഇൻട്രസ്റ്റ്. സൃഷ്ടാവിൻ്റെ ഇഷ്ടമാണ്. ഫോർ ഹിസ് ഓൺ പ്ലഷർ ഹി ക്രിയേറ്റഡ് ഓൾ ദീസ് തിങ്സ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ദൈവം ഇവയെ സൃഷ്ടിച്ചു. പർപ്പസ്. ലൂസിഫറിനെ ദൈവം ഈ കൂട്ടത്തിൽ സ്വർഗത്തിൽ പാർപ്പിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞു വന്നത്, നമ്മുടെ യൂണിവേഴ്സ് മുഴുവനും ട്രൂ നോർത്തിന് നേരെ യാത്ര ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ട്രൂ നോർത്തിൽ നിന്ന് ആകർഷിക്കുന്ന വസ്തുവിൻ്റെ മാസ് ഈ പ്രപഞ്ചത്തേക്കാൾ വലുതാണ്. പ്രപഞ്ചത്തേക്കാൾ വലുതാണ്. അല്ലെങ്കിൽ പ്രപഞ്ചത്തെ പടക്കോട്ട് ആകർഷിക്കാനൊക്കത്തില്ല. പ്രപഞ്ചത്തേക്കാൾ വലിപ്പമുള്ളതാണ് സ്വർഗം. ദൈവത്തിന് പ്രധാനമായും വേണ്ട വലിയ ദൂതന്മാരെ ദൈവം സ്വർഗത്തിൽ പാർപ്പിച്ചിരുന്നു. എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ സോർ രാജാവെന്നും സോർ പ്രഭുവെന്നും 2 ഉദ്ധരണികൾ കാണാം. സോറിൻ്റെ രാജാവായിരുന്ന ആളിനെ മുൻപിലോട്ട് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിലൂടെ സോർ പ്രഭുവിനെ അഥവാ ലൂസിഫറിനെ വിശദീകരിക്കുന്ന ഭാഗമാണ് എസെക്കിയേൽ 28. ഒന്നുകൂടെ ആവർത്തിക്കാം. ദൈവവചനത്തിൻ്റെ സാധാരണ പ്രയോഗങ്ങളെല്ലാം ഇങ്ങനെയാണ്. മനുഷ്യന് പരിചയമുള്ള മനസ്സിലാകുന്ന ഒരു സംഭവമോ വ്യക്തിത്വത്തെയോ മുന്നിലോട്ട് നിർത്തിക്കൊണ്ട് പ്രവചനാത്മാവിൽ വേറൊന്നിനെ വിശദീകരിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. ഇതാണ് ബൈബിളിൻ്റെ സിസ്റ്റം. എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായത്തിൽ സോർ രാജാവെന്നും സോർ പ്രഭുവെന്നും 2 പേര് പറഞ്ഞ് രാജാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രഭുവിനെക്കുറിച്ചൊരു വിശദീകരണം പറയുകയാണ്. അന്ന് ഇവനെ സ്വർഗത്തിൽ പാർപ്പിച്ചിരുന്നു. നിന്നെ സൃഷ്ടിച്ച നാളിൽ നിന്നിലുള്ള കുടങ്ങളുടെയും തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നമുക്ക് ഒരു പിടിയും കിട്ടുകയില്ല. എന്നാ ഈ പറയുന്നതെന്ന് എഴുതപ്പെട്ട ആ ഭാഷയിൽ വായിച്ചാൽ, നിന്നെ സൃഷ്ടിച്ച നാളിൽ നീ സംഗീതജ്ഞനായിട്ടാണ് സൃഷ്ടിച്ച. ലൂസിഫർ ആയിരുന്നു സ്വർഗത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സംഗീതം പാടുന്നത്. സംഗീതജ്ഞനായിട്ടാണ്. നീ ചിറക് വിടർത്തി മറച്ചാൽ നിൻ്റെ ചിറകുകളിൽ നിന്നും സംഗീതം വരുമായിരുന്നു. നിൻ്റെ ചിറകുകളിൽ പൊൻ റീഡ് കൊണ്ടുള്ള ആ റീഡുകൾ സെറ്റ് ചെയ്തിരുന്നു. അതിന് ഈ ശബ്ദം ഉണ്ടാക്കുന്നതിനകത്ത് ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒത്തിരി അങ്ങായിപ്പോവും. ശബ്ദം ഉണ്ടാകുന്നതിനകത്ത് റീഡുകൾക്കൊരു പ്രധാന സ്ഥാനമുണ്ട്. ഇതിനകത്ത് വൈബ്രേറ്റ് ചെയ്യുന്നൊരു ചെറിയ സാധനമുണ്ട്. അതിനെ റീഡെന്ന് വിളിക്കുന്നത്. ചേങ്ങല ഉണ്ടാക്കാൻ ഏറ്റവും നല്ല വസ്തു, നല്ല മെറ്റൽ സിൽവർ.
സിൽവർ കൊണ്ട് ചേങ്ങല ഉണ്ടാക്കിയാൽ അതിൻ്റെ മുഴക്കമായിരിക്കും ഏറ്റവും വലുത്. ഞങ്ങളുടെ സ്കൂളിലൊക്കെ പണ്ട് മണിയടിച്ചിരുന്നത് ഓട് കൊണ്ടുള്ള ചേങ്ങലയാണ്. കാര്യം സിൽവറിന് കാശില്ലാത്തത് ഉണ്ടാകും, അതൊരു സെക്കൻഡ് ലെവലാണ്. ഇപ്പോഴതേ സ്കൂളിൽ റെയിൽ പാളം കെട്ടി തൂക്കി അടിക്കുന്നത്. അതുകൊണ്ട് നാച്ചുറലി അതിൻ്റെ ബ്യൂട്ടി കുറഞ്ഞു പോയി. എന്നാൽ ഏറ്റവും നല്ല ചേങ്ങല ശബ്ദം ഉണ്ടാക്കുന്നത് സിൽവറാണ്. ഇതുപോലെ മ്യൂസിക്കൽ ശബ്ദം ഏറ്റവും നല്ലത് ഉണ്ടാക്കുന്നത് സ്വർണ്ണമാണ്. നിന്നെ ഉണ്ടാക്കിയ നാട്ടിൽ നിൻ്റെ തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. പൊൻ റീഡുകൾ കൊണ്ട് സംഗീതം കൊണ്ടുവരുമായിരുന്നു. നിൻ്റെ കഴിവതായിരുന്നു, അങ്ങനെ സൃഷ്ടിച്ചു. നീ തേജോമയനായിരുന്നു, നീ സകലത്തിനും അധിപനായിരുന്നു, നീ തിളങ്ങുന്നവനായിരുന്നു, മനോഹര രൂപിയായിരുന്നു, തേജസ്സുള്ളവനായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിന്നെ ഞാൻ പാർപ്പിച്ചത് സ്വർഗത്തിലാണ്. ഇവനെ കൊണ്ട് സ്വർഗത്തിൽ ദൈവം പാർപ്പിച്ചു. ഈ ലൂസിഫറിനെ സ്വർഗത്തിൽ പാർപ്പിച്ചിരുന്നു. അന്ന് സത്യത്തിൽ സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ ദൈവമാണ് വലിയവൻ. കാരണം കർത്തൃക്കളാകട്ടെ സിംഹാസനങ്ങളാകട്ടെ ബാക്കി സകലതും അവന് വേണ്ടിയും അവൻ്റെ കാൽക്കീഴിലുമായിരുന്നു. സകല ദൂതഗണങ്ങളും ദൈവത്തെയാണ് ആരാധിച്ചത്. കംപ്ലീറ്റ് പ്രപഞ്ചം ഏതാണ്ട് 30 ബില്യൺ ലൈറ്റ് ഇയറാണ് പ്രപഞ്ചത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റം വരെയുള്ള നീളം. 30 ബില്യൺ ലൈറ്റ് ഇയർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒന്നും തലയ്ക്കകത്ത് കയറുകയാൽ ചുമ്മാ ആലോചിച്ചിട്ട് കാര്യമില്ല. 30 ബില്യൺ പ്രകാശ വർഷമാണ് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ ഒറ്റ വർഷമെന്ന് ഹബിൾ സ്കോപ്പ് പറഞ്ഞു. ഇപ്പോഴത്തെ അതെനിക്ക് അറിഞ്ഞുകൂടാ, അതിനേക്കാൾ ഒത്തിരി കൂടെ വലുതാണെന്ന് കേട്ടു. അതിനേക്കാൾ വലുതാണെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് കറക്റ്റ് അളവ് പറയാൻ അറിയാൻ വയ്യ. എന്നാൽ സ്വർഗത്തിൽ വസിച്ചിരുന്ന സാത്താൻ തിരിഞ്ഞു വീണു. അവൻ പറഞ്ഞു, പറ്റത്തില്ല, എനിക്കും ഭരണം വേണം. സാത്താനും ദൈവവും കൂടെ, അല്ലെങ്കിൽ ലൂസിഫറും ദൈവവും കൂടെ ശല്യത്തിൽ വരുവാൻ പല കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെന്ന്. രണ്ടായാലും ഇവർ തമ്മിൽ വഴക്കായി എന്നറിയാം. ചില സഭാവിഭാഗങ്ങൾ പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഓർത്തഡോക്സ് സഭാവിഭാഗം, ക്രിസ്ത്യാനിയുടെ ഓർത്തഡോക്സ് സഭാവിഭാഗം പറയുന്നത്, മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുവാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്ന് ലൂസിഫറിന് അറിവ് കിട്ടി. അവനെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കുമെന്നാണ് ദൈവത്തിൻ്റെ പ്ലാൻ. കാര്യം ലൂസിഫറിൻ്റെ സ്ഥാനം പോകും, പകരം മനുഷ്യനെ കൊണ്ടുവരും. അതാണ് അവർ തമ്മിലുള്ള വൈരാഗ്യത്തിൻ്റെ കാരണം. രണ്ടാമതൊരു കൂട്ടം പറയുന്നത്, മനുഷ്യനെ ശുശ്രൂഷിക്കുവാൻ ദൂതന്മാരെ ദൈവം നിയോഗിക്കും എന്ന് ദൂതന്മാർക്ക് മനസ്സിലായി. അത് വേണ്ട, അവന്മാരുടെ പാദസേവ ചെയ്യാൻ ഞാനില്ല എന്ന് പറഞ്ഞാണ് തർക്കം വന്ന് രണ്ടാമതൊരു വിഭാഗം. മൂന്നാമതൊരു വിഭാഗം, ബാപ്റ്റിസ്റ്റ് വിഭാഗങ്ങൾ പ്രത്യേകിച്ചും പഠിപ്പിക്കുന്നത്, ദൈവം എന്നത് 3 വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് ചേരുന്നതാണ്. 3 പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന 3 വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് ചേരുന്നതാണ് ദൈവം. ലൂസിഫർ പറഞ്ഞു, എനിക്കും അതിനകത്ത് സ്ഥാനം വേണം. 4 പേര് ചേരുന്നതായിക്കോട്ടെ ദൈവം, 3 പേര് വേണ്ട, 4 പേരായിക്കോട്ടെ. അപ്പോൾ പിതാവ് പറഞ്ഞു, പറ്റത്തില്ല, എങ്കിൽ യേശുവിനെ വേണ്ട, പകരം ഞാനായിരിക്കും ആ സ്ഥാനത്ത്. പിതാവ്, ലൂസിഫർ, പരിശുദ്ധാത്മാവ്, ഈ 3 പേരായിരിക്കും ദൈവത്വം നയിക്കുന്നത്. പിതാവ് പറഞ്ഞു അതും പറ്റത്തില്ല, പുത്രനും പറഞ്ഞു പറ്റത്തില്ല. ഇങ്ങനെയാണ് ഈ പുത്രനും ലൂസിഫറും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്. ഇവർ തമ്മിലാണ് വഴക്ക്. ഇത് 100% ക്ലിയറാണ്. പുത്രനായ തമ്പുരാനും ലൂസിഫറും തമ്മിലാണ് എന്നും വഴക്ക്. രണ്ടായാലും ലൂസിഫർ തിരിഞ്ഞു വെച്ച് പറഞ്ഞു, ഞാനും ആരാധന അർഹിക്കുന്നു. ഇപ്പോൾ പോകുന്നത് തിയോക്രസിക്കൽ ഓർഡറില്ല. ദൈവം ഒരു വാക്ക് കൽപ്പിക്കും, അത് ബാക്കിയുള്ളവരെല്ലാം കൂടെ അനുസരിച്ചോണം. തിയോക്രാറ്റിക്കൽ ഓർഡർ. സഭയും അങ്ങനെ കേട്ടോ. സഭയുടെ വിഷണറി ദൈവം ആരെ ഏൽപ്പിച്ചോ ആ ആളിൻ്റെ ദർശനമായിരിക്കും എല്ലാവരും കൂടെ കൈകാര്യം ചെയ്യുന്നത്. ലൂസിഫർ പറഞ്ഞില്ല, ഡെമോക്രസി വേണം, എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുക്കുക, അതിനെ ദൈവം അംഗീകരിക്കുക. എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു, പിതാവ് അത് അംഗീകരിക്കുക. ഇറ്റ് ഷുഡ് ബി ഡെമോക്രസി. രണ്ടായാലും ലൂസിഫറിനെ ഇനി സ്വർഗത്തിൽ വേണ്ട എന്ന് ദൈവം തീരുമാനിച്ചു. ലൂസിഫറിനെ അവിടുന്ന് തള്ളാൻ തീരുമാനിച്ചു. ഓക്കെ, ലൂസിഫറിനെ അവിടെ നിന്ന് തള്ളാൻ ദൈവം തീരുമാനിച്ചു. പക്ഷെ എങ്ങോട്ട് തള്ളും? അവനെ തള്ളാൻ വേണ്ടിയാണ് ഭൂമി ഉണ്ടാക്കിയത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പ്രസ്താവനയിലോട്ട് വരട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 91-ാം അധ്യായത്തിൽ തന്നെ 95 പ്രാവശ്യം ആൻഡ് എന്ന പ്രയോഗം കാണാം. ഒരു നിരൂപകൻ്റെ ചോദ്യം, ഇതൊന്ന് എഡിറ്റ് ചെയ്ത് ഈ ആൻഡെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞേച്ച് ചൊവ്വ ഒരു പുസ്തകം എഴുതിക്കൂടെ? ദൈവവചനം അങ്ങനെ അങ്ങ് എഡിറ്റ് ചെയ്യാൻ ഒക്കത്തില്ല എന്നുള്ളത് എനിക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ട് ഈ ആൻഡെല്ലാം അനുവദിച്ചു എന്നുള്ളത് എനിക്കും സംശയമായി. 2012 ആദ്യമായിട്ട് ഞാൻ ഈ ലേഖനം വായിക്കുന്നത്. ഈ നിരൂപണ ലേഖനത്തിനകത്ത് അർത്ഥമുണ്ട്. ഇതിനൊരു മറുപടി കണ്ടുപിടിക്കാൻ ഞാനും തപ്പി നടന്നപ്പോൾ ഡെയ്ക്സ് ബൈബിളിൻ്റെ കമൻറ്റേറ്റർ ഡെയ്ക്സ് എഴുതിയ ഒരു കമൻറ്റ് കിട്ടി.
ഡെയ്ക്സ് ബൈബിളാണ് വേദപുസ്തകത്തിൽ നമ്മൾ ക്രിസ്തീയ ഗോളത്തിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്നത്. ഡെയ്ക്സിനെയാണ് ഏറ്റവും വലിയ വേദപണ്ഡിതൻ എന്ന് ലോകം വിളിക്കുന്നത്. ഡെയ്ക്സ് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ വെറും 95 പ്രാവശ്യം ഇത് എഴുതിയിട്ടുള്ളൂ, ആൻഡ് എന്ന പ്രയോഗം. എന്നാൽ ഒറിജിനൽ സ്ക്രിപ്റ്റിൽ 142 പ്രാവശ്യം എഴുതിയിരിക്കുന്നത്. ആൻഡിന് തുല്യമായ പദം 142 പ്രാവശ്യമാണ് ഒറിജിനൽ സ്ക്രിപ്റ്റുകൾ എഴുതിയിരിക്കുന്നത്. അത് വെട്ടിച്ചുരുക്കി 95 ഇവിടെ കൊണ്ടുവന്നത്. ഓരോ ആൻഡും ഓരോ കാലഘട്ടത്തെ കുറിക്കുന്നതാണ്. പ്രപഞ്ച സൃഷ്ടി നടന്നത് ഒരു ദിവസം കൊണ്ടല്ല, 143 സെഗ്മെൻ്റായിട്ടാണ് പ്രപഞ്ച സൃഷ്ടി നടന്നത്. അതിൽ 2 സെഗ്മെൻറ്റുകളെ തമ്മിൽ ചേർക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ആൻഡ്. അങ്ങനെയാണെങ്കിൽ ഇനിയൊന്ന് കേട്ടു, ആദിയിൽ ദൈവം ആകാശം സൃഷ്ടിച്ചു. അങ്ങനെയാണല്ലോ. ഒരു കാലഘട്ടത്തിന് ശേഷം ഭൂമി സൃഷ്ടിച്ചു. ഹെവൻ ആൻഡ് ദി എർത്ത്. ആദിയിൽ ദൈവം ആകാശം സൃഷ്ടിച്ചു, ഒരു കാലഘട്ടത്തിന് ശേഷം ഭൂമി സൃഷ്ടിച്ചു. ഇത് ശരിയെന്നോ തെറ്റെന്നോ പറയാൻ യാതൊരു തെളിവും ബൈബിളിലില്ല. ചാവയുടെ ലിഖിതങ്ങളിലുണ്ട്, ബൈബിളിലില്ല. നമുക്ക് പ്യുവർ ഫിസിക്സിലോട്ട് നോക്കാം. ഫിസിക്സ് പറയുന്നത് പ്രപഞ്ചത്തിന് 13.7 ബില്യൺ അല്ലെങ്കിൽ 13.8 ബില്യൺ വർഷത്തിൻ്റെ പഴക്കമുണ്ട്. ഭൂമിക്കോ 4.45 ബില്യൺ ഇയേഴ്സ് പഴക്കമേ ഉള്ളൂ. ഭൂമിക്ക് 4.45 ബില്യൺ ഇയേഴ്സ് പഴക്കമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലെ കൊച്ചുമക്കളിൽ ഒരാളാണ് ഭൂമി. ലൂസിഫർ 13.9 ബില്യൺ വർഷം ദൈവത്തോടുകൂടെ നടന്നു. അവൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡാണ്. അവൻ ദൈവത്തോട് പാപം ചെയ്തത് മുഖേന അവനെ സ്വർഗത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചു. എങ്ങോട്ട് മാറ്റും? അതുകൊണ്ട് ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ഈ ആശയം കിട്ടിയല്ലോ. ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. 2-3 വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തു. യോബിൻ്റെ പുസ്തകം 38:6-7. യോബിൻ്റെ പുസ്തകം 38:6-7. ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ ഘോഷിച്ചുല്ലസിക്കുമ്പോൾ, പ്രഭാത നക്ഷത്രങ്ങൾ പൊട്ടിയാർക്കുമ്പോൾ, ദൈവപുത്രന്മാരെല്ലാം ദൂതന്മാരെല്ലാം സന്തോഷിക്കുക, ഈ അഴുക്കിനെ കളയുന്നതുകൊണ്ട്. പ്രഭാത നക്ഷത്രങ്ങൾ, അതാണ് ലൂസിഫർ. ലൂസിഫറിൻ്റെ മക്കളും കൂടെ ചേർന്ന് പൊട്ടി ആർക്കുക, കൈയടിച്ച് ഘോഷിക്കുക. കാരണം അവർക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ഭരിക്കാം. ഇനി മെയിൻ ചർച്ചിൽ പോയി ഇരിക്കേണ്ട, ദൈവത്തിൻ്റെ കീഴേക്ക് ഇരിക്കേണ്ട, ദൈവത്തെ ആരാധിക്കേണ്ട, നമുക്കൊന്ന് സ്വതന്ത്രമാകാം. അങ്ങനെ ഒന്ന് സ്വതന്ത്രമാകാൻ തീരുമാനിച്ചു. ദൈവപുത്രന്മാർ ഘോഷിച്ചുല്ലസിക്കുമ്പോൾ, പ്രഭാത നക്ഷത്രങ്ങൾ പൊട്ടി ആർക്കുമ്പോൾ ദൈവം ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു. ഞാൻ സയൻസിനോട് കണക്ട് ചെയ്യട്ടെ. ഭൂമിക്കൊരു അടിസ്ഥാനം ഉണ്ടോ? ഉണ്ട്. ഭൂമിക്കൊരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം ഇടുന്നതിന് മുന്നമേ ദൈവം ചില കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ലോകസ്ഥാപനത്തിന് മുന്നമേ തൻ്റെ പുത്രനാകുന്ന ക്രിസ്തുവിനെ കൊരിലിറക്കപ്പെട്ട കുഞ്ഞാടാക്കി മാറ്റി നിർത്തി. ലൂസിഫർ ഒരിക്കൽ പ്രശ്നം ഉണ്ടാക്കി. ഇവനും യേശുവും തമ്മിലാണ് വിശക്. ലൂസിഫർ ഒരിക്കൽ പ്രശ്നം ഉണ്ടാക്കി, ഇനിയും അവൻ പ്രശ്നം ഉണ്ടാക്കും. പ്രശ്നം ഉണ്ടാക്കിയാൽ മനുഷ്യനെ വീണ്ടെടുക്കാൻ ആൾ വേണം. അതിനുവേണ്ടി ക്രിസ്തുവിനെ കൊരിലിറക്കപ്പെട്ട കുഞ്ഞാടാക്കി മാറ്റി നിർത്തി. വെളിപ്പാട് പുസ്തകം 13:8. 2 യോഹന്നാൻ്റെ സുവിശേഷം 1:29 സ്നാപക യോഹന്നാനും വിളിച്ചു പറഞ്ഞു, ബിഹോൾഡ് ലാംബ് ഓഫ് ഗോഡ്. കൊരിലിറക്കപ്പെട്ട കുഞ്ഞാട് അവനാണ് കൊരിലിറക്കപ്പെട്ട കുഞ്ഞാട്. ഭൂമിക്ക് ദൈവം ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഇട്ടു. On earth, God provided everything he would need for his cosmos. According to 2 പത്രോസ് 3:6 ഒരു കോസ്മോസ് ഉണ്ടാക്കി. ആദ്യത്തെ കോസ്മോസ് ലൂസിഫറിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിനാവശ്യമുള്ള സകലതും ഉണ്ടാക്കിയേച്ച് തൻ്റെ ഭൂമിക്കൊരു അടിസ്ഥാനം ഇട്ടു. ഇത് പ്യുവർ സയൻസ് പിക്ചറാണ്. പ്യുവർ സയൻസിനകത്തെ ഒരു പിക്ചറാണ്. ഇൻസൈഡ് ദ എർത്ത് എന്നാണ് പറയുന്നത്. ഭൂമിയുടെ അകത്തന്നെ ഒക്കെ ഉണ്ടെന്ന്. 7 ലെയർ ഫൗണ്ടേഷനാണ് ഭൂമിക്ക്. വേദപുസ്തകപ്രകാരം അടിസ്ഥാനമുള്ള 2 ഘടകങ്ങളെ ഉള്ളൂ. ഒന്ന് സ്വർഗം, മറ്റേത് ഭൂമി. കാര്യം സ്വർഗത്തിൻ്റെ പ്രതിച്ഛായയാണ് ഭൂമി. സ്വർഗത്തിന് 12 അടിസ്ഥാനങ്ങളാണ്. ശാസ്ത്രം പറയുന്നു ഭൂമിക്ക് 7 അടിസ്ഥാനമാണ്. നമ്മുടെ സൂര്യനൊരു അടിസ്ഥാനമില്ല. സൂര്യനേക്കാൾ 25 മില്യൺ ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളെ കണ്ടിട്ടുണ്ട് UV കാനോസ്. അദ്ദേഹത്തിനൊരു അടിസ്ഥാനമില്ല. പകരം ഭൂമിക്കൊരു അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. അത് ബൈബിളും പറഞ്ഞു. ദൈവം ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു. ചുമ്മാ ഒരു ടൈം ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം 13.8 ബില്യൺ വർഷങ്ങൾക്ക് പുറകിൽ പ്രപഞ്ചമുണ്ടായി. അന്ന് ലൂസിഫർ സ്വർഗത്തിലായിരുന്നു.
ലൂസിഫർ 4.5 ബില്യൺ വർഷങ്ങൾക്ക് പുറകിൽ പാപം ചെയ്തു. അതായത് 9.2 ബില്യൺ 3 ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ പാപം ചെയ്തു. അവന് വേണ്ടി ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. അവൻ ഭൂമിയിൽ ഏറെക്കുറെ 1 ബില്യൺ വർഷം സുഖമായി താമസിച്ചു. 1 ബില്യൺ വർഷം സുഖമായി താമസിച്ചു. അതിനുശേഷം ഭൂമി പാഴും പിന്നെ ശൂന്യവും ആയി. തകരാറുണ്ടായി. എന്തായിരുന്നു തകരാറ്? ശാസ്ത്രത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ ഓൺ എർത്ത് ലൂസിഫർ സെറ്റപ്പ് ഈസ് ഓൺ കൾച്ചർ. ഭൂമി വന്നിട്ടും ഈ അഴുക്കൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. ഞങ്ങളുടെ ബാംഗ്ലൂരിലെ ചർച്ചിൽ ഒരിക്കൽ ഒരു ഉപദേശി ചർച്ചിലെ ഒരു സെക്രട്ടറി ഒത്തിരി പ്രശ്നം ഉണ്ടാക്കി. ഒത്തിരി പ്രശ്നം. ഇവൻ തന്നെ പോയൊരു കംപ്ലയിൻറ്റ് കൊടുത്തു ഡിസ്ട്രിക്ട് സൂപ്രണ്ടും അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ അധികാരികളും കൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചർച്ച് വന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടി. ഇവൻ കൊടുത്ത കംപ്ലയിൻറ്റുകളൊക്കെ ശോധന ചെയ്തിരുന്നത് ഒരെണ്ണം പോലും സത്യമില്ലായിരുന്നു. എല്ലാം കള്ളമായിരുന്നു. അപ്പോൾ കള്ളമാന്നുള്ളത് തെളിഞ്ഞ ഉടനെ ഇയാൾ എഴുന്നേറ്റ് പരസ്യമായി ക്ഷമ ചോദിച്ചു. സെക്രട്ടറി എഴുന്നേറ്റ് എല്ലാവരുടെയും മുമ്പിൽ പരസ്യമായി ക്ഷമ ചോദിച്ചു. ഇവനെ മുടക്കണോ വെച്ചേക്കണോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്ട്രിക്ട് സൂപ്രണ്ട് എന്നോട് ചോദിച്ചു, നീ അന്നല്ല പാസ്റ്റർ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഒരുത്തൻ ക്ഷമ ചോദിച്ചപ്പോൾ പിന്നെ എന്നാ പറയാനാ, വിട്, അവനിവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. വിട്ടു. കഴിഞ്ഞപ്പം ഡിസ്ട്രിക്ട് സൂപ്രണ്ട് എന്നോട് പറഞ്ഞു, വർഗീസേ നീ കാണിച്ചത് മഹാമണ്ടത്തരമാണ്. എന്താ സാറേ ഒരുത്തൻ ക്ഷമ ചോദിച്ചാൽ? അതേടാ, പക്ഷെ നിനക്കറിയാമോ ഒരിക്കൽ കടിച്ച പട്ടി പിന്നെയും കടിക്കും. അവൻ തൽക്കാലം വാലാട്ടുമെന്നേ ഉള്ളൂ. നേരം കിട്ടുമ്പോൾ അവൻ നിൻ്റെ പെടലേക്ക് കടിക്കുന്നു നോക്കിക്കോളാൻ പറഞ്ഞു. ഒരിക്കൽ കടിച്ച പട്ടി പിന്നെയും കടിക്കും. ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ ഭൂമി ഉണ്ടാക്കുമ്പോൾ തന്നെ കുഞ്ഞാട് കുരലിറക്കപ്പെട്ടതായി രംഗത്ത് വന്നു. കാര്യം ഇവൻ ഇനിയും പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവൻ്റെ നേച്ചർ അതാ. അങ്ങനൊരു പ്രശ്നമുണ്ടായാൽ ഭൂമിയെ ഉദ്ധരിക്കണം. പിന്നെയും പ്രശ്നം ഉണ്ടാകും. അതിനെ ഉദ്ധരിക്കുവാൻ വേണ്ടി ലോകസ്ഥാപനത്തിന് മുന്നമേ കുരലിറക്കപ്പെട്ട കുഞ്ഞാടിനെ മാറ്റി നിർത്തി. ഞാൻ പറഞ്ഞ ക്രിസ്തുവും ലൂസിഫറും തമ്മിലായി വഴക്ക്. അടുത്തത്, ഭൂമിക്കൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഇട്ട്. ഇവൻ നോക്കിയാൽ ഇത് പൊടിച്ചു കളയാൻ പറ്റാത്തവണ്ണം ഒരു ഫൗണ്ടേഷൻ ഭൂമിക്കിട്ടു. അങ്ങനെ ദൈവത്തിൻ്റെ കോളനിയായി ഭൂമിയെ കൊണ്ടുവരാൻ താല്പര്യപ്പെട്ടു. പക്ഷേ ലൂസിഫർ അവൻ്റെ സ്വന്തം മനസ്സിൽ അവൻ്റെ കോളനിയായി അതിനെ സെറ്റപ്പ് ചെയ്തു. അവൻ്റെ കോളനിയായി. തെളിവുകൾ: 1, ഓസ്ട്രേലിയയിൽ നിന്ന് കിട്ടുന്ന ഒരു കൂട്ടം ഫോസിലുകൾ എടുത്താൽ 41 കോടി വർഷത്തിൻ്റെ പഴക്കമുണ്ട് ഇതിന്. 41 കോടി വർഷത്തിൻ്റെ പഴക്കമുണ്ട് ഇതിന്. ആദവനെല്ലാം കൂടെ 6000 വർഷത്തിൻ്റെ പഴക്കമേ ഉള്ളൂ. അതിനു മുമ്പേ ജീവജന്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഇവിടെ ഫോസിലുകൾ. 2, തെക്കേ അമേരിക്കയിലെ ബൊളീവിയ എന്ന രാജ്യത്ത് ഭൂമിക്കടിയിൽ ഒരു കെട്ടിടം ഇരിക്കുന്നതായി ശാസ്ത്രജ്ഞന്മാർക്ക് തോന്നി. അവരുടെ റഡാറുകൾ കൊണ്ട് ശോധന ചെയ്തപ്പോൾ അവർ ഭൂമി കുഴിച്ചു. ബൊളീവിയയിൽ ഭൂമിക്കടിയിൽ നിന്ന് കണ്ടുകിട്ടിയതാണ് ഈ കാണുന്ന കെട്ടിടം. 3.5 കിലോമീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടം. ഈ പുള്ളിക്ക് 3.5 ബില്യൺ ഇയേഴ്സ് പഴക്കമുണ്ട്. എന്തെങ്കിലും ജൈവവസ്തുക്കൾ ഭൂമിക്കടിയിൽ കിടന്നാൽ ആദ്യം ഫോസിലുകളായി മാറും. കുറച്ചുകൂടെ കഴിയുമ്പോൾ സൊമാറ്റോകളായി മാറും. ഇത് സൊമാറ്റോ ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. 3.5 ബില്യൺ വർഷം പഴക്കമുള്ള 3.5 കിലോമീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടം. 3.5 കിലോമീറ്റർ ഉയരമുള്ള കെട്ടിടം മനുഷ്യന് ചിന്തിക്കാമോ? ഇമ്പോസിബിൾ. മനുഷ്യ സംസ്കാരത്തിൽ ഉൾപ്പെടുന്നതല്ലിത്. വേറൊരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു. ഏലിയൻസിനെ കുറിച്ച് പരിചയമുള്ളവരിത് പരീക്ഷിച്ചു പറയുന്നത് ഇത് ലൂസിഫറിൻ്റെത് തന്നെയാണ്. നമ്പർ 1, അതിലെ ഡിസൈൻ ലൂസിഫറിൻ്റെയാണ്, ദൈവത്തിൻ്റെ ഡിസൈൻ അല്ല. നമ്പർ 2, അതിൻ്റെ കളർ ബ്രൈറ്റ് ഗോൾഡൻ കളറാണ്. അത് ലൂസിഫറിൻ്റെ കളറാണ്. അവനാണ് ഇതിനോട് വലിയ താല്പര്യം. ഈ ലക്ഷണങ്ങൾ നോക്കി വെച്ചവർ പറഞ്ഞത് ലൂസിഫർ ഉണ്ടാക്കിയതാണ്. അങ്ങനെ പഴയ ഭൂമിയിൽ ലൂസിഫർ ഡൊമിനിയൻ സ്ഥാപിക്കാൻ ശ്രമിച്ചു. ദൈവം വീണ്ടും ഇടപെട്ടു. ദൈവം അവനെ അവിടെ നിന്നും എടുത്തു കളഞ്ഞു. അന്ന് അവനെ എടുത്ത് അന്തരീക്ഷത്തിലേക്ക് ഒരേറെറിഞ്ഞു. അതിനെ തുടർന്ന് ഇവനെ അറിയപ്പെടുന്നത് ആകാശത്തിൻ്റെ അധിപതി എന്നാണ്. അതുവരെ ഈ ലോകത്തിൻ്റെ പ്രഭു എന്നായിരുന്നു വിളിച്ചത്. ഇപ്പോഴും ആ പേരൊക്കെ ഉണ്ട്. ഈ ലോകത്തിൻ്റെ പ്രഭു എന്നായിരുന്നു അവൻ്റെ ആദ്യത്തെ പേര്. ദൈവം ഇവനെ അന്തരീക്ഷത്തിലേക്ക് തള്ളിക്കളഞ്ഞതിനെ തുടർന്ന് ആകാശത്തിൻ്റെ അധിപൻ എന്നവന് പേരായി. ഭൂമിയെ ദൈവം ശിക്ഷിച്ചു. അതിനെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കി എടുത്തൊരേറെറിഞ്ഞു. ആ എറിഞ്ഞ ഇടത്ത്
തുടങ്ങിയതാണ് ഐസ് ഏജ് എന്ന് ശാസ്ത്രം വിളിക്കുന്ന ഭൂമിയുടെ ലക്ഷണം. സൂര്യമണ്ഡലത്തിൽ നിന്നും സൂര്യൻ്റെ വട്ടമായി അവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇവിടെ നിന്നെടുത്ത് ഒരൊറ്റ ഏറെറിഞ്ഞു. 104-ാമത്തെ സങ്കീർത്തനം പറയുന്നത് ദൈവം അതിനായി മുൻ നിയമിച്ച സ്ഥലത്തേക്ക് അവൻ ഭൂമിയെ നീക്കിക്കളഞ്ഞു. അവിടെ ഇട്ട് ഇതിനെ ഒത്തിരി ഓൾട്ടർ ചെയ്തു, ഒത്തിരി പണി നടത്തി. ഇതിനെ തിരിച്ചു കൊണ്ടുവരണം. തിരിച്ചു കൊണ്ടുവന്ന് ഈ ലൂസിഫർ നഷ്ടമായ ഇടത്ത് മനുഷ്യനെ പാർപ്പിക്കണം. അതിനുവേണ്ടി ദൈവം ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവനെ എടുത്തെറിഞ്ഞു. അതിനുവേണ്ടി നിശ്ചയിച്ച സ്ഥാനത്തേക്ക് അവനെ എടുത്തു കളഞ്ഞു. ഈ വാക്യം കൊണ്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോണം. യെരമ്യാവ് 4-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഭൂമിയെ നോക്കി, അതിന് വെളിച്ചമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ഭ്രമണപഥത്തിൽ ഇവനങ്ങ് പോയി, ഇതിന് വെളിച്ചമില്ലായിരുന്നു. പിന്നെ അതിൻ്റെ തൂണുകളെല്ലാം കുലുങ്ങിക്കൊണ്ടിരുന്നു, എല്ലാം ആടുകയായിരുന്നു. പക്ഷികളെ പറന്നു പോകുവിൻ. ആരെങ്കിലും ഒന്ന് വായിച്ചേക്കാമോ ആ ഭാഗം? ആരെങ്കിലും ഒന്ന് വായിച്ചേക്കാമോ? യെരമ്യാവ് 4:23 മുതൽ 27 വരെ ഭയങ്കര കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് മരിക്കും. നമ്മളെല്ലാം കൊണ്ടു നടക്കുന്ന ബൈബിളാണ്, പക്ഷെ അകത്തോട്ട് നമ്മൾ കയറുക. യെരമ്യാവ് 4:23 മുതൽ 27 വരെ. ഞാൻ ഭൂമിയെ നോക്കി പാഴും ശൂന്യവും. നിൽക്കട്ടെ, ഒരു പദം കൂടെ. പാഴും ശൂന്യവും എന്ന് മലയാളത്തിൽ വായിക്കുന്ന പദം തോഹുവ ബോഹുവ എന്ന ഒറിജിനൽ സ്ക്രിപ്റ്റ്. തോഹുവ ബോഹുവ, അല്ലെങ്കിൽ തിരിച്ചായിരിക്കാം, ബോഹുവ തോഹുവ ആയിരിക്കാം, രണ്ട് വാക്കാം. ഇത് ബൈബിളിൽ 2 പ്രാവശ്യമുള്ളൂ. 1-ാമത്തെ പ്രാവശ്യം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലാണ്. ഭൂമി പാഴും ശൂന്യവും ആയിരുന്നു, ബോഹുവ തോഹുവ ആയിരുന്നു. 2-ാമത്തെ പ്രാവശ്യം ബൈബിളിൽ ഇത് കാണുന്നത് യെരമ്യാവ് 4-ലാണ്. ഞാൻ ഭൂമിയെ നോക്കി, അത് ബോഹുവ തോഹുവ ആയി ഞാൻ കണ്ടു എന്ന് പറഞ്ഞ ആ സംഭവമാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. വായിച്ചു. ഞാൻ ആകാശത്തെ നോക്കി, അതിന് പ്രകാശമില്ലാതെ ഇരുന്നു. ആകാശത്ത് പ്രകാശമില്ല. കാര്യം ഇത് പ്രകാശമണ്ഡലത്തിൻ്റെ ഒക്കെ അപ്പുറത്താണ്, എങ്ങാണ്ട് ഇതിനെ എടുത്ത് ഇട്ടിരിക്കുക. വായിച്ചു. ഞാൻ പർവ്വതങ്ങളെ നോക്കി, അവ വിറയ്ക്കുന്നത് കണ്ടു. കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരുന്നു. ഞാൻ നോക്കി, ഒരു മനുഷ്യനെയും കണ്ടില്ല. ഒരു മനുഷ്യനെ കണ്ടില്ല. കാര്യം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. വായിച്ചു. ആകാശത്തിലെ പക്ഷികളൊക്കെയും പറന്നുപോയിരുന്നു. ആകാശത്തിലെ പക്ഷികൾ പറന്നുപോയി. അവൻ അന്ന് ലൂസിഫറിന്റെ കാലത്ത് ഇവിടെ പക്ഷി ഉണ്ടായിരുന്നു, വൻകിട പക്ഷികൾ, ചെറുതൊന്നുമല്ല, വൻകിട പക്ഷികൾ ഉണ്ടായിരുന്നു. അതിൻ്റെയാണ് ഫോസിലുകൾ ഇന്ന് നമുക്ക് കിട്ടുന്നത്. ആകാശത്തിലെ പക്ഷികൾ പറന്നുപോയിരുന്നു. പിന്നെ ഞാൻ നോക്കി, ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു. ഉദ്യാനമായിരുന്ന ദൈവത്തിന്റെ ഭൂമി തണ്ട മരുഭൂമിയായി കിടക്കുന്നു. ഞാനിത് കണ്ടു. പിന്നെ അതിലെ പട്ടണങ്ങളൊക്കെയും യഹോവയാൽ അവന്റെ ഉഗ്രകോപം ഹേതുവായി ഇടിഞ്ഞു പോയിരിക്കുന്നു. ഇതിനകത്ത് പട്ടണം ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു കെട്ടിടത്തിന്റെ സാമ്പിളാണ് നമുക്ക് കിട്ടിയത്. ഇതിനകത്ത് പട്ടണം ഉണ്ടായിരുന്നു, അത് ഇടിഞ്ഞുപോയി. പിന്നെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. മതി. ആ ഒരു ഭാഗം കഴിഞ്ഞു. യോബിന്റെ പുസ്തകം 9:4 മുതൽ 7 വരെ. യോബിന്റെ പുസ്തകം 4:9 മുതൽ 7 വരെ. 9:4 മുതൽ 7 വരെ. യോബ് 9. അവൻ ജ്ഞാനിയും മഹാശക്തനുമാകുന്നു. അവനോട് ശഠിച്ചിട്ട് ഹാനി വരാത്തവനാര്? അവനോട് ശഠിച്ചത് ലൂസിഫർ. ഹാനി വരാത്തത് ആര്? ലൂസിഫർ. വച്ചു. അവൻ പർവ്വതങ്ങളെ അവയെ അറിയാതെ നീക്കിക്കളയുന്നു. പർവ്വതങ്ങളെ അവയെ അറിയാതെ നീക്കി. പിന്നെ തന്റെ കോപത്തിൽ അവയെ മറിച്ചു കളയുന്നു. അതിനെ മറിച്ചിട്ടു. പിന്നെ അവൻ ഭൂമിയെ സ്വസ്ഥാനത്തു നിന്ന് ഇളക്കുന്നു. അവൻ ഭൂമിയെ സ്വസ്ഥാനത്തു നിന്ന് ഇളക്കുന്നു. പിന്നെ അതിന്റെ തൂണുകൾ കുലുങ്ങിപ്പോകുന്നു. അതിന്റെ തൂണുകൾ കുലുങ്ങി. അവൻ സൂര്യനോട് കൽപ്പിക്കുന്നു, അത് ഉദിക്കാതിരിക്കുന്നു. സൂര്യനോട് അവൻ പറഞ്ഞു ഉദിക്കരുത്. സത്യത്തിൽ നടന്നത് സൂര്യന്റെ ഭ്രമണപഥത്തിൽ നിന്ന് ഭൂമിയെ വിഡ്രോ ചെയ്തു. ശാസ്ത്രത്തിൽ ഇങ്ങനെ പറഞ്ഞാലും അങ്ങനെ പറഞ്ഞാലും ഒരു ഇക്വേഷന്റെ 2 സൈഡാ. ഇത് രണ്ടും ഒന്ന് തന്നെയാ. അവൻ സൂര്യനോട് ഉദിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ അവൻ നക്ഷത്രങ്ങളെ പൊതിഞ്ഞ് മുദ്രയിട്ടു. കാര്യം നക്ഷത്ര മണ്ഡലത്തിൽ നിന്ന് പുള്ളിയെ മാറ്റി. പിന്നെ അവൻ തനിച്ച് ആകാശത്തെ വിരിക്കുന്നു. ഓക്കെ, ബാക്കി പല കാര്യങ്ങളുണ്ട്. ഇനിയും 18-ാമത്തെ സങ്കീർത്തനം വായിക്കണ്ട. 18-ാമത്തെ സങ്കീർത്തനം 7, 8, 13 വാക്യങ്ങൾ. അവന്റെ വായിൽ നിന്ന് പുക പൊങ്ങി, മൂക്കിൽ നിന്ന് വായിൽ നിന്ന് തീ പുറപ്പെട്ടു, മൂക്കിൽ നിന്ന് പുക പൊങ്ങി. അവനോട് ശഠിച്ചിട്ട് ശിക്ഷ അനുഭവിക്കാത്തവൻ ആരുമില്ല. ലൂസിഫറും ദൈവവും തമ്മിലുള്ള വൈരാഗ്യത്തിൽ ഭൂമിയെ ദൈവം സ്വസ്ഥാനത്തൊന്ന് എടുത്തു മാറ്റുകയും അതിൻ്റെ ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച്, ഈ സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഭൂമിയെ തെറിപ്പിക്കുകയും ചെയ്യുന്ന കഥ മുഴുവനും 18-ാം സങ്കീർത്തനത്തിൽ നിന്ന് കാണാം. ദാവീദ് ഒരു പ്രവചനാത്മാവിൽ എഴുതി വെക്കുന്ന, ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു തമാശ പറയാം. 2012 നവംബർ മാസത്തിലാണ് ആദ്യമായി ഞാൻ ഈ ഒരു സീരീസ് സൃഷ്ടിയെക്കുറിച്ച് ബൈബിളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എടുത്തത്. അത് ഞാൻ എൻ്റെ ചർച്ചിൽ പ്രസംഗിച്ചു.
പ്രസംഗിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയ ഉടനെ ഈ 7 വയസ്സ് പ്രായം, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ, ജോഷുവ എന്ന പേര്, ഇവൻ എൻ്റെ അടുക്ക വന്ന് വെച്ചു, പാസ്റ്റർ അപ്പച്ച ഒരു സംശയം, ചന്ദ്രനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, മോനെ ദൈവം സൃഷ്ടിച്ചത് അങ്ങനെ അങ്ങ് പറയാൻ പറ്റത്തില്ല, എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് കറക്റ്റ് അറിയണം. പാസ്റ്റപ്പത്തിന് ഇത്രയും പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, ഇടാ മോനെ എനിക്കറിയാം, ഈ അറിയാമായിരുന്നു ഞാനൊരു ചന്ദ്രനെ അങ്ങ് ഉണ്ടാക്കിയേനെ. നമ്മളെല്ലാവരും അങ്ങനെ അറിയാവുന്ന അങ്ങ് ചെയ്യും, നമുക്കറിയാൻ വയ്യ, അതുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ചെറുക്കൻ ചോദിച്ചെന്നാൽ ഞാൻ പറയട്ടെ. ദൈവം ആദ്യമേ ഭൂമിയെ സൃഷ്ടിക്കുന്ന സമയം നമ്മുടെ സൗരയൂഥത്തിൽ 20 ഗ്രഹങ്ങളുണ്ടായിരുന്നു, 20 എണ്ണം. ഏതോ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഇക്വിലിബ്രിയത്തിനൊരു തകരാറുണ്ടായി. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനാ. ഏതോ ഒരു സാഹചര്യത്തിൻ്റെ ഇക്വിലിബ്രിയത്തിനൊരു തകരാറുണ്ടായി. മറ്റുള്ള ഗോളങ്ങളൊക്കെയും വന്ന് ഭൂമിയെ ഇടിച്ചു. ഭൂമിയെ ഇടിച്ച ഗോളങ്ങൾ പൊട്ടിത്തെറിച്ചു. പക്ഷെ ഭൂമിക്കൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ട്, അത് കാരണം ഭൂമി പൊട്ടിയില്ല. ഓരോ ഇടിക്കും ഭൂമി തെറിച്ച് അകലെപ്പോയി. അങ്ങനെ തെറിച്ചു പോയ ഘടകങ്ങൾ, അതിനെയാണ് സ്പേസ് വേസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇന്ന് അന്തരീക്ഷത്തിൽ നിറച്ച് സ്പേസ് വേസ്റ്റാണ് കിടക്കുക. ഇതിനകത്ത് വലിപ്പമുള്ള 4 കഷണങ്ങൾ ഒരുമിച്ച് കൂടിയതാണ് നമ്മുടെ മൂണ്. അതാ ചന്ദ്രനെ ഉണ്ടാക്കിയത്. ഇതിലെ വലിയ 4 കഷണങ്ങൾ ഒരുമിച്ച് കൂടിയതാണ് നമ്മുടെ മൂണ്. ഫുൾ മൂൺ ഡേയിൽ ഇറങ്ങി ആകാശത്തോട്ട് നോക്കിയാൽ മൂണിന് 4 നിറമുണ്ടെന്ന് കാണാം. 4 കഷണങ്ങൾ കൂടി ചേർന്നതാണ് ഈ പുള്ളി. ഇതുപോലെ 72 മൂണുകളാണ് മാഴ്സിന് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ടാകാൻ കാര്യം ഈ കൂട്ടിയിടിയ. ഞാൻ ചെറുക്കനോട് ചേട്ടാ കുഞ്ഞെ, എനിക്ക് ഇത്രയും പഠിത്തമുണ്ട്, ഇത്രയും കാര്യം കൊണ്ടായിട്ട് എനിക്ക് മനസ്സിലായില്ല, നിനക്ക് ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിനക്കിത് ആരുടെ പറഞ്ഞു തന്നെ? പറഞ്ഞു, ഞങ്ങളുടെ സ്കൂളിൽ ഒരു സയൻറ്റിഫിക് സിമ്പോസിയം നടത്തിയിരുന്നു, അന്നൊരു ശാസ്ത്രജ്ഞൻ വന്ന് പറഞ്ഞതാണ്. ഈ ചെറുക്കൻ പറഞ്ഞത് സത്യമാണെന്ന് കണ്ടുപിടിക്കാൻ എനിക്കെടുത്ത 15 ദിവസം വേണ്ടി വന്നു. പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലൈബ്രറികൾ മൊത്തം തപ്പി കംപ്ലീറ്റ്ലി സത്യമാവാൻ പറഞ്ഞു. സൃഷ്ടിയെങ്കിൽ നടന്നു. അവിടെ നിന്ന് ഈ ഇടിച്ച് തകർത്തതിനെ തെറിപ്പിച്ചു. ഭൂമി അങ്ങുമിഞ്ഞും ചളുങ്ങി, പർവ്വതങ്ങൾ ഉയർന്നു വന്നു, താഴ്വരകൾ താണു വന്നു. ഇതെല്ലാം ബൈബിൾ പറയുന്നുണ്ട്. താണു വന്നു. ഇങ്ങനെ ഭൂമിയെ സ്വസ്ഥാനത്തു നിന്ന് ഇളക്കി. 104-ാം സങ്കീർത്തനത്തിൻ്റെ 8ാം വാക്യം മാത്രം, 104-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 4 വരെയാണെന്ന് തോന്നുന്നു. അതായത് അതൊന്ന് വായിക്കാമോ? എൻ മനമേ ഹോവേ വാഴ്ത്തുക, എൻ്റെ ദൈവമായ ഹോവേ, നീ ഏറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു. തിരശ്ശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. അവൻ തൻ്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു. മേഘങ്ങളെ തൻ്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. നീ അതിനെ വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് മൂടി. വെള്ളം പർവ്വതങ്ങൾക്കു മീതെ നിന്നു. അവ നിന്റെ ശാസനയാൽ ഓടിപ്പോയി. നിന്റെ ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ടു. മലകൾ പൊങ്ങി, താഴ്വരകൾ താണു. നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. മറി ഭൂമിയെ സ്വസ്ഥാനത്തു നിളക്കി, ഇടികൊണ്ടു, മലകൾ പൊങ്ങി, താഴ്വരകൾ താണു. നീ അതിനെ നിശ്ചയിച്ച സ്ഥാനത്തേക്ക് മാറ്റി. ഏതോ ഒരു സ്ഥലം ദൈവം അതിനെ നിയമിച്ചിരുന്നു, അങ്ങോട്ട് മാറ്റി. അവിടെ ഇട്ടാണ് താൻ ഭൂമിയെ റിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് 1-ാമത്തെ ദിവസം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. വെളിച്ചമുണ്ടായി. പക്ഷെ സൂര്യനില്ലല്ലോ. സൂര്യനും ചന്ദ്രനും ഒക്കെ ഉണ്ടാകുന്നത് 4-ാമത്തെ ദിവസമാണ്. പിന്നെ എവിടുന്ന ഈ വെളിച്ചം വന്നേ? വേറെ ഏതോ നക്ഷത്രമണ്ഡലത്തിൻ്റെ വെളിച്ചം കണ്ടി പുള്ളി തിരിച്ചു വരിക. തിരിച്ച് അതിൻ്റെ ഒറിജിനൽ സ്ഥാനത്തേക്ക് മടങ്ങി വരുവാൻ ദൈവം അതിനെ തിരിച്ചു വിളിക്കുമ്പോൾ ഇത് വരികയാണ്. അന്നേരത്താണ് കർത്താവ് പറയുന്നത്, പക്ഷികളെ കൂട്ടമായി ജനിക്കുക. അവിടെ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ക്രിയേറ്റ് എന്ന പദം, ബാറ എന്ന വാക്കാണ് ക്രിയേഷൻ. ഇല്ലായ്മയിൽ നിന്നുളവാക്കുക എന്നത് ഒറ്റ പ്രാവശ്യമേ എഴുതിയിട്ടുള്ളൂ. ആകാശവും ഭൂമിയും ബാറ സൃഷ്ടിച്ചു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞത് ബാറ എന്നല്ല, ഹായ എന്ന. ഹായ എന്ന വാക്കിൻ്റെ അർത്ഥം ഉളവായി വരട്ടെ എന്നല്ല. നിന്റെ റിസ്ട്രിക്ഷൻ മാറ്റിയിരിക്കുന്നു, മടങ്ങി വരാം. റിട്ടേൺ. പക്ഷികളെ പറന്നു പോകുവീൻ എന്ന് കൽപ്പിച്ചവൻ പറഞ്ഞു, നിന്റെ റിസ്ട്രിക്ഷൻ തീർന്നു, തിരിച്ചു വരാം. പക്ഷെ പുതിയ സംസ്കാരത്തിലാണ്. ലൂസിഫറിൻ്റെ സംസ്കാരം കഴിഞ്ഞു, പുതിയൊരു സംസ്കാരത്തിലാണ് വരേണ്ടത്. അവിടെ ഇട്ട് ഒരുപാട് റിപ്പയറിങ് നടത്തി അവൻ ഭൂമിയെ തിരിച്ചു കൊണ്ടുവന്നു. 104:8 മുമ്പേ നമ്മൾ വായിച്ചു നിർത്തിയ ഭാഗം. അതെ, പിന്നെ ഇതുപോയല്ലോ. മലകൾ പൊങ്ങി,
താഴ്വരകൾ താണു, നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. മതി 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 ആ ഭാഗവത് മതി. ഇനി ഇപ്പോഴ് നമുക്ക് തിരിച്ച് ഓക്കെ ഓരോരോ ഒക്കെ അടിച്ചു നോക്കാം. വന്നു. ഓക്കെ, സ്തോത്രം. ഇവിടെ നടന്ന എനിക്ക് തോന്നുന്നു പടം നമുക്ക് പ്രയോജനമാകും. കാര്യം ഓഡിയോ വിഷ്വലാണ് എപ്പോഴും നല്ലത് വെറും ഓഡിയോയേക്കാൾ. അതുകൊണ്ടാണ് വിഷ്വൽസ് ഞാൻ എടുത്തത്. എനിക്കൊന്ന് പ്രയോജനപ്പെടുന്നു. പിശാച് തീരെ വഴക്കുണ്ടാക്കിയാൽ വേണ്ടെന്ന് വെക്കാം, അല്ലാതെ നിവൃത്തിയില്ല. നിങ്ങളിൽ പലർക്കും ഇതിൻ്റെ ഗൗരവം അറിയത്തില്ല. എനിക്ക് ഈ 4 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് 4 സെക്ഷൻ കൊണ്ട് എടുത്തു വരാനുള്ളതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി ഞാൻ ഔട്ട് ഓഫ് ദ ചർച്ച് അത് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഡൽഹി വെച്ചാണ്. ഡൽഹിയിലെ ഒരു ലീഡേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ലീഡേഴ്സ് മീറ്റിങ്ങിൽ ഇത് അവരുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കണമായിരുന്നു. ഒന്നാമത്തെ കമ്പ്യൂട്ടർ കത്തി, രണ്ടാമത്തെ കമ്പ്യൂട്ടർ കത്തി, മൂന്നാമത്തെ കമ്പ്യൂട്ടർ കത്തി, നാലാമത്തെ കമ്പ്യൂട്ടർ കത്തി, 5ാം കമ്പ്യൂട്ടറിലാണ് ഞാൻ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചത്. എല്ലാവരും കൂടെ കൂട്ടം കൂടി പ്രാർത്ഥിച്ചു. 2ാം പ്രാവശ്യം എനിക്കിത് അതുപോലെ പ്രൊജക്റ്റ് ചെയ്യേണ്ടി വന്നത് രാജസ്ഥാനിലാണ്. ഒന്നാമത്തെ പ്രൊജക്ടർ പോയി, 2ാമത്തെ പ്രൊജക്ടർ പോയി, 3ാമത്തേത് പോയി, 4ാമത്തേത് പോയി, 5ാമത്തെ പ്രൊജക്ടറിലാണ് കാണിച്ചത്. അതിനുശേഷമാണ് ഈ ഭാഗങ്ങൾ ബാംഗ്ലൂരിലെ ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ പ്രധാന വിഷയമായി വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലോകവ്യാപകമായി ഞാനിത് കൊണ്ടുവന്നത്. കഴിവുണ്ടെങ്കിൽ വേറൊരു കമ്പ്യൂട്ടർ ഞാൻ പ്രൊജക്റ്റ് ചെയ്യത്തില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ച എൻ്റെ കമ്പ്യൂട്ടറിലാണ്. ഇല്ലെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞ ഫ്ലാഷ് ഡ്രൈവിൽ എടുത്ത് തരാമെന്ന്, നിങ്ങളുടെ കമ്പ്യൂട്ടർ തന്നെ കത്തിക്കുന്നു. പിശാചിന് ഭയങ്കര വൈരാഗ്യമുള്ള ഏരിയ ഇത്. അവൻ്റെ ആഴം പൊളിച്ചിറക്കുക. ഈ എടുത്തു വന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാകുന്നുണ്ടാവും. കാര്യം ദൈവസൃഷ്ടി അല്ല എന്ന് പറയുന്നതിൻ്റെ മറുപടി മുതൽ ഇങ്ങോട്ട് ആഴത്തിലോട്ട് ഇറങ്ങി വരിക. ദൈവത്തിൻ്റെ മണവാട്ടിയായി ഒരു സഭയെ ഒരുക്കിയെടുക്കാൻ ആവശ്യമുള്ള ഒരു ഉണർവിൻ്റെ വിത്ത് ഇതിനകത്തൂടെ പകരുകയാണ് എൻ്റെ ലക്ഷ്യം. ആ ആഴത്തിലോട്ട് പോയാൽ പിശാചിന് ആൾ നഷ്ടപ്പെടുന്നതാണ്. 21 ദിവസം സഭ ഇതിൻ്റെ പുറത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച ശേഷമാണ് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറുമായിട്ട് യാത്ര ചെയ്യുന്നത്. പോകുന്നിടത്തൊക്കെ ഇത്രയൊക്കെ കർത്താവ് ചെയ്തു വരുന്നത്. ഇപ്പോഴും ഉണ്ട് പ്രശ്നം. എനിക്ക് ആക്ച്വലി ഇതുകൊണ്ട് അറ്റൻഡ് ചെയ്യണമാകുന്നില്ല. ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. ഒക്കുന്നിടത്തോളം ഒക്കെ ചെയ്യാം. ഇനിയും ഇതുവരെ നമ്മൾ ചിന്തിച്ചു വന്നതിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ചേഞ്ച് ദ കോസ്മോസ്. ദൈവം അന്തരീക്ഷത്തെ, ഈ ഭൂമിയുടെ അന്തരീക്ഷത്തെ മാറ്റി. എവിടിട്ടാണ്? അതിന് നിശ്ചയിച്ച സ്ഥലത്തെ അതിനെ കൊണ്ടിട്ട് അവിടിട്ട് റിപ്പയർ ചെയ്യുകയാണ്. അന്നത്തെ കോസ്മോസ് മാറ്റി പുതിയ കോസ്മോസിൽ കൊണ്ടുവന്നു. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യപ്രകാരം. 2 ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 2-ാം അധ്യായത്തിൻ്റെ 2 വരെയുള്ള വാക്യങ്ങൾ കൊണ്ട് സൃഷ്ടിയുടെ റിസ്റ്റോറേഷൻ നടന്നു. 6 ദിവസം കൊണ്ടുള്ള റിസ്റ്റോറേഷൻ നടന്നു. അത് സൃഷ്ടിയല്ല. ബാറ എന്ന വാക്കല്ല, ഹായ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഹായ എന്ന വാക്ക് ഇറ്റ്സ് എ വേർഡ് ഓഫ് പെർമിഷൻ ടു റിട്ടേൺ ടു ദ ഒറിജിനൽ പൊസിഷൻ. അതിനിങ്ങോട്ട് മടക്കി വരുവാനായിട്ട് ആവശ്യപ്പെട്ടു. എന്നിട്ട് ആദാമിനെ ദൈവം സൃഷ്ടിച്ച കാര്യം ഇനിയും പറയാൻ പോവുകയാണ്. ബ്രോട്ട് ഹിം ടു ഏദൻ വിത്ത് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് അതോറിറ്റി. റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത്, വാണിംഗ് കൊടുക്കുന്നത് നമ്മൾ പതുക്കെ ചിന്തിക്കാൻ പോവുകയാണ്. ദൈവം ഭൂമിയെ അതിൻ്റെ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ ഇതിനൊരു പുതിയ കോസ്മോസ്, അന്തരീക്ഷം മാറി. പഴയ കോസ്മോസ് ലൂസിഫറിന് കൊള്ളാവുന്നതായിരുന്നു. പുതുതായി വരാൻ പോകുന്ന മനുഷ്യനെ കോസ്മോസ് കൊള്ളത്തില്ല. കാരണം വൈ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പഴയ കോസ്മോസിൽ തുടരുകയായിരുന്നെങ്കിൽ ലൂസിഫർ തിരിച്ചിവിടെ വന്നേനെ. അവൻ തിരിച്ചിവിടെ വരാതിരിക്കുവാൻ, അവനെ തടയുവാൻ ഇതിൻ്റെ കോസ്മോസ് മാറ്റി. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറയാം. ഞാനും എൻ്റെ കൊച്ചു മക്കളും കൂടെ ഒരു റൂമിൽ കിടന്ന് ഉറങ്ങാൻ നോക്കുക. കൊതുകിൻ്റെ നിമിത്തം സഹിക്കാൻ വയ്യ. കൊതുകിനെ അവിടുന്ന് മാറ്റണം, ഞങ്ങൾക്ക് കിടക്കുകയും വേണം. അതിന് വാട്ട് യു കോൾ മോസ്കിറ്റോ റിപ്പല്ലൻ്റ് എന്തെങ്കിലും ഒരു മെക്കാനിസം മതി. ഒന്നുകിലൊരു പുക റിപ്പല്ലൻ്റ് ഉണ്ട്, ഇല്ലെങ്കിൽ ഒരു സൗണ്ട് കൊണ്ട് മോസ്കിറ്റോ ഓടിക്കാം. ഒരു മോസ്കിറ്റോ റിപ്പല്ലൻ്റ് സാധനം അകത്തോട്ട് വെച്ചാൽ അതിൻ്റെ കോസ്മോസ് അങ്ങ് മാറും. പുതിയ അന്തരീക്ഷത്തിൽ കുഞ്ഞുങ്ങൾക്കും എനിക്കും കുഴപ്പമില്ല.
ഈ കൊതുകിന് പറ്റുകയില്ല. ഇതുപോലെ ലൂസിഫറിന് കൊള്ളുകയില്ലാത്ത എനിക്കും നിങ്ങൾക്കും കൊള്ളാവുന്ന വേറൊരു കോസ്മോസ് ഉണ്ടാക്കി. ഇതൊക്കെ ഭയങ്കരമാണ്. ഈ കോസ്മോസിന് മേൽ പിശാചിന് അധികാരമില്ല, നമുക്കുള്ള അധികാരം. നമുക്കുള്ള ഒരു കോസ്മോസ് ദൈവം ഇവിടോട്ട് സൃഷ്ടിച്ചു. ഇതിൻ്റെ അകത്ത് ഒരു അയണോസ്ഫിയർ ഉണ്ട്. സൂര്യനിൽ വരുന്ന വിഷരശ്മികൾ ഇത് ലൂസിഫറിന് പിടിക്കും, എനിക്ക് പിടിക്കുകയില്ല. അതുകൊണ്ട് അയണോസ്ഫിയറിൽ വെച്ച് ഒരരിപ്പയാണ്, ആ അരിപ്പ വെച്ച് അരിച്ച പ്രകാശമേ എനിക്ക് തരത്തുള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ ഇത്? ഇതിൻ്റെ കോസ്മോസ് മാറ്റി 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഹെവൻസ് ദി കോസ്മോസ് ആൻഡ് ദ എർത്ത് ഓഫ് ദ ഓൾഡ് അതിനെ റീപ്ലേസ് ചെയ്ത് പുതുതാക്കി. ഇനിയും നമുക്ക് പ്രായോഗികമായി കോസ്മോസ് മാറാൻ പോകുന്ന ഒരു ദിവസമുണ്ട്. അത് കേട്ടിട്ടുണ്ടോ? സഹസ്രാബ്ദ വാഴ്ച. യേശുക്രിസ്തു തിരിച്ച് ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ യെരുശലേം ഹെഡ്ക്വാർട്ടേഴ്സാക്കി അന്ന് വസിക്കുന്ന കാലത്ത് ഇവിടെ ഒരു പുതിയ അന്തരീക്ഷമായിരിക്കും. പ്രകാശം 7 ഇരട്ടി വർദ്ധിക്കും, ചൂട് കുറയും. അന്ന് സസ്യങ്ങൾ 7 ഇരട്ടി വിളവ് തരും, പക്ഷിമൃഗാദികൾ 7 ഇരട്ടി ആദായം തരും. ഒറ്റ ആടിനെ വളർത്തുന്ന ഒരു കുടുംബത്തിന് ഉപജീവനം കഴിക്കാൻ ഒരാടിൻ്റെ പാല് മതിയെന്നാകും. വെണ്ണയും പാലും ധാരാളമായി ദേശത്തുണ്ടാകും. കൃഷിവസ്തുക്കളുണ്ടാകും. കാര്യം ഇവിടെ മനുഷ്യൻ്റെ ആരോഗ്യം മാറും. ഇവിടുത്തെ കോസ്മോസ് ദൈവം ഒന്നുകൂടെ മാറ്റും എന്ന് സഹസ്രാബ്ദ വാഴ്ചയിൽ. ഇതിനിടയ്ക്ക് ഇൻബിറ്റ്വീൻ അന്തരീക്ഷങ്ങളിൽ സഭ ഒരുമിച്ച് ആരാധിക്കാൻ വരുമ്പോൾ നമ്മുടെ അന്തരീക്ഷം ഒന്ന് മാറും, ആത്മീയ അന്തരീക്ഷം. അതിനിടയ്ക്ക് രോഗശാന്തി നടക്കും, അതിനിടയ്ക്ക് വിടുതലുകൾ നടക്കും, അതിനിടയ്ക്ക് പിശാച് പരാജയപ്പെടും. അങ്ങനെ സിയോനിലെ സകല സഭായോഗങ്ങൾക്കും മീതെ പകൽ മേഘവും രാത്രിയിൽ അഗ്നിയുമായി ഞാൻ ഇറങ്ങി വരും. നമ്മുടെ അന്തരീക്ഷം മാറും. ആരാധനകളിൽ അന്തരീക്ഷം മാറ്റുവാൻ ബൈബിളിൽ റൈറ്റുണ്ട്. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ മാറും. ഒരു ദിവസം ഇനിയും സഹസ്രാബ്ദ യുഗത്തിൽ വീണ്ടും അന്തരീക്ഷം മാറും. ഇങ്ങനെ ദൈവം കോസ്മോസ് മാറ്റി. കോസ്മോസ് മാറ്റിയ ശേഷം മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവാണ്. ലൈക്ക് എ പോട്ടർ മേക്കിംഗ് എ പോട്ട്. ഇവിടെ ഒന്ന് വിശദീകരിക്കാൻ പോവാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഭാഗത്ത് വരത്തില്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. 26 മുതൽ 28 വരെ. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ബാറ എന്ന വാക്ക് കാണാം. ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് സൃഷ്ടിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് മനുഷ്യനെ സൃഷ്ടിച്ചു. ബാറ. ആർക്കും സംശയമില്ല ഇതിനകത്ത്. മനുഷ്യനെ സൃഷ്ടിച്ചു. 1-ാം അധ്യായം 27-ാം വാക്യപ്രകാരം. 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാവോ? 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ഇവിടെ ബാറായാണ്, ഇല്ലായ്മയിൽ നിന്നുള്ള വാക്കുക. 2-ാം അധ്യായം ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് മതി കാണ്ടടക്കുന്നത്. അത് ബാറായല്ലോ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ സൃഷ്ടിച്ചു, ഇല്ലായ്മയിൽ നിന്നുള്ള വാക്യം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. അത് ഉണ്ടാക്കുകയല്ല, സൃഷ്ടിക്കുകയല്ല. ഈ ഫോം ദ മേൻ. ഈ ഇരിക്കുന്ന പുൾപ്പിറ്റ് സൃഷ്ടിയല്ല, ഇത് തടി ഇങ്ങനെ ആക്കിയെടുക്കുക. ഈ നിൽക്കുന്ന ഞാൻ ഇത് സൃഷ്ടിയല്ല. അതുകൊണ്ട് ഈ നിൽക്കുന്ന ഈ മണ്ണിനകത്തൊന്ന് രൂപീകരിച്ചതാണ്. 1-ാം അധ്യായം പറയുന്നു സൃഷ്ടിയാണ്, 2-ാം അധ്യായം പറയുന്നു സൃഷ്ടിയല്ല, ഇത് മണ്ണ് കൊണ്ടുണ്ടാക്കി. ഇത് രണ്ടും കൂടെ എങ്ങനെ ശരിയാകും? ബൈബിള് രണ്ട് ശരിയായേ പറ്റൂ. ഇത് തമ്മിൽ കണക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, നമ്മൾ എടുക്കാൻ പോകുന്ന സ്റ്റഡി ലിറ്റിൽ ഡീപ്പ്. ഇത് രണ്ടും കൂടെ എങ്ങനെ കണക്ട് ചെയ്യും? ദൈവം മനുഷ്യൻ്റെ ആത്മാവിനെയാണ് സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകം 1:27 സൃഷ്ടിച്ചു എന്ന് പറയുന്നത് എൻ്റെ ആത്മാവിനെയാണ്. മനുഷ്യാത്മാവെന്നൊന്നും അന്ന് വരെ ഇല്ല. അന്ന് പുതുതായി ഒരു ആത്മാവിനെ സൃഷ്ടിച്ചു. ആ ആത്മാവിനെയാണ് ഈ ഭൂമിയിലോട്ട് അയക്കേണ്ടത്. പക്ഷെ ഇവിടുത്തെ കോസ്മോസ് മാറ്റി. സ്വർഗീയ സൃഷ്ടികൾക്ക് ഇവിടെ ജീവിക്കാനൊക്കത്തില്ല, ആത്മാവിനിവിടെ ജീവിക്കാനൊക്കത്തില്ല. ഈ കോസ്മോസിൽ നിന്നൊരു ബോഡി ഉണ്ടെങ്കിലേ പണി നടക്കത്തുള്ളൂ. അതുകൊണ്ട് യഹോവയായ ദൈവം ഒരു കലമുണ്ടാക്കുന്ന പോട്ടർ ചെയ്യുന്നത് പോലെ സ്വർഗം വിട്ടിറങ്ങി ഇവിടുത്തെ പൊടിയെടുത്ത്, ഈ കോസ്മോസിൽ നിന്നും പൊടിയെടുത്ത് ഈ കോസ്മോസ് കൊണ്ടൊരു ഔട്ടർ ബോഡി ഉണ്ടാക്കി. ആ ഔട്ടർ ബോഡിയിലേക്ക് സ്വർഗത്തിൽ സൃഷ്ടിച്ച ആത്മാവിനെ ഊതിക്കയറ്റി.
ദൈവം ജീവശ്വാസം ഊതി നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യൻ ബോഡിയല്ല, മനുഷ്യൻ ദേഹിയാണ്. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ആത്മാവല്ല, മനുഷ്യൻ ദേഹിയാണ്. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദേഹം, ദേഹി, ആത്മാവെന്ന 3 ഘടകമാണ് നമുക്കുള്ളത്. ആത്മാവിനെ സ്വർഗത്തിൽ സൃഷ്ടിച്ചു. ആ ആത്മാവിനെ സൃഷ്ടിച്ചു. ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കിയ, നിർമ്മിച്ച, രൂപീകരിച്ച ഈ കോസ്മോസിൽ നിന്നെടുത്ത ഒരു ബോഡിയിലേക്ക് ഊതിക്കയറ്റി. ഇത് രണ്ടും കൂടെ ചേർന്നപ്പോൾ 3 ഘടകങ്ങൾ മനുഷ്യനിൽ ഒരുമിച്ച് വന്നു. 3-ാമത്തെ ഘടകം തന്നെ ഉണ്ടായി. 3-ാമത്തെ ഘടകം തന്നെ ഉണ്ടായി. 2 കാര്യങ്ങൾ തമ്മിൽ ചേർക്കുമ്പോൾ 3-ാം ഘടകം ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഭൂമിയിലുണ്ട്. 2 കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്താൽ 3-ാം ഘടകം തന്നെ ഉണ്ടാകുന്ന ഒരുപാട് ഘടകങ്ങൾ ഭൂമിയിലുണ്ട്. പല കെമിക്കൽ റിയാക്ഷൻസും അതാ 3-ാമതൊരെണ്ണം തന്നെ ഉണ്ടാകും. ഇതിന് ദേഹി, എൻ്റെ ബുദ്ധിമണ്ഡലം, എൻ്റെ വ്യക്തിത്വം തന്നെ ഉണ്ടായി. ഇത് 3ഉം കൂടെ ഒരുമിച്ച് കൂടി. ഇനി ദൈവം ആദാമിൻ്റെ മൂക്കിലേക്ക് ശ്വാസം ഊതി. സ്വർഗത്തിൽ സൃഷ്ടിച്ച ആത്മാവിനെ മണ്ണിൽ നിന്നുണ്ടാക്കുന്ന പ്രതിമയിലേക്ക് ഊതിക്കയറ്റി. ഈ ഭാഗം മനസ്സിലായില്ലെങ്കിൽ പെന്തിക്കോസ് എന്ന് പറഞ്ഞ് എന്നെ അന്ന് ഒരു പിടിയും കിട്ടാതാവും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത്രയും ഈ ഭാഗം വിശദീകരിക്കുന്നത്. ഈ മണ്ണിൽ നിന്ന് എടുത്ത ശരീരത്തിന്മേൽ അകത്തോട്ട് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആത്മാവിനെ ഊതിക്കയറ്റി. ആ ആത്മാവിന് ഒറിജിനൽ സ്ക്രിപ്റ്റ് പറയുന്നത് നിസ്വ എന്ന, ശ്വാസമെന്നല്ല, നിസ്വ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവിക സ്വഭാവം ഉൾക്കൊള്ളുന്ന റൂഹ. റൂഹ എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. ആത്മാവെന്നുമുണ്ട്, ശ്വാസമെന്നുമുണ്ട്. ഇതിൽ നിന്നാണ് ശ്വാസം എന്നൊക്കെ തർജ്ജമ ചെയ്തു വന്നത്. നിസ്വ എന്ന പദമാണ് ഉപയോഗിച്ചത്. ദൈവിക സ്വഭാവം ഉൾക്കൊള്ളുന്ന റൂഹായെ മനുഷ്യൻ്റെ അകത്തോട്ട് ഊതിക്കയറ്റി. ഞാൻ ജീവനുള്ള ദേഹിയായി തീർന്ന്. എനിക്കിപ്പം 3 ഘടകമുണ്ട്. ഒന്ന്, ഈ കോസ്മോസിൽ നിന്നെടുത്ത എൻ്റെ ഔട്ടർ ബോഡി. 2, സ്വർഗത്തിൽ നിർമ്മിച്ച എൻ്റെ ഇന്നർ മാൻ, എൻ്റെ അകത്തെ മനുഷ്യൻ. 3, തീരുമാനശേഷിയുള്ള എൻ്റെ ബുദ്ധിജീവിതം, എൻ്റെ സോൾ തീരുമാനശേഷി അതിനാ. ഇത് 3ഉം കൂടെ ഒരുമിച്ച് ചേർന്നതാണ് ഞാൻ. ആത്മാവ് എന്നീ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. ഈ ശരീരം ഇവിടെ ഇല്ലീഗലാണ്, കുഴിച്ചിട്ടേ പറ്റൂ. ശരീരം എന്ന് നഷ്ടപ്പെടുന്നു, ആത്മാവ് ഇവിടെ ഇല്ലീഗലാണ്, പോയേ പറ്റൂ. ആത്മാവിനോട് നിൽക്കാനൊക്കത്തില്ല. കാരണം ഇതിൻ്റെ കോസ്മോസ് വേറെയാണ്. ഈ കോസ്മോസിൻ്റെ റെക്ടിഫിക്കേഷൻ പറഞ്ഞത് ഇതുകൊണ്ടാണ് പൈശാചിക ശക്തികളെ നമ്മൾ ഓടിക്കുന്നു ഇവിടുന്ന്. നിനക്കിവിടെ റൈറ്റില്ല, ഇവിടെ റൈറ്റുള്ളത് എനിക്കാ. കാര്യം എൻ്റെ ശരീരം ഈ കോസ്മോസിൽ നിന്ന് എടുത്തതാ. അതിനകത്ത് ദൈവം തൻ്റെ ആത്മാവിനെ ആക്കിയതാ. പിശാചൻ നീ പോ, അവനെ ഓടിക്കാൻ എനിക്ക് കഴിയുന്ന. അതുകൊണ്ടാണ് എത്രയോ ദുഷ്ടാത്മാക്കളോട്, ദുരാത്മാക്കളോട് വിട്ടുപോകാൻ പറയുമ്പോൾ ഒക്കത്തില്ലെന്നൊക്കെ അത് ആദ്യം പറഞ്ഞാലും പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇതാണ്, എൻ്റെ അകത്താണ് അതിൻ്റെ ശക്തി ഇരിക്കുന്നത്. ബ്രദർ കുരുവിള കോവൂരും സിസ്റ്റർ മേരി കോവൂരും എന്ന് പറയുന്ന 2 പേരെ ആത്മലോകത്ത് ഒരുപാട് പേര് മലയാളികൾ അറിയും. ബാബുച്ചാൻ എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ വളരെ അടുത്ത സ്നേഹിതന്മാരിൽ ഒരാളായിരുന്നു ബാബുച്ചാൻ. അച്ഛനേക്കാൾ ഞാനൊരു 10-12 വയസ്സ് ഇളയതാണ്. എൻ്റെ അടുത്ത സ്നേഹിതന്മാരിൽ ഒരാളായിരുന്നു. അവിടെ നടന്ന ഒരു പ്രധാനപ്പെട്ട ചരിത്രം കേട്ടിട്ടുണ്ട്. ഒരു കമലമ്മ എന്ന് പറയുന്നത്, ഞാനിത് പറയുന്നത് ഇറ്റ്സ് ഓപ്പൺ, കമലമ്മ എന്ന് പറയുന്ന ഒരു സഹോദരി അവിടെ ഉണ്ടായിരുന്നു. അക്രൈസ്തവ മാർഗത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാണ്. വളരെ പ്രയാസപ്പെട്ടും ഭാരം സഹിച്ചുമൊക്കെ ജീവിച്ചു വരികയാണ്. പക്ഷെ അവരുടെ ഒരു ഒറ്റ മോനുണ്ടായിരുന്നു, അവൻ മാനസിക രോഗിയാണ്. അവന് വേണ്ടി ഒന്ന് അടുത്ത് പ്രാർത്ഥിക്കാൻ ബാബുച്ചാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും അവൻ മാനസിക രോഗിയാണോ ഭൂതഗ്രസ്തനാണോ എന്നറിയത്തില്ലായിരുന്നു. മാനസിക രോഗി എന്ന് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. വീട് തുറന്നാൽ ഇവൻ ഇറങ്ങി ഓടും. ഓടിയാൽ എവിടെ പോകുന്നൊരു പിടിയില്ല. അതുകൊണ്ട് അമ്മയുടെ ജോലിയാണ് മോനെ നോക്കുന്നത്. മീറ്റിങ്ങിന് പോകാൻ ഒക്കത്തില്ല. ഒരിക്കൽ അവർ മോനെ അടച്ചിട്ടേച്ച്, വീടിനകത്ത് അടച്ചിട്ടേച്ച് മീറ്റിങ്ങിന് വന്നു. തിരിച്ചു ചെന്നപ്പോൾ മോനില്ല. ജനൽ പൊളിച്ച് അവൻ പൊക്കളഞ്ഞു. അവരെ ദുഃഖത്തോടെ ഓടി വന്ന് ബാബുച്ചാനോട് വന്ന് പറഞ്ഞു, ബാബുച്ചാ എൻ്റെ മോനെ കാണുന്നില്ല എന്ന് പറഞ്ഞു. അവൻ എവിടെയോ പോയി, മോനെ കാണുന്നില്ല. ഭർത്താവ് ഇന്ന് വരുമ്പോഴെന്ത് സംഭവിക്കും ഒരറിവില്ല. കോവിരെ വീട് കണ്ടിട്ടുള്ളവർക്കറിയാം, അവൻ്റെ മുന്നിൽ ഒരു പുളിമരം നിൽപ്പുണ്ട്. ബാബുച്ചാൻ ആ പുളിമരത്തിൻ്റെ അടുക്കൽ നിൽക്കുന്ന സമയത്താണ് ഈ സ്ത്രീ ഓടി വന്ന് ഇത് പറയുന്നത്. ഞാൻ കണ്ടതല്ല, പക്ഷെ കണ്ട ദൃക്സാക്ഷികൾ. എൻ്റെ വൈഫിൻ്റെ വീട് അതിൻ്റെ തൊട്ടടുക്കലാണ്. അവളെ സംഭവ സ്ഥലത്തുണ്ട്. അവളെന്നോട് പറഞ്ഞ വാചകം, ബാബുച്ചാൻ അവിടെ വന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ അവനെ തള്ളി ഉന്തിക്കൊണ്ടുപോയ ദുരാത്മാവെ നില്ലവിടെ, അനങ്ങരുത്.
ബാബുച്ചാൻ എങ്ങാണ്ടൊന്നൊരു ധൈര്യം പറഞ്ഞു, പോലീസ് സ്റ്റേഷനിലൊന്ന് അറിയിക്കുക, നിങ്ങളെ കൊണ്ടുവെക്കുന്നിടത്ത് അറിയിച്ചോളാൻ പറഞ്ഞു. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ അതിലെ വന്നിച്ച് പറഞ്ഞു, കമലമ്മയുടെ മോനാണെന്ന് തോന്നുന്നു, ഒരു ചെറുപ്പക്കാരൻ, ഒരു അണ്ടർവെയർ മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഓടുന്ന പൊസിഷൻ എത്തേണ്ട ഇന്നടത്ത് നിൽക്കുന്നു. അനക്കമില്ല, അവിടെ നിൽക്കുക, ആര് പറഞ്ഞാലും കേൾക്കുകയില്ല. ബാബുച്ചാൻ ഇവിടുന്ന് ഒരു കൽപ്പന കൊടുത്തിട്ടുണ്ട്, അവനെ കൊണ്ടുവന്ന ആത്മാവൻ നെല്ലവിടെ അനങ്ങരുതെന്ന്. അവർ ചെന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആ കുഞ്ഞിന്ന് പാസ്റ്ററാ. ഇതിനകത്തൊരാത്മാവുണ്ട്, യവനാണ് ശക്തൻ, ഇതിനെയാണ് സ്വർഗം സൃഷ്ടിച്ചത്. ലൂസിഫറിനെ ഇവിടുന്ന് എടുത്തു കളഞ്ഞേച്ച് പകരം ഒരു മനുഷ്യനെ ഇവിടെ ആക്കുവാൻ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ വൈസ്രോയിയായി ഒരുവനെ ഇവിടെ വാഴിക്കുവാൻ ദൈവം തീരുമാനിച്ചു. അതാണ് ആദം. സ്വർഗത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഉണ്ടാക്കി, ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ഫോം ചെയ്തു, ആത്മാവിനെ നിസ്വയെ ഭൂമിയിൽ കൊണ്ടുവന്ന് ഇവനിലേക്ക് ഊതിക്കയറ്റി. ഇനിയും ഒന്നുകൂടെ, ഗോഡ് ചേഞ്ച് ദ അറ്റ്മോസ്ഫിയർ കോസ്മോസ്. പോട്ടെ, നമ്മൾ അവിടെ നിന്ന് വിട്ടേക്കാം, നമ്മളതൊന്നും എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം എടുക്കാൻ ഒക്കത്തില്ല. ദൈവം ആദം ഹവ്വമാരെ സൃഷ്ടിച്ചേച്ച് അവരെ തേജസ് ഉടിപ്പിച്ചു. കാര്യം ഇവരെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ വൈസ്രോയിമാരായിട്ടാണ്. ഞാനങ്ങ് ആഴത്തിൽ ഇറങ്ങുക. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് വൈസ്രോയിമാർ ഇവിടെ ഉണ്ടായിരുന്നു, ഇന്ത്യയിലുണ്ടായിരുന്നു. ഇപ്പം വൈസ്രോയിമാരില്ല, ഇപ്പം എല്ലാവരും ഗവർണർമാരാണ്. ഗവർണർ എന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. വൈസ്രോയി എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. രണ്ടും പ്രതിനിധിയാണ്. പക്ഷെ ഇവർ തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? ഗവർണർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. എന്നെപ്പോലെ സഫാരി ഇടണമെന്ന് തോന്നുമ്പോൾ അദ്ദേഹത്തിന് സഫാരി ഇടാം. അദ്ദേഹത്തിന് കുത്തപ്പൈജാമ ഉപയോഗിക്കണം, പ്രൈം മിനിസ്റ്ററെ പോലെ ഇരിക്കാൻ ഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതാകാം. അദ്ദേഹത്തിന് ലുങ്കി ഉടുത്തുകൊണ്ട് നടക്കാം. പക്ഷെ വൈസ്രോയിക്ക് പണി നടക്കില്ല. വൈസ്രോയി പബ്ലിക് അപ്പിയറൻസിൽ രാജാവ് ധരിക്കുന്ന അതേ കളറിൽ ഡ്രസ്സ് ധരിച്ചിരിക്കണം. അതാ വൈസ്രോയിയാ, ഗവർണറല്ല. 2, ഗവർണർക്ക് ഇന്നൊരു ലവ് ഫീസ്റ്റ് നടത്തണമെങ്കിൽ ഇഷ്ടമുള്ളത് തരാം. എനിക്ക് ചപ്പാത്തിയാണോ ഇഷ്ടം, ചോറാണോ ഇഷ്ടം, എന്നോട് ചോദിച്ച് എനിക്ക് വേണ്ടിയത് ഉണ്ടാക്കാം, ഇഡ്ഡലി ഉണ്ടാക്കി തരാം. പക്ഷെ വൈസ്രോയിക്ക് പറ്റത്തില്ല. അന്ന് ഉച്ചയ്ക്ക് ലണ്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ വിളമ്പുന്ന ആഹാരമല്ലാതെ വേറൊന്ന് കൊടുക്കാൻ വൈസ്രോയിക്ക് ഒക്കത്തില്ല. ഹീസ് വൈസ്രോയ്. ദൈവം ആദമിനെയും ഹവ്വയും ദൈവത്തിൻ്റെ വൈസ്രോയിമാരായിട്ടാണ് സൃഷ്ടിച്ചത്. തന്നെപ്പോലെ ഡ്രസ്സ് ചെയ്യണം. അതുകൊണ്ട് ബഹുമാനവും തേജസ്സും അണിയിച്ചു. ഭയങ്കരമായത് തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. Gave him the dominion, united them and blessed them to replenish. ഭാര്യയും ഭർത്താവുമാക്കി united them so that they will be replenished. Gave them the dominion over the earth, animals, fish and fowls. നിങ്ങളിത് റേഡിയേറ്റ് ചെയ്യുന്നുണ്ടോ? മെസ്സേജ് ഓൺ എയർ പോകുന്നുണ്ടോ? എൻ്റെ ലാംഗ്വേജ് റിസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പരസ്യമായി പറയാവുന്നതുണ്ട്, പറയാൻ പാടില്ലാത്തതുണ്ട്. പരസ്യമായി മ്യൂട്ട് ചെയ്യാമോ? എന്നാൽ ഒരു 2 മിനിറ്റത്തേക്കൊന്ന് മ്യൂട്ട് ചെയ്ത്. മനുഷ്യന് സ്പിരിറ്റ്, ബോഡി, ഇതെല്ലാം ദൈവം ഉണ്ടാക്കി. ഞാൻ മുന്നോട്ട് പോട്ടെ, അല്ലേ നമ്മളിവിടെ നിൽക്കുകയില്ല. ദൈവത്തിൻ്റെ വൈസ്രോയായി ആദം ഹവ്വമാർ രംഗപ്രവേശനം ചെയ്തു. ഇവരെ ദൈവം നിസ്വൂതി കൊണ്ടയാക്കി. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നൊരു വാചകമാണ് റീപ്ലനീഷ്. മലയാള വേദപുസ്തകത്തിൽ വർദ്ധിച്ചു പെരുകുക എന്ന് മാത്രമേ ഉള്ളൂ. സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക, അല്ലേ? ഇംഗ്ലീഷിലെ കിങ് ജെയിംസ് എടുത്ത് നോക്കിയേക്കണം. റീപ്ലനീഷ്.
റീപ്ലനീഷ് എന്ന് പറഞ്ഞാൽ പണ്ടിവിടം പ്ലനീഷ്ഡ് ആയിരുന്നു, ഇവിടെ എന്തൊക്കെയോ നിറഞ്ഞിരുന്നു, അത് പോയി. ആദമേ, നീ കണ്ടിട്ടില്ല, നീ ഉണ്ടാകുന്നതിന് മില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുന്നമേ ഈ ഭൂമി വാസ് ഓവർ പോപ്പുലേറ്റഡ്. ഇത് നിറച്ചും ആളായിരുന്നു, ഇത് നിറച്ചും ലൂസിഫറിൻ്റെ പിള്ളേരായിരുന്നു. ഞാനതിനെ നീക്കി. നൗ യു റീപ്ലനീഷ്. റീപ്ലനീഷ് എന്ന പദം ബൈബിളിൽ 2 പ്രാവശ്യമുള്ളൂ. ഒന്ന് ആദാമിനോടാ റീപ്ലനീഷ്, 2 നോഹയോടാ റീപ്ലനീഷ്. 2 പ്രാവശ്യമുള്ള ഈ വാക്ക്. ഓക്കെ, റീപ്ലനീഷ് ചെയ്യാൻ പറഞ്ഞു. ദൈവം അദ്ദേഹത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗാഡ്. ഇത് പറയുമ്പോഴാണ് പലരും നിരാശപ്പെടുന്നതോ. ചിലർ എന്നെ അടിക്കാൻ വരും, കടിക്കാൻ വരും, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഞാനങ്ങ് പറയാതെ നിവൃത്തിയില്ലല്ലോ. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. 2, ക്ലോത്ത് ഹിം ലൈക്ക് ഹിം, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. Made them male and female, blessed them to multiply as a family, gave them the dominion. ഈ ഓരോ പോയിന്റും പിശാച് ഓവർ റൈറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. 1, ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗാഡ് എടുത്തു കളയാൻ ശ്രമിക്കുക. അത് പാടില്ല. അതുണ്ടെങ്കിൽ അവനിവിടെ അധികാരം നടത്താൻ ഒക്കത്തില്ല. അവൻ ഈ ഭൂമി പിടിക്കണം. ലോകചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തിയ മനുഷ്യനാണ് ജോൺ വെസ്ലി. മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകനായ ജോൺ വെസ്ലി ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തിയ മനുഷ്യനാണ്. ഞാൻ അല്ലാതെ വിശദീകരണം പറയും, ഇതങ്ങനെ ഒരു നക്ഷൽ ഇതിനിടയ്ക്കെന്ന് കയറ്റി പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ജോൺ വെസ്ലി 17 ലക്ഷം ആളുകളെ സ്നാനപ്പെടുത്തി. 17 ലക്ഷം ഒരു മനുഷ്യനെ കൊണ്ട് നടക്കുമോ എന്നുള്ളതാണ്. നടന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ എഴുതി വെച്ചു. പക്ഷെ ജോൺ വെസ്ലിയുടെ വേർപാടിൻ്റെ ലെവൽ അറിയായിരുന്നു. ഒരു കയ്യിൽ ഒരു മോതിരം ഇട്ട ഒരാൾ അദ്ദേഹത്തിന് 1 ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്ത് അദ്ദേഹം വാങ്ങത്തില്ല. തിരിച്ചൊരു ചോദ്യമുണ്ട്, നിന്റെ മേൽ കാണുന്ന സ്വരൂപവും മേലെഴുത്തും ആരുടേതാടാ? ദൈവം തന്നെ സൃഷ്ടിച്ചപ്പോൾ ഇതില്ലായിരുന്നു. ഇത് ആരുടെ സ്വരൂപവും മേലെഴുത്തുമാ? ഞാൻ അവിവാഹിതനാണെന്ന് ഇരിക്കട്ടെ, അല്ല ഞാൻ അവിവാഹിതനാണെന്നിരിക്കട്ടെ, ഒരു പെൺകുട്ടിയെ കാണാനായിട്ട് ചെന്നപ്പോൾ അതൊരു മിന്നും കെട്ടിക്കൊണ്ട് നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അതിൻ്റെ പുറകെ മെനക്കെടുവെന്ന്? ആരാണ്ടുടെ അധികാരം നിൻ്റെ മേൽ കാണുന്നു, ആരാണ്ടുടെ ചിഹ്നവും സ്വരൂപവും മേലെഴുത്തും നിൻ്റെ മേൽ കാണുന്നു. ഇത് ആരുടേതാ? അത് കണ്ടുപിടിച്ച് ഒഴിവാക്കിയേച്ചുവാ നിൻ്റെ ഇന്ന് പച്ചവെള്ളം വാങ്ങിക്കണമെങ്കിൽ. ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഞാനിത് വിശദീകരിക്കും. 2, ക്ലോത്ത് ലൈക്ക് ഹിം, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തേജസ്സും ബഹുമാനവും അണിയിച്ചു. മെയ്ഡ് ദം മെയിൽ ആൻഡ് ഫീമെയിൽ, ഇത് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ആദം ഹവ്വമാർ ഈ ഏദൻ തോട്ടത്തിൽ വാണു. ദൈവം ഇവരെ സൃഷ്ടിക്കുന്ന ഭൂമിയുടെ ഉത്തരവാദിത്തം കൊടുക്കാനല്ലേ, മുഴുവൻ ലോകവും അടക്കി ഭരിക്കാനാ. പിന്നെന്തിനാ ഏദനെ കൊണ്ട് പാർപ്പിച്ചേ? ഏദൻ ഭൂമിയുടെ ഒരു ചെറിയ ഭാഗമാണ്, എ സ്മോൾ സാമ്പിൾ. ദൈവത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, ചെറിയതിൽ വിശ്വസ്തത തെളിയിക്കാതെ വലിയതിലേക്ക് നടത്തത്തില്ല. അല്പത്തിൽ വിശ്വസ്തനായവനെ മാത്രമേ അധികത്തിന് വിചാരകനാക്കത്തുള്ളൂ. മോനെ ആദമേ, ഹവ്വേ, വാ, നിങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് പാർപ്പിക്കാം, ഇവിടെ വിശ്വസ്തത തെളിയിച്ച് കഴിഞ്ഞാൽ മുഴു ലോകം അടക്കി ഭരിക്കാൻ നിങ്ങളുടെ ഏൽപ്പിക്കും. അങ്ങനെ അവിടെ കൊണ്ടാക്കി. എന്നാൽ മനുഷ്യൻ്റെ ഒന്നാമത്തെ വീഴ്ച, ഒരു ദിവസം ഹവ്വായുടെ അടുക്കൽ ഒരു സർപ്പം വന്നു. ഔട്ട് ഓഫ് ദ ഫോർബിഡൻ ട്രീ, തിന്നരുതെന്ന് യഹോവ കൽപ്പിച്ച വൃക്ഷഫലത്തിൽ നിന്ന് പറിച്ച് തിന്നാൻ ആവശ്യപ്പെട്ടു. ഒരു വിശദീകരണത്തിനും പോകുന്നില്ല. അമ്മച്ച് തിന്നു, അപ്പച്ചന് കൊടുത്തു, അപ്പച്ചൻ സുഖമായി തിന്നു. അതോടുകൂടെ മനുഷ്യവർഗത്തിൻ്റെ ഒന്നാമത്തെ വീഴ്ച നടന്നു. ദൈവം ആദമിനെയും ഹവ്വയെയും കാസ്റ്റഡ് ദം ഔട്ട് ഓഫ് ദ ഗാർഡൻ ഓഫ് ഈദൻ. പക്ഷേ ഇറക്കി വിടുന്നതിന് മുന്നമേ ഒരു കാര്യം ചെയ്തു, തോലുകൊണ്ടൊരു വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു. ഇവരുടെ തേജസ്സും ബഹുമാനവും ഇവരെ വിട്ടങ്ങ് പോയല്ലോ. അവരെ നഗ്നരായി അയക്കാതെ തോലുകൊണ്ടൊരു വസ്ത്രം ഉണ്ടാക്കി. ആ തോല് ഇവിടുന്ന് വന്നു എന്ന്. ചാവുകട ലിഖിതങ്ങൾ എന്ന് പറയുന്ന ഒന്നുണ്ട്. ഞാൻ അങ്ങോട്ടൊന്ന് പോകാൻ നോക്കട്ടെ. ചാവുകട ലിഖിതങ്ങൾ. ഞാൻ തിരിച്ചു വന്നോളാം. ഓക്കെ, ഇവിടുന്ന് തന്നെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോയേക്കാം. ചാവുകട ലിഖിതങ്ങളെക്കുറിച്ചും പറയും. ദൈവം ഇവിടെ ഇറക്കി വിടുന്ന സമയത്ത് തൻ്റെ ഇടത്തുവശത്ത് ഞാനൊരു യാഗമൃഗത്തെ കാണിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിൽ ചരിത്രം എഴുതിയിട്ടില്ല, ചാവുകട ലിഖിതത്തിൽ ചരിത്രം എഴുതിയിട്ടുണ്ട്. ദൈവം ഒരു യാഗം നടത്തി ഏദൻ തോട്ടത്തിൽ. എന്നിട്ട് പറഞ്ഞ ലോകസ്ഥാപനത്തിങ്കൽ കുരിലിറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ഓർമ്മയാണ്. ഒരു ആട്ടിൻകുട്ടിയെ യാഗം കഴിച്ചു. ആ ആടിൻ്റെ തോലുകൊണ്ട് ആദാമിനും ഹവ്വയ്ക്കും വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു. ഇത് വീണ്ടെടുപ്പിൻ്റെ വാഗ്ദത്തമാണ്. സ്ത്രീക്കൊരു സന്തതി ഉണ്ടാകും. ആ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും.
അന്ന് നിങ്ങൾക്കൊരു വീണ്ടെടുപ്പുണ്ടാകും എന്ന് പറഞ്ഞ് അവരെ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ഒന്നാമത്തെ വീഴ്ചയുടെ ഫലമായി പരിണിതം ശാപമുണ്ടായി. പറുദീസ നഷ്ടമായി. അവരെ പറുദീസയിലാണ് പാർപ്പിച്ചിരുന്നത്, അതങ്ങ് നഷ്ടപ്പെട്ടു. ശാപമുണ്ടായി. മനുഷ്യൻ ഏതെന്നിലേക്ക് കയറുന്നത് നിത്യജീവനുമായിട്ടാണ്. കാര്യം വൃക്ഷത്തിൻ്റെ ഫലം തിന്നില്ലേ ചാകത്തില്ല. നിത്യജീവനുമായിട്ടാണ്. ഇറങ്ങുന്നതോ മരണവുമായിട്ടാണ്. മരണത്തിന് ധീനം. 2 ശാപമാണത്. 2 കഠിനാധ്വാനം. മുമ്പേ തന്നെ പറഞ്ഞത് നിൻ്റെ കൈയുടെ നീ തോട്ടത്തിൽ അധ്വാനിച്ച് തിന്നണം, അതിനാണ് നിന്നെ വിട്ടത്. പക്ഷെ ഇറങ്ങുമ്പം പറഞ്ഞു മുഖത്തെ വേർപ്പോടെ കഠിനാധ്വാനം ചെയ്യാതെ കഴിയത്തില്ല. അധ്വാനത്തിൻ്റെ കാഠിന്യം വർദ്ധിപ്പിച്ചു. സ്ത്രീയോടും പുരുഷനോടും പറഞ്ഞിരുന്നു സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയെ അടക്കണം. പക്ഷേ ഈ ശാപം വന്നതോടെ പറഞ്ഞ പ്രസവത്തിൻ്റെ സമയത്ത് വേദനയും കൂടെ കാണും. ടേക്ക് ആൻ അറ്റാച്ച്മെൻറ്റ്. ശാപമാണ്. അടുത്തത് നിനക്ക് വിധേയത്വം ഉണ്ടാകും. പുരുഷൻ്റെ വാരിയലിൽ നിന്ന് സ്ത്രീയെ എടുത്തതിനാൽ ഏറെക്കുറെ തുല്യതയിലാണ് സൃഷ്ടിച്ച്. പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി നിൻ്റെ ആശ നിൻ്റെ ഭർത്താവിനോടാകും, നീ അവന് കീഴടങ്ങിപ്പോയേ പറ്റത്തുള്ളൂ. ആശ്രയ ജീവിതവും വിധേയത്വവും വേണം. ഇതുവരെ അടക്കി ഭരിച്ചോളാൻ പറഞ്ഞാൽ കയറ്റിവിട്ടത്. ഇറക്കി വിട്ടപ്പോൾ പറഞ്ഞു നിനക്കും പാമ്പിനും തമ്മിൽ ശത്രുത്വം കാണും. ശത്രുത്വം ഉളവാക്കി ശാപവും ഏറ്റുവാങ്ങി. പക്ഷേ തോൽ കൊണ്ടുള്ള ഉടുപ്പ് കിട്ടി ഇതുമായിട്ട് ആദം ഹവ്വമാർ പുറത്തേക്ക് വരികയാണ്. ഏദനിലെ യാഗം അതിൻ്റെ പ്രത്യേകത 3:21 ഏദനിലെ യാഗത്തിൻ്റെ പ്രത്യേകത ചരിത്രത്തിലാദ്യമായി രക്തച്ചൊരിച്ചിൽ നടക്കുന്നത് അവിടെയാണ്. അതുവരെ ഒരു ഈച്ച പോലും ചത്തിട്ടില്ല. ആദം ഹവ്വയും രക്തം കണ്ടിട്ടില്ല. ഒരാടിനെ അവർ വളർത്തുന്നത് സ്വന്തം മക്കളെ വളർത്തുന്നത്. അവർക്കൊന്നും മക്കളില്ല. സ്വന്തം മക്കളെ വളർത്തുന്നത് പോലെ മൃഗങ്ങളെ വളർത്തുന്നത്. ആടിനെ യാഗത്തിന് പിടിക്കുമ്പോൾ ആട് വന്ന് അപ്പനോടൊരു ചോദ്യം കാണും, അപ്പച്ചാ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഞാൻ ചെയ്യാത്ത തെറ്റിന് അങ്ങ് ചെയ്ത തെറ്റിന് എന്നെയാണോ കൊല്ലേണ്ടത്? ആദം ഹവ്വമാരുടെ ഹൃദയത്തിൻ്റെ ഫീലിംഗ് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നെ ആരെങ്കിലും ഒരാൾ വെട്ടിക്കൊന്നാൽ എനിക്കത് സഹിക്കാം. പക്ഷേ എൻ്റെ മുമ്പിൽ എൻ്റെ മക്കളിൽ ഒരാളിനെ കൊന്നാൽ സഹിക്കാനൊക്കത്തില്ല. ആദമിൻ്റെയും ഹവ്വയുടെയും ഹൃദയത്തിൻ്റെ ഫീലിംഗ് എന്തോ ഫീലിങ്ങിലായിരിക്കും അവരിത് കാണുന്നതെന്ന് ഓർത്തോണം. ഒരു തോല് കൊണ്ടൊരു ഉടുപ്പുണ്ടാക്കിയിടിച്ചു വരുന്നത് നീ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ്. പക്ഷേ കാൽവരിയിൽ യേശു മരിക്കും, വീണ്ടെടുപ്പ് നടക്കും. അതുവരെ ചെയ്ത പാപത്തിൻ്റെ ഫലം വഹിച്ചേ പറ്റൂ. കാര്യം ദൈവകൽപ്പനയ്ക്ക് വ്യത്യാസമില്ല. ആ യാഗം യേശുവിൻ്റെ കാൽവരിയെക്കുറിച്ചിരുന്നു. ഈ ഭാഗം എനിക്ക് വിശദീകരിക്കാൻ പ്രയാസമാണ്. ആദം ഹവ്വയും 1ാം ജനറേഷനാണ്. അവർക്ക് മക്കൾ ജനിച്ചു. കായേനും ഹാബേലും ഒക്കെ അവിടെയാണ്. ശേത്ത് അവരുടെ വംശത്തിൽ പെടുന്നതാണ്. 2ാം തലമുറ. 3ാം തലമുറയിൽ ഏനോഷ് ജനിച്ചു. 4ാമത്തെ തലമുറയിൽ കെനാൻ ജനിച്ചു. അങ്ങനെ പലരും ജനിച്ചു. ലാമേക്ക് എന്ന് പറയുന്ന ഒരാൾ 9ാം തലമുറയിൽ ജനിച്ചു. ലാമേക്ക് 9ാം തലമുറയാണ്. ലാമേക്കിനെ കുറിച്ച് പഴയ നിയമത്തിൽ ബൈബിളിനകത്ത് കാര്യമായിട്ട് ഒന്നുമില്ല. 4 അധ്യായമാണ് ചാവുകടലിതത്തിൽ. ഇവൻ കുരുടനായിരുന്നു, ജന്മനാൽ കുരുടനായിരുന്നു. ഇവനെപ്പോലെ പാടുന്നവൻ പ്രപഞ്ചത്തിൽ വേറെ ഇല്ലായിരുന്നു. ആ ലൂസിഫറിന് പാടാനുണ്ടായിരുന്ന കഴിവ് ലാമേക്കിനുണ്ടായിരുന്നു. ഭയങ്കര പാട്ടുകാരനായിരുന്നു. ലാമേക്കിൽ നിന്നാണ് ജെന്യൂൺ എന്ന പദം ഉണ്ടായത്. ജെന്യൂൺ നമ്മൾ പറയാറുണ്ടല്ലോ, യഥാർത്ഥമാണ് ഇത്, ജെനുവൻ പ്രൊഡക്റ്റ്. ആ പദമുണ്ടായത് ഇവനിൽ നിന്നാണ്. അത്രയും കഴിവുള്ളവനായിരുന്നവൻ. 930ാമത്തെ വയസ്സിൽ ആദം മരിച്ചു. അന്ന് 7ാം തലമുറക്കാരനായ ഹാനോക്ക് ജീവനോടുണ്ട്. ഹാനോക്ക് അതാണ് ഞാൻ വരാൻ പോകുന്നത്. 7ാം തലമുറക്കാരനായ ഹാനോക്ക് അന്ന് ജീവനോടുണ്ട്. ആദമും ഹവ്വയും അവർ കണ്ടിട്ടുള്ള ചരിത്രം മുതൽ ഈ 7ാം തലമുറ വരെയുള്ള ചരിത്രം ഹാനോക്കിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹാനോക്കിൻ്റെ പ്രത്യേകത 300 വർഷം ദൈവത്തോടുകൂടെ നടന്നവനാണ്. അവൻ ആത്മീയനായി ജീവിച്ചു. കുടുംബമുണ്ടായിരുന്നു. ആത്മീയനായി ജീവിച്ചു 300 വർഷം ദൈവത്തോടുകൂടെ നടന്നു. ഹാനോക്കാൻ 300 വർഷം ദൈവത്തോടുകൂടെ നടന്നു. നിങ്ങൾക്ക് എന്നാ ഗുണം? എനിക്കെന്നാ ഗുണം? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാനൊരു ഭയങ്കര ഭക്തനായി ജീവിച്ചു എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് എന്നാ ഗുണം? നിങ്ങളുടെ സഭയിൽ ഒരാൾ ഭയങ്കര പയസ്സാണെന്നിരിക്കട്ടെ, ബാക്കി സഭയ്ക്ക് എന്ത് ഗുണം? അവൻ സ്വർഗത്തിൽ പോകും, നല്ല സ്ഥാനം കിട്ടും, നല്ല കാര്യം, അവന് കൊള്ളാം, എനിക്കെന്നാ ഗുണം? എന്നെക്കുറിച്ച് ദൈവം പറയുന്നത് സഭയ്ക്ക് പ്രയോജനപ്പെടണമെന്നാണ്. ഞാൻ സഭയ്ക്ക് പ്രയോജനപ്പെടണമെങ്കിൽ എങ്ങനെ കഴിയും? അതെൻ്റെ ഭക്തി കൊണ്ടൊക്കത്തില്ല, വല്ലതും ചെയ്തേ പറ്റുള്ളൂ. ഹാനോക്കാണ് ഭൂമിയിൽ
അക്ഷരമാല കൊണ്ടുവന്ന ആദ്യ മനുഷ്യൻ. അങ്ങനെ 300 വർഷം ദൈവത്തോടുകൂടെ നടന്നതിനാൽ എഴുതാനും വായിക്കാനും ദൈവം ഹാനോക്കിനെ പഠിപ്പിച്ചു. ഹാനോക്കാണ് ഭൂമിയിൽ ആദ്യമായി അക്ഷരമാല കൊണ്ടുവരുന്നത്. ഹാനോക്കാണ് ഭൂമിയിൽ ആദ്യത്തെ പുസ്തകം എഴുതുന്നത്. ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ പേര് ദ ബുക്ക് ഓഫ് ആഡം ആൻഡ് ഈവ് വോളിയം 1. രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ പേര് ദ ബുക്ക് ഓഫ് ആഡം ആൻഡ് ഈവ് വോളിയം 2. മൂന്നാമത്തെ പുസ്തകത്തിൻ്റെ പേര് ദ ഫോളൻ ഏഞ്ചൽസ്. ഇതിനകത്തുനിന്നാണ് ഞാൻ ഈ പറഞ്ഞ മൊത്തം ചരിത്രത്തിൻ്റെ ആഴവും സൃഷ്ടിയുടെ ആഴവും കിട്ടുന്നത്, ദ ഫോളൻ ഏഞ്ചൽസ്. നാലാമത്തെ പുസ്തകത്തിൻ്റെ പേര് ബുക്ക് ഓഫ് ഹാനോക്ക് 1, 2, 3, 4, 5. 5 പുസ്തകങ്ങൾ ഹാനോക്കിൻ്റെതായിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ അങ്ങോട്ട് എഴുതുന്നത് ഹാനോക്ക. ഇതെല്ലാം ചാവുകടൽ ലിഖിതങ്ങളുടെ അകത്ത് കിടപ്പുണ്ട്. ഡെഡ് സീ സ്ക്രോൾസ് എന്നാൽ എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് തൊടാൻ പോവുക. ഡെഡ് സീ സ്ക്രോൾസ് എല്ലാ ബൈബിൾ സ്കൂളുകളിലും കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്ത് സഭ വരെ എല്ലാ ക്രിസ്ത്യ വിഭാഗങ്ങളും ബൈബിൾ സ്കൂളിനകത്തെ പോർഷനായിട്ട് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. 4-5 വാചകം പഠിപ്പിച്ച് വിടും, അതിൽ കൂടുതൽ പഠിപ്പിക്കാറില്ല. വാട്ട് ഇറ്റ് ഈസ് എന്ന് ജനറലി ഒന്ന് പറഞ്ഞു വിടും, അത്രയും മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ ആഴത്തിലോട്ട് പോകത്തില്ല. ഡെഡ് സീ സ്ക്രോൾസ് റിട്ടൺ ബൈ ആരോനിക് ടെമ്പിൾ പ്രീസ്റ്റ്. അഹരോൻ്റെ വർഗത്തിൽപ്പെട്ട ടെമ്പിൾ പ്രീസ്റ്റാണ് ഇത് മിക്കവാറും എഴുതിയത്. ഫൗണ്ട് ഇൻ ഹീബ്രു, അരാമിക് ആൻഡ് ഇറ്റ്സ് ഡയലക്ട്സ്. 3-4 ഭാഷകളിൽ, അരാമിക്കിൻ്റെ പല ഡയലക്ട്സ് ഉണ്ട്, ആ ഭാഷകളിൽ എഴുതി. ഡിസ്കവേർഡ് ബിറ്റ്വീൻ 1946 ആൻഡ് 1956. 1946 മുതൽ 1956 വരെയുള്ള കാലഘട്ടത്തിലാണ് ചാവുകടൽ ലിഖിതങ്ങൾ കണ്ടുകിട്ടുന്നത്. മച്ച് ഓഫ് ആൻഷ്യൻ്റ് ഇൻഫർമേഷൻസ് ആർ ഫൗണ്ട് ഇൻ ഡെഡ് സീ സ്ക്രോൾസ്. ഞാനിത് കൃപയാൽ കണ്ടിട്ടുണ്ട്. ഈ ഡെഡ് സീ സ്ക്രോൾസിൽ നിന്നാണ് കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്, ഇന്ന് നിലനിൽക്കുന്ന അനേക ഇൻഫർമേഷൻ. ഡെഡ് സീ സ്ക്രോൾസിനെ കുറിച്ച് ഒത്തിരി ഉണ്ട്, ഞാൻ മുഴുവൻ എടുത്ത് പറയാൻ ഒക്കത്തില്ല. ഇങ്ങോട്ട് പ്രധാനപ്പെട്ട ചിലത് തൊടുകയാണ്. 1:30 ആകുന്നല്ലേ പക്ഷേ? 1:30 ആകുന്നു. കണ്ടിന്യൂ ചെയ്യണോ? ഒരു 20 മിനിറ്റ് എടുത്തോട്ടെ. 20 മിനിറ്റ് കൊണ്ടാണ് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യും, വൈകിട്ട് ബാക്കി. ഇത് പ്രയോജനപ്പെടുന്നുണ്ടല്ലോ. നമ്മൾ ആദ്യം മുതൽ ഇങ്ങോട്ട് കയറി വരിക. ഞാൻ പറഞ്ഞല്ലോ, ദൈവം എനിക്ക് വിദ്യാഭ്യാസം തരേണ്ടടുത്ത് വിദ്യാഭ്യാസം തന്നു, ചരിത്രം അറിയാവുന്നവരെ കണക്ട് ചെയ്യേണ്ടടുത്ത് ചരിത്രം തന്നു, ഇൻഫർമേഷൻസ് ദൈവം തന്നു. പറയുന്നത് എൻ്റെ കടമയാണ്. എറിയുന്നവൻ്റെ കയ്യിൽ കല്ല് കൊടുക്കുന്നതാണ് മനുഷ്യൻ്റെ സ്വഭാവം. ദൈവം അങ്ങനെ തന്നെയാണ്. ഉപയോഗിക്കാത്തവനെ ഒന്നും അധികം ഏൽപ്പിക്കാറില്ല. ഡെഡ് സീ സ്ക്രോൾസിനെ കുറിച്ച്, ചാവുകടൽ ലിഖിതങ്ങളെക്കുറിച്ച് കുമ്രാൻ കേവുകളിൽ നിന്ന് കണ്ടുകിട്ടിയതാണെന്ന് പറയുന്നു. ഞാൻ അവിടെ വിശദീകരിക്കുന്നില്ല. 981 പുസ്തകങ്ങൾ ഇതിൻ്റെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഈ 981 പുസ്തകങ്ങൾ ഒരുമിച്ച് ചേർത്താൽ 45,000 പേജുകളുണ്ട്. അടുത്തത്, ഇതിനെക്കുറിച്ച് വെബ്സൈറ്റ് പറയുന്നത്, ഇത് ഇംഗ്ലണ്ടിലെ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഡെഡ് സീ സ്ക്രോൾസ്, കുമ്രാൻ കേവുകളിൽ നിന്നാണ് ഇത് കണ്ടുകിട്ടിയത്. ആ കേവുകൾ 2 കിലോമീറ്റർ ഡയമീറ്ററിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നതാണ്. SOA ലൈബ്രറി എന്ന് പറയുന്നൊരു ലൈബ്രറി ഉണ്ട് ലണ്ടനിൽ. SOA ലൈബ്രറിയിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്, ആധികാരികമായി സൂക്ഷിച്ചിരിക്കുന്നത്. അതിനകത്തുണ്ട് ഇടത്തുവശത്ത് കാണുന്ന ഭാഗത്ത്, അതിൻ്റെ ഇടത്തുവശത്ത് കാണുന്ന ഭാഗത്ത് 2-3 കേവുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2-3 കേവുകൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കേവുകളുടെയൊക്കെ അകത്തുനിന്ന് ഒത്തിരി കേവുകളുണ്ട്, അങ്ങനെ 600 കേവുണ്ട്. അതിനകത്തുനിന്നാണ് ഇത് കണ്ടുകിട്ടിയത്. ഈ വലത്തുവശത്ത് കാണുന്നത് ഒരു ഡെഡ് സീ സ്ക്രോളിൻ്റെ അകം. അതിൻ്റെ അകത്തുനിന്ന് ആ സ്ക്രോളിലെ എഴുത്തെങ്ങനെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഡെഡ് സീ സ്ക്രോൾസ്. ഡെഡ് സീ സ്ക്രോളുകൾ സൂക്ഷിച്ചിരുന്നത് ഇതുപോലുള്ള ജാറുകളിലാണ്, എർത്തൻ ജാറുകൾ. ഇതെൻ്റെ ക്യാമറയ്ക്കകത്ത് ഞാൻ എടുത്ത ഫോട്ടോയാണ്. ഇതിന്ന് ഇസ്രയേലിലുണ്ട്, SOA ലൈബ്രറിയിലുണ്ട്. പക്ഷേ SOA ലൈബ്രറി കയറാൻ ഞാൻ ആവുന്നത് ശ്രമിച്ചിട്ടും എനിക്ക് അതിനകത്തൊരു അഡ്മിഷൻ കിട്ടിയില്ല. അവരെല്ലാവർക്കും തുറന്നു കൊടുക്കത്തില്ല, ചരിത്രകാരന്മാർക്കും അങ്ങനെയുള്ളവർക്കുമേ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ്. കാര്യം അതുപോലെ പഴയതാണ് ഈ സ്ക്രോളുകൾ, കൈ കൊണ്ടൊക്കെ തൊട്ടാൽ പൊടിഞ്ഞു പോവും. അതുകൊണ്ട് അവരത് അങ്ങനെ സൂക്ഷിച്ചിരിക്കുക. ഇതിൻ്റെ 1-2 കോപ്പികൾ വാഷിങ്ടൺ DC ബൈബിൾ മ്യൂസിയത്തിലുണ്ട്. അവിടുന്ന് ഞാൻ ഈ പിക്ചർ എടുത്തത്. 1-2 കോപ്പികൾ, ഒരുപാട് 10-600 ഉണ്ട്. ഇത് ജാറുകൾ തന്നെ. അതിലെ ഒരു ജാർ, 1-2 ജാറുകൾ അവിടെയുണ്ട്. അവിടുന്ന് എൻ്റെ ക്യാമറയിലെടുത്ത ഫോട്ടോയായത്. ആ ജാറ് നേരെ വെച്ചിരിക്കുന്ന പിക്ചറാണ് ഇതേണ്ടത്. അത് തുറന്നിരിക്കുന്ന പിക്ചറാണ് ഇതേണ്ടത്.
ഈ ജാറ് തുറന്നാൽ ഇതിനകത്ത് സ്ക്രോളുകൾ ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുക. ഇതെന്നാണ് എടുത്ത് തർജ്ജമ ചെയ്യുന്നത്. ഇത് തന്നെ ഇസ്രയേലിലിരിപ്പുണ്ട്. ഇസ്രയേലിൽ ഡെഡ് സീ സ്ക്രോളുകൾ വെച്ചിരിക്കുന്നത് സങ്കീർത്തന പുസ്തകങ്ങളാണ്. സങ്കീർത്തനങ്ങൾ മുഴുവനും കൂടെ ചേർന്ന ഒരു സ്ക്രോളാണ്. അത് ഇസ്രയേൽ തൻ്റെ ഇതുപോലെ കളറുള്ളതായ തുണിക്കകത്ത് തുണി കൊണ്ട് പൊതിഞ്ഞ് അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി, പ്ലാറ്റ്ഫോമിൽ ഒരു 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 സ്റ്റാൻഡ് ഉണ്ടാക്കി ആ സ്റ്റാൻഡിനകത്ത് വെച്ചിരിക്കുക. അത് തന്നെ നിവൃത്തി വെച്ചിരിക്കുന്നതാണ്. ഇത് യെശയ്യാവിൻ്റെ പുസ്തകമാണെന്ന് അവർ പറയുന്നു. ഈ ചാവീട് ലിഖിതത്തിൻ്റെ അകത്തോട്ട് കയറുക, പിണങ്ങല്ലേ, ചരിത്രം തൊടുക. ആദം ഹവ്വമാർ ദൈവകൃപയിൽ നിന്ന് വീണു, ഇവരെ പുറത്താക്കി. പക്ഷെ വീണ്ടെടുപ്പിൻ്റെ വാഗ്ദത്വം അവർക്കുണ്ട്, അവരെ ഇനിയും തിരിച്ചെടുക്കാൻ കഴിയും. എങ്കിലും ദൈവസാന്നിധ്യത്തിൻ്റെ അളവ് കുറഞ്ഞു. ഇതിനെ തുടർന്ന് അശുദ്ധ ദൂതന്മാർ, വീണുപോയ ദൂതന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി. അവരെ സഹായിച്ചത് വാച്ചേഴ്സ് എന്ന് പറയുന്ന ദൂതന്മാരാണ്. വാച്ചേഴ്സ് എന്ന പേര് യോബിൻ്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. ഭൂമിയുടെ കാവലിന് വേണ്ടി ദൈവം ഒരു കൂട്ടം ദൂതന്മാരെ ആക്കിയിരുന്നു. അവരെയാണ് വാച്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത് ദ ഫോളൻ ഏഞ്ചൽസ് എന്ന പുസ്തകത്തിൽ കിടപ്പുണ്ട് വ്യക്തമായി. ആദമഹവമാരുടെ പുസ്തകത്തിൻ്റെ 20ാമത്തെ ചാപ്റ്ററിൽ, 1ാമത്തെ വോളിയത്തിൽ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് കിടപ്പുണ്ട് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ വീണുപോയ ദൂതന്മാർ മനുഷ്യൻ്റെ അനന്തര തലമുറകളെ തെറ്റിക്കാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവരുടെ അടുക്കൽ വരികയും അതിൻ്റെ മര്യാദയിൽ നടക്കാൻ അവരോട് പറയുകയൊക്കെ ചെയ്തു. അവരനുസരിച്ചില്ല. എങ്കിലും ഒരു ഏരിയയിൽ അവർ ജയിച്ചു. അതാത് പ്രസവത്തിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും തമ്മിൽ വേണം വിവാഹം കഴിക്കാനെന്നായിരുന്നു ആദാമിന് കൊടുത്തിരുന്ന പ്രമാണം. ആദാം മരിക്കുന്നതിന് മുമ്പേ 600 ശിഷ്ടം മക്കൾ അവർക്കുണ്ടായിരുന്നു. ദൈവം കൊടുത്ത അനുഗ്രഹത്തിൽ 900 വർഷം ജീവനോടിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഒറ്റ പിള്ളേരുണ്ടായ ചരിത്രമില്ലെന്നാണ് പറയുന്നത്. എല്ലാം മിനിമം 2 പേര് അല്ലെങ്കിൽ 3-4 പേരൊക്കെയാണ് ഓരോ ഡെലിവറിയിലും ഇങ്ങനെ അവർ പെറ്റുവരികയും. ആദം മരിക്കുന്ന സമയത്ത് ഭൂമിയുടെ ജനസംഖ്യ 3 ലക്ഷത്തിലധികമാണ്. ഇവരിങ്ങനെ പെറ്റുവരികൊണ്ടിരിക്കുകയാണ്. അന്ന് പിശാച് വന്നിച്ചു പറഞ്ഞു, നിൻ്റെ കൂടെ ജനിച്ച പെൺകുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും നിനക്ക് സൗന്ദര്യത്തിൽ തികഞ്ഞതിനെ എടുത്തുകൂടെ? അങ്ങനെയാകുമ്പോൾ മറ്റൊരുത്തൻ്റെ കൂടെ ജനിച്ചതായാലും തകരാറില്ല എന്നൊരു തോന്നൽ തുടങ്ങി. വിവാഹത്തിന് അന്ന് വെച്ചിരുന്ന നിയമം, ആദ്യം തെറ്റിക്കുന്ന വിവാഹത്തിൻ്റെ നിയമമാണ്. വിവാഹത്തിന് അന്ന് വെച്ചിരുന്ന നിയമം തെറ്റിച്ചു. ബോധിച്ചതിനെ ഭാര്യമാരായി എടുത്തു. ഇതിനെ തുടർന്നാണ് സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങുന്നതും ബോധിച്ചതിനെ ഭാര്യമാരായി ദൂതന്മാരെടുക്കുന്നതും. ഇതിനു വേണ്ടി വാച്ചേഴ്സിൻ്റെ സഹായം ആവശ്യമായിരുന്നു. വാച്ചേഴ്സിൻ്റെ സഹായം കിട്ടി. ഈ സമയത്ത് യാരേദ് എന്ന് പറയുന്ന ആൾ ജനിച്ചു. മഹലിയേൽ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലുണ്ട്. 5ാമത്തെ തലമുറയിലുള്ള മഹലിയേൽ ജനിച്ചു. മഹലിയേൽ മഹാഭക്തനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഈ സാധാരണക്കാർ പിള്ളേരുടെ കൂടെ നടക്കണ്ട, കണ്ടതിനെയൊക്കെ എൻ്റെ ആൺപിള്ളേർ കല്യാണം കഴിക്കും. അതുകൊണ്ട് എൻ്റെ മക്കൾ ജനിക്കുന്നവരെ തന്നെ കല്യാണം കഴിച്ചാൽ മതി. നമുക്കൊരു കാര്യം ചെയ്യാം. അദ്ദേഹവും ഭാര്യയും കൂടി ഒരു മലയുടെ മണ്ടയിൽ കയറി താമസമായി. കുഞ്ഞുങ്ങളായപ്പോഴും അവരെ മലമണ്ടയിലാണ് താമസം. അതുകൊണ്ട് ഒന്നിച്ച് ജനിച്ചതിനെ മാത്രം വിവാഹം കഴിച്ചു. പക്ഷെ പ്രശ്നം, എന്ത് ഭക്ഷണം കഴിക്കും? ഭക്ഷണം കഴിക്കേണ്ടതിന് വേണ്ടി സമയമാകുമ്പോൾ, കൃഷിയുടെ സമയമാകുമ്പോൾ അവർ താഴ്വരയിലേക്ക് ഇറങ്ങും. താഴ്വരയിൽ ഇറങ്ങി താഴ്വരയിൽ കൃഷി നടത്തും. പക്ഷെ പിള്ളേർ ഒരുമാതിരി വളർന്നതിനെ തുടർന്ന് 2 മാസം താഴോട്ട് ഇറങ്ങിയാൽ മതി. തിരിച്ചു പോകുമ്പോൾ വേറൊരു പെണ്ണയും കൊണ്ട് അവൻ കയറിപ്പോന്ന്. സംഗതി വൃത്തികേടായി. അവൻ്റെ പിടി നീക്കുന്നില്ല. കാര്യം പൈശാചിക ഉപദ്രവം ഭയങ്കരമായി. അതിനുള്ള ഇൻഫ്ലുവൻസായി. ഈ അദ്ദേഹത്തിൻ്റെ മഹലയേലിൻ്റെ മകനാണ് യാരേദ്. ഉൽപ്പത്തി പുസ്തകം 5-ൽ അദ്ദേഹത്തിൻ്റെ പേര് കിടപ്പുണ്ട്. യാരേദാണ് ഭൂലോക ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതിലേക്കും ഭക്തൻ. ഭൂലോക ചരിത്രത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ, യേശുവിനെ ഒന്നും ചേർത്തല്ല ഞാൻ പറഞ്ഞത്, എഴുതപ്പെട്ട ചരിത്രത്തിൽ കണ്ടതിലെ ഏറ്റവും ഭക്തൻ യാരേദാണ്. യാരേദ് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞ്, നമുക്ക് താഴ്വരയിലോട്ട് വരികയേ വേണ്ട. അപ്പോൾ എന്ത് തിന്നും? ദൈവം ആദമിനെയും ഹവ്വയും ആക്കുന്നത്, ആദമവരുടെ കഥ അവർ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, വൃക്ഷങ്ങളുടെ ഫലം തിന്ന് ജീവിക്കാനാണ്. പർവ്വതമുകളിൽ വൃക്ഷങ്ങളുണ്ട്, അതിൻ്റെ മാത്രം ഫലം തിന്നാൽ മതി. നമ്മുടെ പിള്ളേർ പിഴച്ചു പോകാതിരിക്കാൻ നമുക്ക് താഴ്വരയിലോട്ട് വരണ്ട. അങ്ങനെ യാരേദും കുടുംബവും പർവ്വതമുകളിൽ തന്നെ താമസിച്ചു. മക്കൾ ജനിച്ചു. ഇതോടെ സാത്താനാകെ ഭയന്നു. സാത്താൻ്റെ താല്പര്യം, അല്ലെ അവൻ്റെ പിടിവാദം, ഞാൻ സ്വർഗത്തിൽ കയറും,
എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഞാൻ ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിൽ എന്ന് പറഞ്ഞ സ്വർഗത്തിൽ ഇരുന്നരുളും. ഞാൻ വിടത്തില്ല. ഇതാണ് അവൻ്റെ പിടി. എങ്ങനെ ഇത് നടക്കും? യാരേദിനെപ്പോലെ ഒരു വിശുദ്ധ തലമുറ രംഗത്ത് വരികയാണെങ്കിൽ ഇത് നടക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ അശുദ്ധരാക്കിയെങ്കിൽ മാത്രമേ പറ്റൂ. അതെങ്ങനെ അശുദ്ധമാക്കും? അതിനുവേണ്ടി സ്വർഗത്തിൽ നിന്ന് കുറേ ദൂതന്മാർ, വീണുപോയ ദൂതന്മാർ ഭൂമിയിൽ വന്നു. അവർ ഇവിടെ താമസിക്കാനൊക്കത്തില്ല. ഇവിടുത്തെ കോസ്മോസ് വേറെയാ. ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിപ്പോൾ അത്രേ ഉള്ളൂ. പക്ഷേ മനുഷ്യൻ ഓൾറെഡി ദൈവപ്രമാണം ലംഘിച്ചു പാപത്തിൽ അകപ്പെട്ടതിനാൽ, ഒരു പാപമുള്ള അറ്റ്മോസ്ഫിയർ ഇവിടെ നിലനിന്നതിനാൽ കുറച്ച് കൂടുതൽ സമയം ഇവിടെ നിൽക്കാൻ കഴിയും. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ മാറി കോസ്മോസ് മാറുക, പിശാചും മാറ്റുക. ആ കോസ്മോസിൽ കുറച്ച് സമയം പിടിച്ചു നിൽക്കാമെന്നായി ആ സമയം കൊണ്ട് യാരേത് പാർത്ത മലയുടെ മുകളിലോട്ട് കയറി മനോഹരമായൊരു പാട്ട് പാടി കേൾപ്പിച്ചു. യാരേതിൻ്റെ പിള്ളേർക്ക് ഇത് കേൾക്കുകയും പഠിക്കണമെന്നൊരു കൊതി. പഠിക്കണം, പാട്ട് പഠിക്കണം. യാരേത് ഈ പാടിയവരെ വിളിച്ചൊരു ചോദ്യം ചോദിച്ചു. ഐ വാണ്ട് 2 ആൻസേഴ്സ്. നമ്പർ 1, ഇത് എവിടെ നിന്ന് വന്നു? ഈ പാട്ടിൻ്റെ ഒറിജിൻ എന്താ? ഫസ്റ്റ് അത് പോയി പോട്ടെ, പിന്നെ നമുക്കിനി പിന്നെടുക്കാം. ഈ പാട്ടിൻ്റെ ഒറിജിൻ എന്ത്? 2, ഇതുകൊണ്ടുള്ള ഗുണമെന്ത്, പർപ്പസ് എന്ത്? ഒറിജിനും പർപ്പസും ഈ അറിയാത്ത യാതൊന്നും ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ഇതൊരു ആത്മീയൻ്റെ ലക്ഷണമാണ്. ഒറിജിൻ അറിഞ്ഞിരിക്കണം, പർപ്പസ് അറിഞ്ഞിരിക്കണം. ഇത് രണ്ടും അറിയാത്ത ഒന്ന് ഞങ്ങൾ അംഗീകരിക്കത്തില്ല. അവർ പറഞ്ഞു, ഒറിജിൻ സ്വർഗത്തിൽ ലൂസിഫർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പാടിയ പാട്ടായത്. ഇതിനേക്കാൾ മനോഹരമുള്ളതൊന്നുമില്ല. ലൂസിഫറിൻ്റെ പേര് കേട്ടതോടെ യാരേത് പറഞ്ഞ്, ഇറങ്ങട പർവ്വതത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ട. ഈ ഒറിജിനുള്ള ഒന്ന് ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ഞാൻ ചുരുക്കി വൈൻഡപ്പ് ചെയ്യട്ടെ. വൈകിട്ട് നമ്മൾ വീണ്ടും തുടങ്ങും. ഈ ചെകുത്താന്മാർ താഴെ ഇറങ്ങി താഴ്വരയിൽ വന്ന് ഓരോ ട്രൈബ്സിലും പോയി. എല്ലാം കൂടെ 5-ാം തലമുറയാണ് നടക്കുന്നത്. ആ ഓരോ ട്രൈബ്സിലും കയറി ഈ പാട്ടുപാടി. ലൂസിഫറിൻ്റെ പേര് കേട്ടതോടെ എല്ലാവരും പറഞ്ഞു, വേണ്ടടാ പോക്കോ, വേണ്ടടാ പോക്കോ, വേണ്ടടാ പോക്കോ. കാര്യം ലൂസിഫറിൻ്റെ വക ഞങ്ങൾക്ക് വേണ്ട, എത്ര മനോഹരമാണെങ്കിലും. അവസാനം ഇവർ പറഞ്ഞ്, ഇറങ്ങിയവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, കായൻ്റെ വീട്ടിലൊന്ന് പോവാം. ഇവൻ പണ്ട് ശപിക്കപ്പെട്ടവനാണല്ലോ, നമുക്ക് കായൻ്റെ വീട്ടിലൊന്ന് പോവാം. അങ്ങനെ കായൻ്റെ വീട്ടിൽ ചെന്ന് പാട്ടുപാടി. പിള്ളേർക്ക് പഠിക്കണം, പറഞ്ഞ് പഠിപ്പിക്കാം. അതിനു മുമ്പേ ഒരു കണ്ടീഷൻ നേരത്തെ പറഞ്ഞേക്കാം. ഇത് ലൂസിഫർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സ്വർഗത്തിൽ പാടിയ പാട്ടാണ്. പഠിച്ചു കഴിയുമ്പോൾ ഇറങ്ങടാന്ന് പറയല്ലേ. കായൻ്റെ മക്കൾ പറഞ്ഞ മറുപടി, വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ ഒറിജിൻ. ഞങ്ങൾക്ക് ഒറിജിനെ കുറിച്ച് അറിയണ്ട. ആസ് ലോങ് ഇറ്റ് ഈസ് സ്വീറ്റ് ടു അവർ ഇയേഴ്സ് വി നീഡ് ഇറ്റ്. ഞങ്ങളുടെ ചെവിക്കിത് പ്രസാദകരമാണെങ്കിൽ ഞങ്ങൾക്കിത് കേൾക്കണം. അങ്ങനെ കായൻ്റെ കൊച്ചുമക്കളെ പാട്ട് പഠിപ്പിച്ചു. പാട്ടിൻ്റെ പുറകെ വാദ്യ ഉപകരണങ്ങൾ ചിലതെല്ലാം പഠിപ്പിച്ചു. അന്നുള്ള വാദ്യോപകരണങ്ങൾ പഠിപ്പിച്ചു. അത് കഴിഞ്ഞതോടെ മോഡേൺ സമ്പ്രദായത്തിൽ കൃഷി ചെയ്യാൻ പഠിപ്പിച്ചു. ഞാൻ ചാവടലിഹിതങ്ങളിൽ ഒരു 10-20 പേജ് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യാം. അതിനകത്തുനിന്ന് എഴുതി ഞാനിതൊക്കെ ഒറിജിനലി കട്ട് ആൻഡ് പേസ്റ്റാണ്. ഇങ്ങോട്ട് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ട് കട്ട് ആൻഡ് പേസ്റ്റ് ഉണ്ട്. ഞാനിതിനകത്തെ വിവരങ്ങൾ ഒന്ന് ചുരുക്കി പറയുക. അങ്ങനെ ഇവർക്ക് പറഞ്ഞു കൊടുത്തു. ഇവരെ പാട്ട് പഠിപ്പിച്ചു. പാട്ട് പഠിപ്പിച്ചതിനെ തുടർന്ന് കാട്ടിൽ നിന്ന് മരങ്ങൾ വെട്ടി വീട് വെക്കാൻ പഠിപ്പിച്ചു. രണ്ടാമത് പഠിപ്പിച്ച അതാ. എല്ലാവരും ഗുഹകളിലാണ് താമസിക്കുന്നത്, നിങ്ങൾക്ക് വീടുണ്ടാക്കുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വീട് വെക്കാൻ പഠിപ്പിച്ചു. അതോടെ കായൻ്റെ കുടുംബം ദേവിക്കും എലൈറ്റ് ഫാമിലി, അവർക്ക് നന്നായി മിടുക്കരായി. മൂന്നാമത് ശാസ്ത്രീയമായി കൃഷി ചെയ്യാൻ പഠിപ്പിച്ചു. അതുവരെ ഒരു വർഷത്തേക്കുള്ള കോതമ്പ് വിതച്ചാൽ 1 വർഷത്തേക്കുള്ളതേ കൊയ്തെടുക്കാനൊക്കത്തുള്ളൂ. ഇവൻ പഠിപ്പിച്ചതോടുകൂടെ 10 കൊല്ലത്തേക്കുള്ള കോതമ്പ് ഒരുമിച്ച് പോയി. ഒരു വിതയ്ക്ക് 10 വർഷത്തേക്കുള്ള കോതമ്പ് കിട്ടി. പിറ്റേ വർഷമുണ്ട് അടുത്ത 10 വർഷത്തേക്കുള്ള. ഇതെല്ലാം കൂടെ എവിടെ കൊണ്ട് വെക്കാൻ സ്ഥലമില്ലാതായി. അന്ന് ഇന്നത്തെ സമ്പ്രദായങ്ങളില്ല. പറഞ്ഞു, ഈ കോതമ്പ് വേറൊരു ഉപയോഗത്തിന് കൊള്ളാം. വർഷങ്ങൾ കൊണ്ടാണ്. ആ കോതമ്പ് കൊണ്ട് ചാരായം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. ചാരായം കുടിച്ചു കഴിഞ്ഞതോടെ പിള്ളേരുടെ സ്വഭാവം മാറി. അഹങ്കാരമായി പോക്ക് നോക്കണം. അഹങ്കാരമായി, അന്യോന്യം വഴക്കായി. വഴക്ക് തീർക്കാൻ വേണ്ടി വഴക്കിനെ അടിക്കാനും ഇടിക്കാനുമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. പിള്ളേർ ചാരായത്തിന് അഡിക്റ്റ് ആയതോടുകൂടെ പെൺകുട്ടികളോട് പറഞ്ഞു, നിങ്ങളെ സൗന്ദര്യവതികളാക്കി തരാം. വേണമെങ്കല്ലേ, നിങ്ങളെ സൗന്ദര്യവതികളാക്കി തരാം. അങ്ങനെ അവരെ സൗന്ദര്യവതികളാക്കാൻ ആദ്യമേ ചുണ്ടത്ത് ചായം തേച്ചു. പിള്ളേർക്ക് തോന്നി സൗന്ദര്യം കൂടിയെന്ന്. 2 നഖത്തെ ചായം തേച്ചു. പിള്ളേർക്ക് തോന്നി സൗന്ദര്യം വർദ്ധിച്ചു എന്ന്.
3, മുടി ഡൈ ചെയ്തു പല നിറങ്ങളിൽ. 4, കൈയുടെ വെള്ളയും കാലിൻ്റെ വെള്ളയും ഡൈ ചെയ്തു. മനോഹരമായിരിക്കുന്ന അവർക്ക് തോന്നി. അന്യോന്യം വഴക്ക് തുടങ്ങി. അടുത്തൊരു ദൂതൻ ഇറങ്ങി വന്നേച്ചു പറഞ്ഞു, പുരിയം എഴുതുന്നത് ഇങ്ങനെയാണ്. പുരിയം വടിക്കാനും പുരിയം എഴുതാനും പഠിപ്പിച്ചു. ബ്രേസ്ലെറ്റ് അണിയിക്കാൻ ഒരുത്തൻ പഠിപ്പിച്ചു. സൗന്ദര്യവതികളാക്കി അവരെ നൃത്തം പഠിപ്പിച്ചു. അവർ നൃത്തത്തിൽ പ്രഗത്ഭരായപ്പോൾ പറഞ്ഞു, നിങ്ങൾ വന്ന് യാരേത് താമസിക്കുന്ന മലയുടെ ചുവട്ടിലൊരു നൃത്തം നടത്തണം. അങ്ങനെ യാരേത് താമസിക്കുന്ന മലയുടെ ചുവട്ടിൽ ഒരു നൃത്തം നടന്നു. യാരേതിൻ്റെ ആൺകുട്ടികൾ ഈ നൃത്തം ചെയ്യുന്ന പെൺകുട്ടികളെ കണ്ടു. അവരുടെ ഹൃദയം കൊണ്ടവർ താല്പര്യപ്പെട്ടു. ഇതൊന്ന് കാണാൻ താഴ്വരയിലേക്ക് ഇറങ്ങി വന്നു. അവിടെ ചാവുകടൽ ലിഖിതത്തിൽ എഴുതിയിരിക്കുന്നത്, എനിക്കൊന്ന് ഹാനോക്കിൻ്റെ പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്, മൃഗങ്ങൾക്കുണ്ടാകുന്ന കാമാർത്തി ഇവർക്കും പിശാചുണ്ടാക്കി. ഈ ആൺകുട്ടികൾ ഇറങ്ങി പെൺകുട്ടികളെ ഭാര്യമാരായി എടുത്തു. തിരിച്ച് പർവ്വതത്തിലോട്ട് കയറുമ്പോൾ പർവ്വതത്തിലെ കല്ലുകളിൽ നിന്ന് തീ പുറപ്പെട്ട് ഇവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ യാരേതിൻ്റെ വർഗം തീർന്നു. ഭൂമിയിൽ ദൂതന്മാർ തോന്നിയ പോലെ അപ്പോഴത്തേക്ക് അന്തരീക്ഷം മാറി. പൈശാചികമായ ഒരു വ്യാപാരം ഇതിനകത്തുണ്ടായി. പാട്ട് പഠിച്ചവനും സൗന്ദര്യം വർദ്ധിപ്പിച്ചവൾക്കും അകത്തിരിക്കാൻ സാത്താന് കഴിഞ്ഞു. ഞാൻ വൈകിട്ടത്തെ സെക്ഷനിൽ പോകുമ്പോൾ ഒത്തിരിയും കൂടെ ഡീപ്പായിട്ട് പോകും. വിത്ത് ദ സ്ക്രിപ്റ്റേഴ്സ് റിട്ടൺ ബിഫോർ യു എടുത്തിങ്ങോട്ട് വരും. ഈ വന്നതുപോലെ മനുഷ്യൻ ഇന്നത്തെ അളവിൽ വീണു. ഈ മനുഷ്യൻ ഒന്നാമത്തെ വീഴ്ചയാണിത്. ആദാം വീണതിനെ തുടർന്നുള്ള മനുഷ്യവർഗത്തിൻ്റെ വീഴ്ചയാണ് ഞാൻ ഇവിടം വരെ വിശദീകരിച്ചത്. 100% വിതൗട്ട് ഡൗട്ട് ചാവുകടൽ ലിഖിതത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. 1000 പേജസിൻ്റെ സമ്മറിയാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും കിട്ടി. ഇതിനെല്ലാം ഞാൻ ബൈബിൾ കൊണ്ട് അള്ളിപ്പിടിക്കാൻ ഇടയുള്ളിടത്തെല്ലാം അള്ളിപ്പിടിച്ച് കാണിച്ചു തന്നു. ഞാൻ തെളിവുകൾ തന്നു. വൈകിട്ട് നമ്മൾ വീണ്ടും തുടരും. പർപ്പസ് ഒരു വിശുദ്ധ സഭ, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി കളങ്കമില്ലാത്തൊരു സഭ. ഈ ഭൂമിയിൽ നിന്ന് പൈശാചിക ശക്തികളെ ആട്ടിപ്പായിക്കുവാൻ ആർജവമുള്ള ഒരാത്മജീവി ഇതുണ്ടായി വരണം. ബാംഗ്ലൂർ ചർച്ച് ഇതിൻ്റെ ഒരു അംശം പഠിച്ചതുകൊണ്ടാണ് ഭൂലോകത്തിലെ ഏറ്റവും വലിയ മലയാളി പെന്തക്കോസ്ത് ചർച്ച് എന്ന് ഞങ്ങൾ ഉയർന്നത്. ഒരംശം പഠിച്ചതാണ്. നമുക്ക് ഒക്കുന്നിടത്തോളം ഒരുമിച്ചിറങ്ങാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവും ദൈവവുമേ, അങ്ങയുടെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വൻകൃപ വീണ്ടും ഞങ്ങളുടെ മേൽ പകരണമേ. ആർക്കും പരസ്പരം വൈരാഗ്യം വരാതെ, ആർക്കും പരസ്പരം അപകർഷത ബോധമുണ്ടാകാതെ കർത്താവ് ഞങ്ങളെ പരിപാലിക്കണേ. ദൈവകൃപയിൽ സൂക്ഷിക്കണം, മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ